ഓക്കെ, എല്ലാവരും എത്തി തുടങ്ങിയാ? നമുക്കിന്ന് അടുത്ത 3 പാഠം, സെക്കൻഡ് ഇയറിൻ്റെ ആദ്യത്തെ 3 പാഠമാണ് തൊട്ട് മുമ്പുള്ള സീരീസിൽ, കെമിസ്ട്രി സീരീസിൽ പോയത്. ബുള്ളറ്റ് സീരീസിൽ സോളിഡ് സ്റ്റേറ്റ് കഴിഞ്ഞു, സൊല്യൂഷൻസ് കഴിഞ്ഞു, ഇലക്ട്രോ കെമിസ്ട്രി കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് കൈനറ്റിക്സ് ആണ്. കുട്ടികളിലേക്ക് വരട്ടെ, നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. കെമിക്കൽ കൈനറ്റിക്സ്, സർഫസ് കെമിസ്ട്രി, മെറ്റലർജി, ഈ 3 പാഠത്തിലെയും ടോപ്പിക് വൈസ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഏപ്രിൽ 2-ാം തീയതി നമ്മുടെ നീറ്റ് ഗാല പരീക്ഷയുണ്ട്. അതിനുള്ള ചെറിയൊരു പ്രിപ്പറേഷൻ സ്റ്റെപ്പാണ് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക എന്നതിലൂടെ നമ്മൾ പറയുന്നത്. പക്ഷേ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഏകദേശം ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട തിയറി പോയിൻ്റൊക്കെ നമുക്ക് ടച്ച് ചെയ്ത് പോകാനും കഴിയാറുണ്ട്. അപ്പോൾ എല്ലാവരും ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. റെഡി? യെസ്, ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങുകയാണ്. കമൻ്റൊക്കെ വരട്ടെ, എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താവട്ടെ, നമുക്ക് എന്ത് ചെയ്യാം, കെമിക്കൽ കൈനറ്റിക്സ് ഈ പാഠത്തിൽ നമ്മൾ 3 കാര്യങ്ങളാണ് ഈ പാഠത്ത് പഠിക്കുന്നത്. ഒന്ന്, ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് എന്താണ്, റേറ്റിനെ ഇഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താണ്, ഈ ഫാക്ടേഴ്സ് എങ്ങനെ റേറ്റിനെ ഇഫക്റ്റ് ചെയ്യുന്നു പറയുന്ന മെക്കാനിസം. അപ്പോൾ 3 പാർട്ടായി തന്നെ നമുക്ക് തിരിക്കാം. റേറ്റിനെ പറ്റി പഠിക്കുന്നുണ്ട്, പിന്നെ എന്താണ് റേറ്റിനെ ഇഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ പറ്റി പഠിക്കുന്നുണ്ട്, ഈ ഫാക്ടേഴ്സ് ഇങ്ങനെ ഇഫക്റ്റ് ആവുന്നു എന്ന് പറയുന്ന മെക്കാനിസവും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്നത് റേറ്റിനെ പറ്റിയാണ്. ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ്, ചില റിയാക്ഷൻസ് വളരെ സ്ലോ ആയിട്ട് നടക്കുന്നുണ്ടാവും, ചില റിയാക്ഷൻസ് മോഡറേറ്റ് സ്പീഡിൽ നടക്കുന്നുണ്ടാവും, ചില റിയാക്ഷൻസ് വളരെ ഫാസ്റ്റായി നടക്കുന്നുണ്ടാവും. നമ്മൾ നോക്കേണ്ടത് ഒരു റിയാക്ഷൻ്റെ റേറ്റിനെ എങ്ങനെ കാണാം എന്നുള്ളതാണ്. അപ്പോൾ ഒരു റിയാക്ഷൻ നടന്നു എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഒന്നുമില്ല എങ്കിൽ റിയാക്റ്റൻറ്റുകൾ കൺസ്യൂം ചെയ്തു പോയിട്ടുണ്ടാവും, അല്ലെ പ്രോഡക്റ്റുകൾ എപ്പിയർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒന്നാമത്തെ കാര്യം, നമുക്ക് ഡയറക്റ്റ്ലി റേറ്റ് ഓഫ് റിയാക്ഷൻ അല്ല മെഷർ ചെയ്യാൻ പറ്റുക, നമുക്ക് ഡയറക്റ്റ്ലി മെഷർ ചെയ്യാൻ പറ്റുക റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് റിയാക്റ്റൻറ്റോ അല്ല എങ്കിൽ റേറ്റ് ഓഫ് എപ്പിയറൻസ് ഓഫ് പ്രോഡക്റ്റ് ആണ്. എന്താണ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുക? റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് റിയാക്റ്റൻറ്റോ അല്ലെങ്കിൽ റേറ്റ് ഓഫ് എപ്പിയറൻസ് ഓഫ് പ്രോഡക്റ്റ് ആണ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുക. അപ്പോൾ സാധാരണ നമുക്കിത് മെഷർ ചെയ്യാൻ പറ്റുക ഒരു കോൺസെൻട്രേഷൻ ടൈം ഗ്രാഫിൽ നിന്നാണ്. നമുക്ക് എന്ത് ചെയ്യാം, കോൺസെൻട്രേഷൻ ടൈം ഗ്രാഫ് എടുത്താൽ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ വേഴ്സസ് ടൈം ഗ്രാഫ് എടുത്താൽ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ ടൈമിനനുസരിച്ച് കുറഞ്ഞു വരുന്നത് കാണാം. അപ്പോൾ നമ്മളിവിടെ മെഷർ ചെയ്യുന്നത് റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് റിയാക്റ്റൻ്റ് ആണ്. അതെനിക്ക് 2 രീതിയിൽ മെഷർ ചെയ്യാം. ഒന്നുമില്ലെങ്കിൽ ആവറേജ് മെഷർ ചെയ്യാം. ആവറേജ് മെഷർ എങ്ങനെയാണ്, ഒരു T1 T2 സമയത്തേക്കുള്ള T1 T2 സമയത്തുള്ള R1ഉം R2ഉം റിയാക്റ്റൻ്റെ കോൺസെൻട്രേഷൻസ് നമുക്ക് കിട്ടിയാൽ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് റിയാക്റ്റൻറ്റ് മൈനസ് ഡെൽറ്റ ആർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്ന് പറയുന്നത് മൈനസ് ഓഫ് R2 മൈനസ് R1 ഡിവൈഡഡ് ബൈ T2 മൈനസ് T1 ആണ്. ഇനി ഒരു പോയിന്റിലെ റേറ്റ് നമുക്ക് കാണാൻ പറ്റും, അതിന് നമ്മൾ വിളിക്കുക ഇൻസ്റ്റൻറ്റേനിയസ് എന്നാണ്, ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ്. അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ആണെങ്കിൽ നമ്മുടെ ഡെൽറ്റ ടി ടൈം ഗ്യാപ്പ് എന്ത് ചെയ്യുക, കുറച്ച് വന്നു. ഒരു പോയിന്റിലെ റേറ്റ് കാണണമെങ്കിൽ നമ്മൾ അതിൻ്റെ സ്ലോപ്പ് എടുത്താൽ മതി. ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഉണ്ട്, ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് മൈനസ് dr/dt ആണ്, അല്ലെങ്കിൽ അതെന്താണ് മൈനസ് ഓഫ് സ്ലോപ്പാണ്. ഓരോ സ്ഥലത്തെയും സ്ലോപ്പിൻ്റെ മൈനസ് ആണ്. ഇതേപോലെ നമുക്ക് ആരെയും കാണാൻ പറ്റും, പ്രോഡക്റ്റ് ടൈം ഗ്രാഫിൽ നിന്ന്, പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ വേഴ്സസ് ടൈം ഗ്രാഫിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആവറേജും കാണാൻ പറ്റും, അതേപോലെ ഇൻസ്റ്റൻറ്റേനിയസും കാണാൻ പറ്റും. ആവറേജ് ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ആണ്. നമ്മുടെ ഫോർമുല എന്താണ്, P2 മൈനസ് P1 ഡിവൈഡഡ് ബൈ T2 മൈനസ് T1 ആണ്. ഇൻസ്റ്റൻറ്റേനിയസ് dp ഡിവൈഡഡ് ബൈ dt ആണ്. അത് എന്തായിരിക്കും, ആ ഗ്രാഫിൻ്റെ സ്ലോപ്പ് ആയിരിക്കും. ഇതിൽ നമുക്ക് ആദ്യം വേണ്ട സാധനം, എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, എന്തായിരിക്കും റേറ്റിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്? ഇതിലെ ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പഠിക്കേണ്ടതാണ്. റേറ്റിൻ്റെ യൂണിറ്റ് എന്താ, കോൺസെൻട്രേഷൻ പെർ ടൈമാണ്, മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ് പറയാം. ഇനി കോൺസെൻട്രേഷന് തന്നെ അനലോഗസ് ആണ് പ്രഷർ, വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ATM പെർ സെക്കൻഡ് എന്നും പറയാം. ഇനി നമ്മൾ ഓർത്ത് വെക്കേണ്ട അടുത്ത ഒരു പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. റേറ്റ് എപ്പോഴും പറയുന്നത് മോളിൻ്റെ ടേമിലാണ് നല്ലത്. 100 gram per second എന്ന് പറയുന്നതിനേക്കാളും അത് ഏത് സബ്സ്റ്റൻസ് ആണോ അത് മോളിലാക്കി പറയുന്നതാണ് ഇനി വരുന്ന പ്രോബ്ലംസ് ചെയ്യാൻ നമുക്ക് എളുപ്പമുള്ളത്. സോ ഫസ്റ്റ് പോയിന്റ് ആയി. ഇനി രണ്ടാമത് നമുക്ക് എന്ത് പറയാം, ഇവിടെ നിന്ന് റേറ്റ് കാണാൻ പറ്റും. റേറ്റ് ഓഫ് എപ്പിയറൻസിൽ നിന്നും റേറ്റ് ഓഫ് ഡിസപ്പിയറൻസിൽ നിന്നും. റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് വെച്ചാൽ റേറ്റ് ഓഫ് എപ്പിയറൻസ് ഓർ ഡിസപ്പിയറൻസ് ഡിവൈഡഡ് ബൈ ഇറ്റ്സ് സ്റ്റോഷിയോമെട്രിക് കോഷ്യന്റ് ആയിരിക്കും. ഉദാഹരണത്തിന് N2 + 3H2 gives 2NH3 സ്ഥിരം നമ്മൾ പറയുന്ന റിയാക്ഷനാണ്. ഈ റിയാക്ഷൻ്റെ റേറ്റ് എന്ന് പറയുന്നത് -dN2/dt ആണ്.
that is rate of disappearance of nitrogen divided by its stoichiometric coefficient. നൈട്രജൻ്റെ ഇവിടുത്തെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് എത്രയാണ്? 1 ആണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? -dH2/dt ആണ് റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ഹൈഡ്രജൻ. അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ആ 3 ഏതാ? അതിൻ്റെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 dNH3/dt. ഇവിടെ നെഗറ്റീവ് വേണ്ട, ഇത് റേറ്റ് ഓഫ് എന്താണ്? അപ്പിയറൻസ് ആണ്. അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ വളരെ കോമൺ ആയിട്ട് നീറ്റിന് ചോദിച്ച ചോദ്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ റേറ്റ് എക്സ്പ്രഷനിൽ നിന്ന് നമുക്ക് എന്ത് കാണാൻ? റേറ്റ് കാണാൻ. ഇനി എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഇതിനെ കസ്റ്റമൈസ് ചെയ്യണം. നമുക്കറിയാം, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ AA + BB gives CC + DD ആണെങ്കിൽ റേറ്റ് എന്ന് പറയുന്നത് -1/A dA/dt ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു -1/B dB/dt ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/C dC/dt ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/D dD/dt ആണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. റേറ്റ് ഇക്വേഷൻ വെച്ചിട്ടുള്ള എക്സ്പ്രഷൻ എഴുതാനുള്ള ചോദ്യം ഉണ്ടാവും. ഇതിന് നമ്മൾ ഒന്നും കൂടെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ നമുക്കൊരു ചെറിയ ഫോമുല കൂടെ ഉണ്ടാക്കാൻ പറ്റും. ഫോമുല ഉണ്ടാക്കണ്ട, നമുക്കറിയാം ഏതെങ്കിലും ഒന്നിൻ്റെയും റേറ്റ് ഓഫ് അപ്പിയറൻസോ അല്ലെങ്കിൽ ഡിസപ്പിയറൻസോ അതിൻ്റെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റിന് പ്രൊപ്പോർഷണലാണ്. ഇതാ ഈ ഒരു പെർട്ടിക്കുലർ റിയാക്ഷൻ നിങ്ങൾ എടുത്ത് നോക്കൂ. ഒരു നൈട്രജൻ പോകുമ്പോൾ 3 ഹൈഡ്രജൻ പോകും. അപ്പോൾ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ഹൈഡ്രജൻ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് നൈട്രജൻ്റെ 3 ടൈംസ് ആണ്. അല്ലെങ്കിൽ റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് അമോണിയ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് നൈട്രജൻ്റെ 2 ടൈംസ് ആണ്. എപ്പോഴും നമുക്കറിയാം റേറ്റ് ഓഫ് അപ്പിയറൻസും ഡിസപ്പിയറൻസും സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റിന് പ്രൊപ്പോർഷണലാണ്. ഇനി നമുക്ക് ഒരു ഇക്വേഷൻ കൂടി ഇതിനകത്ത് ഉണ്ടാക്കാം. എപ്പോഴും വരുന്ന കോമൺ ചോദ്യമാണ് രണ്ടെണ്ണത്തിൻ്റെ റേറ്റുകൾ റേറ്റ് ഓഫ് അപ്പിയറൻസോ ഡിസപ്പിയറൻസോ തമ്മിൽ കമ്പയർ ചെയ്യാൻ. അപ്പോൾ എനിക്കെന്ത് പറയാം? റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓർ ഡിസപ്പിയറൻസ് ഓഫ് 1 divided by rate of appearance or disappearance of 2 is equal to stoichiometric coefficient of 1 divided by stoichiometric coefficient of 2. ഏതെങ്കിലും ഒന്നിൻ്റെ റേറ്റ് ഓഫ് അപ്പിയറൻസോ ഡിസപ്പിയറൻസോ തന്നിട്ട് ഏതെങ്കിലും ഒരു കമ്പണൻറ്റ് റിയാക്റ്റൻറ്റിൻ്റെ ആവാം അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ ആവാം, എന്നിട്ട് വേറൊന്നിൻ്റെ കാണാനുള്ള ചോദ്യം ഉണ്ടാവും. അപ്പോൾ അത് ചെയ്യാനുള്ള ഫോർമുല ഇതാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെക്ഷനിൽ ആകെ നമ്മൾ 3 കാര്യങ്ങളെ പഠിച്ചിട്ടുള്ളൂ. ഒന്ന്, എന്താണ് റേറ്റിൻ്റെ യൂണിറ്റ്. 2, റേറ്റ് എക്സ്പ്രഷൻ എങ്ങനെ, റേറ്റ് ഓഫ് അപ്പിയറൻസോ ഡിസപ്പിയറൻസോ തന്നാൽ നമുക്ക് റേറ്റ് എങ്ങനെ കാണാം. 3ാമത് നമ്മൾ പറഞ്ഞ സാധനം ഒരു കമ്പണൻറ്റിൻ്റെ റേറ്റ് ഓഫ് അപ്പിയറൻസോ ഡിസപ്പിയറൻസോ അതിൻ്റെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ രണ്ടെണ്ണത്തിൻ്റെ റേറ്റ് ഓഫ് അപ്പിയറൻസോ ഡിസപ്പിയറൻസോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്പയർ ചെയ്ത് കാണാൻ പറ്റും. ഈസ് ദാറ്റ് പോയിന്റ് ക്ലിയർ? റെഡി അല്ലേ? അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്ത് നോക്കാം? കുറച്ച് ചോദ്യങ്ങൾ ചെയ്ത് നോക്കാം. കുറച്ച് ചോദ്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. നീറ്റ് 2019 4 കൊല്ലം മുമ്പേ 3 നീറ്റുകൾക്ക് മുമ്പേ ചോദിച്ചൊരു ചോദ്യമാണ്. ഫോർ ദ കെമിക്കൽ റിയാക്ഷൻ N2 + 3H2 gives 2NH3 ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇതിനെ എനിക്കറിയാം -1/3 dH2/dt ഈസ് ഈക്വൽ ടു 1/2 dNH3/dt and that is equal to -dN2/dt ആണ് നമ്മുടെ റേറ്റ് എക്സ്പ്രഷൻ എഴുതുമ്പോൾ. അപ്പോൾ അങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന സാധനം ഇതാ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ ബി -1/3 dH2/dt is equal to, അയ്യോ ഓപ്ഷൻ 3 കറക്റ്റ് അല്ല, അവിടെ ഒരു മൈനസ് ഉണ്ട്, ഞാനത് കണ്ടിട്ടില്ല, അത് തെറ്റാണ്. അടുത്ത എന്ത് പറഞ്ഞിട്ടുണ്ട്? -dN2/dt is equal to 1/2 dNH3/dt. ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. ഞാൻ ആദ്യം അത് തെറ്റിച്ച് പറഞ്ഞത്. നമ്മൾ ഈ മൈനസ് സൈനിനെ പറ്റി വളരെ കൃത്യമായിട്ട് ബോധം വേണം. റിയാക്റ്റൻ്റ് സൈഡിലുള്ള റിയാക്റ്റൻറ്റുകൾക്ക് മാത്രമേ എന്ത് പാടുള്ളൂ? മൈനസ് പാടുള്ളൂ. പ്രോഡക്റ്റുകൾക്ക് മൈനസ് പാടില്ല. റിയാക്റ്റൻറ്റുകൾക്ക് മൈനസ് പാടുള്ളൂ, പ്രോഡക്റ്റുകൾക്ക് മൈനസ് പാടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം നമ്മുടെ ഉത്തരം കിട്ടി. ഇതിൻ്റെ ബേസ് കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച ഇക്വേഷനിൽ പഠിച്ചത് റേറ്റ് എക്സ്പ്രഷനാണ്. എന്തായിരുന്നു റേറ്റ് എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചത്? ഇതാ, റേറ്റ് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓർ ഡിസപ്പിയറൻസ് ഡിവൈഡഡ് ബൈ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് എന്ന് പറയുന്ന ഭാഗത്തുള്ള കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, സോ മൂവിങ് ടു ദി സെക്കൻഡ് ക്വസ്റ്റ്യൻ. For the reaction N2O5 gives 2NO2 plus half O2 gas. The value of rate of disappearance of NO2 is given by 6.25 into 10 raised to -3 mole per liter per second. The rate of formation of NO2
and O2 are respectively. The rate of formation of NO2 and O2 are respectively. N2O5ൻ്റെ ഡബിൾ അല്ലേ മക്കളെ NO2? ഇതൊന്നാണെങ്കിൽ ഇത് രണ്ടല്ലേ? അങ്ങനെയാണെങ്കിൽ എനിക്ക് ഡയറക്റ്റ് ആയിട്ട് പറയാം, അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6.25 into 10 raised to minus 3 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ I will get 12.5 into 10 raised to minus 3, or you can write as 1.25 into 10 raised to minus 2 mole per liter per second. NO2ൻ്റെത്. ഇനി O2ൻ്റെയോ? O2ൻ്റെ എന്താ സ്ഥിതി? O2ൻ്റെത് N2O5ൻ്റെ ഹാഫ് അല്ലേ O2? ഒരു N2O5 ഡിസോസിയേറ്റ് ചെയ്താൽ എനിക്ക് ഹാഫ് O2 കിട്ടുന്നുള്ളൂ. അപ്പോൾ N2O5ൻ്റെ പകുതി എടുക്കും, നമുക്ക് എന്ത് കിട്ടും? 3.125 ഇൻറ്റു 10 raised to minus 3. അപ്പോൾ NO2ൻ്റെ 1.25 ഇൻറ്റു 10 raised to minus 2 ആണ്. ഓക്സിജൻ്റെ എത്രയാണ്? 3.125 ഇൻറ്റു 10 raised to minus 3 ആണ്. അങ്ങനെയുള്ള ഓപ്ഷൻ നോക്കിയാൽ നമുക്ക് ഏത് ഓപ്ഷൻ ഉണ്ട്? ഓപ്ഷൻ ബി. 2010 നീറ്റ് ചോദിച്ചാണ്. നമ്മുടെ ഇതിൽ വീണ്ടും ബേസ് കൺസെപ്റ്റ് ഈ പറഞ്ഞ സാധനമാണ്. റേറ്റ് ഓഫ് അപ്പിയറൻസോ ഡിസപ്പിയറൻസോ എന്തിന് പ്രപ്പോഷലാണ്? സ്റ്റോഷിയോമെട്രിക് കോഷ്യൻറ്റിന് പ്രപ്പോഷലാണ്. ഇനി ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറ്റമുള്ള ചോദ്യം ഓർമ്മയുണ്ടോ? ഇങ്ങനൊരു ചോദ്യം ചില സ്ഥലങ്ങളിൽ കാണാൻ പറ്റും. 2SO2 plus O2 gives 2SO3. The rate of formation of SO3 is given as 100 gram per minute. മിനിറ്റോ per സെക്കൻഡോ എന്തോ ആയിക്കോട്ടെ. വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ഓക്സിജൻ എന്നുള്ള ചോദ്യം വരാറുണ്ട്. ഇതിൽ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? യെസ്, ഇവിടെ തന്നിരിക്കുന്നത് ഗ്രാം പെർ മിനിറ്റാ. നമ്മൾ സ്റ്റോഷിയോമെട്രിക് കോഷ്യൻ്റ് കൊണ്ട് ഇതിനെ റിലേറ്റ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടായിരിക്കണം? മോള് വെച്ചിട്ടായിരിക്കണ്ടേ? അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്, ഈ പറയുന്ന റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് ഡിസപ്പിയറൻസ് പ്രപ്പോർഷണൽ ടു സ്റ്റോഷിയോമെട്രിക് കോഷ്യൻ്റ് എന്നുള്ള ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമുക്ക് തന്നിരിക്കുന്ന റേറ്റ് ഓഫ് അപ്പിയറൻസും ഡിസപ്പിയറൻസും എല്ലാം എന്തിൻ്റെ ടേമിലേക്ക് മാറ്റണം? മോളിൻ്റെ ടേമിലേക്ക് മാറ്റണം. റെഡി? യെസ്. സംശയം എന്തുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചോദിച്ചു പോവാം മക്കളെ. സോ ദാറ്റ് ഈസ് എ സെക്കൻഡ് ക്വസ്റ്റ്യൻ. മൂവിങ് ടു ദി തേർഡ് ക്വസ്റ്റ്യൻ. For the reaction dNH3 by dt തന്നിട്ടുണ്ട്. For the reaction N2 plus 3H2 gives 2NH3. dNH3 by dt is equal to 2 into 10 raised to minus 4 mole per liter per second. The value of minus dH2 by dt ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? minus dH2 by dt divided by dNH3 by dt, that is rate of disappearance of hydrogen divided by rate of appearance of ammonia is equal to stoichiometric coefficient of hydrogen 3 അല്ലേ ഡിവൈഡഡ് ബൈ stoichiometric coefficient of ammonia, അത് 2 ആണ്. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? മൈനസ് DH2 by dt എന്ന് പറയുന്നത് എന്ത് കിട്ടും? 3/2 ഇൻറ്റു റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് അമോണിയ എന്ത് തന്നിട്ടുണ്ട്? 2 ഇൻറ്റു 10 raised to minus 4. ഇത് ക്യാൻസൽ ചെയ്ത് എനിക്ക് എന്ത് കിട്ടും? 3 ഇൻറ്റു 10 raised to minus 4 മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ്. എളുപ്പമാണ്. നമ്മൾ പറഞ്ഞ കൺസെപ്റ്റിൻ്റെ ഡയറക്റ്റ് അപ്ലിക്കേഷനാണ് നീറ്റിൽ വന്നേക്കുന്നത്. നല്ലോണം ശ്രദ്ധിച്ചിരിക്കണേ മക്കളെ. എന്ത് ചെയ്തോളണം? വേണ്ട നോട്ടുകളൊക്കെ കറക്റ്റ് ടൈമിന് എഴുതിക്കൊള്ളണം. ആൻഡ് ദ ആൻസർ വിൽ ബി 3 ഇൻറ്റു 10 raised to minus 4 മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ്. റൈറ്റ്. സോ ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ. ഫോർത്ത് ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ ചോദ്യമാണ്. ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ 2N2O5 gives 4NO2 plus O2 can be written in rate is equal to, ഇത് റേറ്റ് എന്ന് മാത്രമേ ഉള്ളൂ, K into NO2. The rate of എന്താണ്? ഡിസപ്പിയറൻസ് ഓഫ് dN2O5 divided by dt. റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? ഇറ്റ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു 2 അല്ലേ? റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് വൺ സബ്സ്റ്റൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് സ്റ്റോയിchiometric coefficient എന്നല്ലേ? റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് N2O5 വിൽ ബി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് സ്റ്റോയിchiometric coefficient. എത്രയാണ് സ്റ്റോയിchiometric coefficient? 2. അടുത്തത് dNO2 by dt ആണ്. dNO2 by dt എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? 4ന് പ്രൊപ്പോർഷണൽ ആയിരിക്കില്ലേ അതിൻ്റെ സ്റ്റോയിchiometric coefficientന്? എന്താ നമ്മൾ പറഞ്ഞതാ മക്കളെ? ഓരോന്നിൻ്റെയും റേറ്റ് ഓഫ് അപ്പിയറൻസും ഡിസപ്പിയറൻസും എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? ആ സബ്സ്റ്റൻസിൻ്റെ സ്റ്റോയിchiometric coefficient പ്രൊപ്പോർഷണൽ ആയിരിക്കും. dNO2 by dt എന്തിന് പ്രൊപ്പോർഷണലാണ്? 4ന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അങ്ങനെയാണ് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. dO2 by dt എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും?
1ന് പ്രപ്പോർഷണലായിരിക്കും. ഈ 2നെയാണ് അവരെന്ത് പറഞ്ഞേക്കുന്നത് കെ എന്നും 4നെ കെ ഡാഷ് എന്നും ഇതിനെ കെ ഡബിൾ ഡാഷ് എന്നും എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ? അപ്പോൾ എനിക്കെന്ത് പറയാം? കെ ഡാഷ് ഈസ് ഈക്വൽ ടു 2k അല്ലേ? കെ ഡാഷ് ഈസ് ഈക്വൽ ടു 2k ആണ്. അതേപോലെ കെ ഡബിൾ ഡാഷ് ഈസ് ഈക്വൽ ടു കെ ഡിവൈഡഡ് ബൈ 2 അല്ലേ? കെ ഡബിൾ ഡാഷ് 1ന് പ്രപ്പോർഷണലാണ്. അപ്പോൾ കെ ഡബിൾ ഡാഷ് എന്തിന് പ്രപ്പോർഷണലാണ്? കെ ബൈ 2ന് പ്രപ്പോർഷണലാണ്. സോ വാട്ട് ഐ ക്യാൻ സേ കെ ഡാഷ് ഈസ് പ്രപ്പോർഷണൽ ടു 2k അല്ലെ? കെ ഡാഷ് ഈസ് ഈക്വൽ ടു എന്താണ്? 2k. അതേപോലെ കെ ഡബിൾ ഡാഷ് ഈസ് ഈക്വൽ ടു കെ ബൈ 2. അങ്ങനെയുള്ള ഓപ്ഷൻ വരുന്നത് എന്താണ്? ബി ആണ്. അപ്പം മക്കളെ, ഇതിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുടെ ടൈപ്പ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കുറച്ച് വ്യത്യാസമുള്ളൊരു ചോദ്യം ഇതാണ്. നീറ്റിൽ ചോദിച്ചിട്ടുണ്ട്, 2011 നീറ്റിൽ ചോദിച്ച ചോദ്യമാണ്. നീറ്റല്ല, അന്ന് AIPMT ആണ് ചോദിച്ച ചോദ്യമാണ്. നമ്മുടെ എന്താ ബേസ് കൺസെപ്റ്റ്? ഒന്നിൻ്റെ റേറ്റ് ഓഫ് അപ്പിയറൻസോ ഡിസപ്പിയറൻസോ അതിൻ്റെ സ്റ്റോഷിയോമെട്രിക് കോഷ്യന്റിന് പ്രപ്പോർഷണലാണ്. സോ മൊത്തം നമുക്ക് ആകെ 3 കൺസെപ്റ്റുകളാണ് നമ്മൾ പഠിച്ചത്. ആ 3 കൺസെപ്റ്റുകൾ പഠിച്ചതിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ, നീറ്റിന് ചോദിച്ച ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ശരിയല്ലേ? നമുക്കിനി പുതിയ കൺസെപ്റ്റിലൂടെ പോയിക്കൂടെ? നമ്മളിപ്പോൾ പഠിച്ചത് എന്തിനെ കൊണ്ടാണ്? റേറ്റിനെ കൊണ്ടാണ്. റേറ്റ് ഓഫ് എ റിയാക്ഷൻ കനോട്ട് ബി മെഷേർഡ് ഡയറക്ട്ലി. നമുക്ക് ഏത് രീതിയിൽ മെഷർ ചെയ്യാൻ പറ്റുള്ളൂ? റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് പ്രൊഡക്റ്റോ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസോ റിയാക്റ്റൻ്റ് വെച്ച് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. അത് ആവറേജായും ഇൻസ്റ്റൻറ്റേനിയസായും മെഷർ ചെയ്യാം. ശരിയല്ലേ? യെസ്. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? ഒരു റിയാക്ഷൻ്റെ റേറ്റ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് അപ്പിയറൻസോ ഡിസപ്പിയറൻസോ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ സ്റ്റോഷിയോമെട്രിക് കോഷ്യന്റ് കൊണ്ട് എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ മതി. അതിലടുത്ത നമ്മൾ പോയിന്റ് പറഞ്ഞു. 3ാമത്തെ പോയിന്റ്, ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, റേറ്റ് ഓഫ് അപ്പിയറൻസും ഡിസപ്പിയറൻസും എന്തിന് പ്രപ്പോർഷണലാണ്? അതിൻ്റെ സ്റ്റോഷിയോമെട്രിക് കോഷ്യന്റിന് പ്രപ്പോർഷണലാണ്. ഓക്കെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. 2 എണ്ണത്തിൻ്റെ റേറ്റ് കാണുന്നത്, 1 തന്നിട്ട് വേറെ കാണുന്നത്. ഇതൊക്കെയാണ് നമ്മൾ പ്രീവിയസ് ഇയറിൽ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തത്. നീറ്റ് ഗാലയ്ക്ക് പ്രിപ്പയർ ചെയ്തോളൂ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മോഡൽ പരീക്ഷ ചെയ്യാനുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് റേറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എങ്ങനെയാണെന്നൊക്കെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു റിയാക്ഷൻ നടക്കണമെങ്കിൽ വെറുതെ റിയാക്ഷൻ അങ്ങ് നടക്കുമോ? ഇല്ല. റിയാക്റ്റൻ്റ് മോളിക്യൂളുകൾ പരസ്പരം കൊളൈഡ് ചെയ്യണം. ഒരു റിയാക്ഷൻ നടക്കണമെങ്കിൽ റിയാക്റ്റൻ്റ് മോളിക്യൂൾ പരസ്പരം എന്ത് ചെയ്യണം? കൊളൈഡ് ചെയ്യണം. എടാ മക്കളെ, ഉത്തരമൊക്കെ ഒന്ന് അയക്കണേ, പറയാൻ നിനക്ക് റിപ്ലൈ വേണം. ഒരു 1 വേ കമ്മ്യൂണിക്കേഷൻ അല്ല, ലൈവ് ആക്കുന്ന അതിനാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിൽ ചോദിക്കാൻ പറ്റും. ഞാൻ നോക്കുന്നുണ്ട് നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇടയ്ക്കിടയ്ക്ക് കമൻറ്റ് ബോക്സിൽ നിന്ന് വായിച്ചു നോക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് റേറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ പറ്റി പറയാൻ പോകുന്നത്. അപ്പോൾ എനിക്കെന്ത് പറയാം? ഒരു റിയാക്ഷൻ നടക്കണമെങ്കിൽ റിയാക്റ്റൻറ്റുകൾ പരസ്പരം എന്ത് ചെയ്യണം? കൊളൈഡ് ചെയ്യണം. അപ്പോൾ എനിക്കെന്ത് പറയാം? റിയാക്ഷൻ്റെ റേറ്റ്, കൊളീഷൻ്റെ എണ്ണം കൂടുന്തോറും റിയാക്ഷൻ്റെ റേറ്റ് കൂടും. റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് പ്രപ്പോർഷണൽ ടു കൊളീഷൻ ഫ്രീക്വൻസി അല്ലേ? റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് പ്രപ്പോർഷണൽ ടു കൊളീഷൻ ഫ്രീക്വൻസി. അപ്പോൾ എനിക്കൊരു സോളിഡ് സബ്സ്റ്റൻസ് റിയാക്ട് ചെയ്യണം എന്നിരിക്കട്ടെ, അവിടെ കൂടുതൽ കൊളീഷൻ നടക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? ആ സോളിഡിൻ്റെ സർഫസ് ഏരിയ കൂട്ടിയാൽ പോരെ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു പേപ്പർ നിവർത്തി പിടിച്ച് കത്തിക്കുന്നതാണോ അല്ലെങ്കിൽ ചുരുട്ടി പിടിച്ച് കത്തിക്കുന്നതാണോ വേഗം കത്തിയതാ? നിവർത്തി പിടിച്ച് കത്തിച്ചാലാ. കാരണം ഓക്സിജന് വന്നിടിക്കാനുള്ള സർഫസ് ഏരിയ കൂടുതലാണ്. അപ്പോൾ കൂടുതൽ റിയാക്ഷൻ സ്പീഡിൽ നടക്കും. അല്ലെങ്കിൽ ഒരു വിറക് നമുക്ക് കത്തിക്കണമെങ്കിൽ വലിയ വിറകായി കത്തിച്ചാൽ റേറ്റ് ഓഫ് റിയാക്ഷൻ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ വിറക് ചെറിയ 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 കഷ്ണങ്ങളാക്കിയിട്ടാണ് കത്തിക്കുക. കാരണം കൂടുതൽ സർഫസ് ഏരിയ കിട്ടും. കൂടുതൽ സർഫസ് ഏരിയ കിട്ടുമ്പോൾ റിയാക്ഷൻ്റെ സ്പീഡ് കൂടുതലായിരിക്കും. അപ്പോൾ ഒന്ന്, എനിക്ക് റിയാക്ഷൻ്റെ റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ കൊളീഷൻ ഫ്രീക്വൻസിയാണ്. ഒരു ഡൗട്ടും ഇല്ല. അതിലെനിക്ക് സോളിഡ് ആണെങ്കിൽ എന്ത് കൂട്ടിയാൽ മതി? സർഫസ് ഏരിയ കൂട്ടിയാൽ മതി. ഇനി ഒരു ഗ്യാഷ്യസ് സബ്സ്റ്റൻസോ അല്ല ഒരു അക്വ സൊല്യൂഷനോ ആണെങ്കിൽ, ഗ്യാസിയസ് സബ്സ്റ്റൻസോ അക്വ സൊല്യൂഷനോ ആണെങ്കിൽ എനിക്ക് ആ സബ്സ്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ കൂടിയാൽ കൊളീഷൻ്റെ എണ്ണം കൂടും. ആ സബ്സ്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ കൂടിയാൽ എന്ത് കൂടും? കൊളീഷൻ്റെ എണ്ണം കൂടും. ശരിയല്ലേ? കമൻറ്റ് വായിക്കാനാവുന്നില്ല, ഒന്ന് നോക്കട്ടെ. യെസ്. എന്ത് കൂടുന്നു? കൊളീഷൻ്റെ എണ്ണം കൂടുന്നു. അവിടെയാണ് റേറ്റ് ലോ എക്സ്പ്രഷൻ വന്നേക്കുന്നത്. റേറ്റ് ലോ എന്താ പറഞ്ഞേക്കുന്നത്? ഒരു റിയാക്ഷൻ ഉണ്ട്, എ പ്ലസ് ബി ഗേവ്സ് പ്രോഡക്റ്റ് എന്നുള്ള ഒരു റിയാക്ഷൻ ഉണ്ട് എങ്കിൽ റേറ്റിന് എനിക്ക് എഴുതാൻ പറ്റും റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എ റേസ് ടു ആൽഫ ഇൻറ്റു ബി റേസ് ടു ബീറ്റ. ഈ ആൽഫയും ബീറ്റയും എയും ബി ആണോ?
അത് എയും ബിയും ആവാം, ആവാതിരിക്കാം. ഇറ്റ് മേ ഓർ മെ നോട്ട് ബി ഈക്വൽ ടു ദ സ്റ്റോഷിയോമെട്രിക് കോഷ്യൻ്റ് എന്നാണ് പറഞ്ഞത്. ഇറ്റ് മേ ഓർ മെ നോട്ട് ബി ഈക്വൽ ടു ദി സ്റ്റോഷിയോമെട്രിക് കോഷ്യൻ്റ്. ഈ എക്സ്പ്രഷൻ നമുക്ക് ഭയങ്കര പ്രധാനപ്പെട്ടാണ്. ഇതിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ പ്രോട്ടോടൈപ്പ് എന്താണ്? ഒന്ന് എന്ത് ചോദിക്കാൻ സാധ്യതയുണ്ട്? വാട്ട് ഈസ് ദി ഓർഡർ ഓഫ് റിയാക്ഷൻ? ഓർഡർ എന്താ മക്കളെ? ആൽഫ പ്ലസ് ബീറ്റ അല്ലേ? നമുക്ക് ഒരു റേറ്റ് ലോ എക്സ്പ്രഷൻ തന്നു കഴിഞ്ഞാൽ ഓവറോൾ ഓർഡർ ഓഫ് റിയാക്ഷൻ കാണാൻ എന്ത് ചെയ്താൽ മതി? ആൽഫ പ്ലസ് ബീറ്റ ചോദിച്ചിട്ടുണ്ട്. ഇനി ഈ കെ എന്ന് പറയുന്ന ആളാരാണ്? ഇറ്റ് ഈസ് ദ സ്പെസിഫിക് റേറ്റ് കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ സ്പെസിഫിക് റേറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇത് പറയാം റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറയാം. കെയുടെ യൂണിറ്റ് എന്തായിരുന്നു? കെയുടെ യൂണിറ്റ് മോൾ റേസ് ടു 1 - n, ലിറ്റർ റേസ് ടു n-1, സെക്കൻഡ് റേസ് ടു -1. ഇന്നേ ഓർഡർ തന്നിട്ട് നമ്മളോട് എന്ത് ചോദിക്കാറുണ്ട്? കെയുടെ യൂണിറ്റ് എത്ര? ഇനി അല്ല എങ്കിൽ കെയുടെ യൂണിറ്റിൽ നിന്ന് ഓർഡർ എത്ര എന്ന് ചോദിക്കാറുണ്ട്. ശ്രദ്ധിച്ചു കേട്ടോ, നമ്മുടെ ലൈവ് കേൾക്കുന്നവർക്ക് സ്പെഷ്യൽ ടിപ്പ്. കെയുടെ യൂണിറ്റ് തന്ന ഓർഡർ കാണണമെങ്കിൽ ലിറ്ററിൻ്റെ മുകളിൽ എന്താണോ ഉള്ളത് അതിൻ്റെ കൂടെ 1 കൂട്ടിയാൽ പോരെ. ഭയങ്കര എളുപ്പമല്ലേ? സോ സിമ്പിൾ. എൻ്റെ അടുത്ത് പറയാം, ഒരു റിയാക്ഷൻ ഉണ്ട്, റിയാക്ഷൻ്റെ കെയുടെ യൂണിറ്റ് മോൾ റേസ് ടു -2, ലിറ്റർ റേസ് ടു 2, സെക്കൻഡ് റേസ് ടു -1 ആണ്. വാട്ട് ഈസ് ദ ഓർഡർ? ലിറ്ററിൻ്റെ മുകളിൽ എത്രയാ? 2. 2ൻ്റെ കൂടെ 1 കൂട്ടിയാൽ എത്രയാ? 3. അപ്പോൾ യൂണിറ്റ് തന്നിട്ട് ഓർഡർ കാണാൻ ലിറ്ററിൻ്റെ പവർ എന്താണോ അതിൻ്റെ കൂടെ ജസ്റ്റ് 1 ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ ലിറ്റർ സ്ക്വയർ ആണുള്ളത്, സോ ഓർഡർ വിൽ ബി 3. എനിക്കിങ്ങനെ എന്നാലോ മോൾ റേസ് ടു -1/3, ലിറ്റർ റേസ് ടു 1/3, സെക്കൻഡ് റേസ് ടു -1. വാട്ട് ഈസ് ദ ഓർഡർ? സോ സിമ്പിൾ. 1/3ൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യുക? 1 ആഡ് ചെയ്യുക. അപ്പോൾ എനിക്ക് അതിൻ്റെ ഓർഡർ എത്ര കിട്ടും? ദ ഓർഡർ വിൽ ബി 4/3. ഇതാണ് ഇതിൽ നിന്ന് ചോദിക്കാറുള്ള ചോദ്യം. പിന്നെ നമുക്ക് എന്തുണ്ട്? 0 ഓർഡർ ഉണ്ട്, ഫസ്റ്റ് ഓർഡർ ഉണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. ഇവരുടെയൊക്കെ എന്ത് ചെയ്യാനുണ്ട്? ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ. 0 ഓർഡറിൻ്റെ എനിക്കറിയാം എന്താണ്? എ ഈസ് ഈക്വൽ ടു A0 - KT. മറക്കാതെ അതിൻ്റെ ഗ്രാഫ് പഠിച്ചോളുക. ഫസ്റ്റ് ഓർഡർ ആണെങ്കിലോ വി ഹാവ് 3 ഇക്വേഷൻസ്. എന്താണ്? ഒരു ഇക്വേഷൻ ഇതാണ്, KT ഈസ് ഈക്വൽ ടു 2.303 log A0 ഡിവൈഡഡ് ബൈ A. അല്ലെങ്കിലോ KT ഈസ് ഈക്വൽ ടു 2.303 log A ഡിവൈഡഡ് ബൈ A - x. അല്ലെങ്കിലോ പേഴ്സൻറ്റേജ് വെച്ചിട്ടാണെങ്കിൽ K × T x പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു 2.303 log 100 ഡിവൈഡഡ് ബൈ 100 - x. മക്കളെ ഇതൊക്കെ എഴുതിയെടുക്കണേ. ഇനി ഒരു സ്പെഷ്യൽ ഇക്വേഷൻ ഇതടാ, നമ്മുടെ ലൈവിൽ നമ്മൾ പറയുന്ന സ്പെഷ്യൽ ഇക്വേഷൻ മിക്കവാറും ചോദ്യം ഉണ്ടാവും. ഒരു സമയം തന്ന് വേറെ സമയം കാണാൻ, ഇത്ര പെർസെൻറ്റേജ് കംപ്ലീറ്റ് ചെയ്യാൻ ഇത്ര സമയമാണെങ്കിൽ നെക്സ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര? അപ്പോൾ നമുക്ക് എന്ത് പറയാം? TX പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ TY പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു log ഓഫ് 100 ഡിവൈഡഡ് ബൈ 100 - x ഡിവൈഡഡ് ബൈ log 100 ഡിവൈഡഡ് ബൈ 100 - y. അപ്പോൾ ഫസ്റ്റ് ഓർഡറിൻ്റെ ആദ്യത്തെ 4 ഇക്വേഷൻ, ഇത് മൂന്നും ഏതെങ്കിലും ഒരു സമയത്തെ എയുടെ കോൺസെൻട്രേഷൻ കാണാനോ ടൈം കാണാനോ ഒക്കെ ഉള്ളതാണ്. A0/A പറയുന്നത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ തന്നു, എന്നിട്ട് റെഡ്യൂസ്ഡ് ടു ഒരു വാല്യൂ തന്നാൽ നമ്മൾ log A0/A എടുക്കും. റെഡ്യൂസ്ഡ് ബൈ 2 മോളാർ എന്നൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? KT ഈസ് ഈക്വൽ ടു 2.303 log A ഡിവൈഡഡ് ബൈ A - x. ഇനി ഈ ഇക്വേഷൻ എപ്പോഴും യൂസ് ചെയ്യാം? മൂന്നാമത്തെ ഇക്വേഷൻ K × T x പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു, നമ്മുടെ അടുത്ത് പറയാണ് ഇത്ര പെർസെൻറ്റേജ് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്നൊക്കെ ആണെങ്കിൽ എന്നുള്ളത് ശരിയല്ലേ? ഇനി നമുക്ക് ഇതിൽ ഹാഫ് ലൈഫ് പീരീഡിൻ്റെ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റാ. എന്തായിരുന്നു ഫസ്റ്റ് ഓർഡറിൻ്റെ ഹാഫ് ലൈഫിൻ്റെ ഇക്വേഷൻ? യെസ്, T half ഈസ് ഈക്വൽ ടു 0.693 ഡിവൈഡഡ് ബൈ എന്താണ്? K. T half ഈസ് ഈക്വൽ ടു 0.693 ഡിവൈഡഡ് ബൈ K. ഇതിൽ ഓർത്ത് വെക്കേണ്ട കാര്യം എന്താണ്? ഫസ്റ്റ് ഓർഡറിൻ്റെ T half എപ്പോഴും ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഫസ്റ്റ് ഓർഡറിൻ്റെ T half എപ്പോഴും എന്താണ്? ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ്. 100ൽ നിന്ന് 50 ആവുക എന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ളതിൻ്റെ പകുതി ആവാനല്ലേ? 100ൽ നിന്ന് 50 ആവാൻ 10 മിനിറ്റ് ആണെന്നിരിക്കട്ടെ. ഇനി 50ൻ്റെ പകുതി എത്രയാണ്? 25. 50ൽ നിന്ന് 25 ആവാനും 10 മിനിറ്റ് ആയിരിക്കും. 25ൻ്റെ പകുതി എത്രയാണ്? 12.5. 25ൽ നിന്ന് 12.5 ആവാനും എടുക്കുന്ന ടൈം എത്ര തന്നെയായിരിക്കും? 10 മിനിറ്റ് ആയിരിക്കും.
അപ്പം നമ്മൾ എന്താ ഫസ്റ്റ് ഓർഡറിൽ പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റ് ഓർഡറിൽ ടി ഹാഫ് എപ്പോഴും എന്തായിരിക്കും? ഇറ്റ് വിൽ ബി എ കോൺസ്റ്റൻറ്റ്. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മിക്കവാറും ചോദിക്കും 128 ഗ്രാമിൽ നിന്ന് 4 ഗ്രാം ആവാൻ എത്ര സമയം വേണം? ടി ഹാഫ് വന്നിട്ട് 128 64 ആവാൻ ഒരു ടി ഹാഫ്, 64 32 ആവാൻ അടുത്ത ടി ഹാഫ്, 32 16 ആവാൻ അടുത്ത ടി ഹാഫ്, 16 8 ആവാൻ അടുത്ത ടി ഹാഫ്, 8 4 ആവാൻ അടുത്ത ടി ഹാഫ്. നമുക്ക് മൊത്തം ടി ഹാഫുകളുടെ എണ്ണം കൂട്ടി പോയാൽ മതി. അപ്പം നമ്മുടെ വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സിൻ്റെ ടി ഹാഫ് എന്താണ്? ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമുക്ക് ചോദ്യം നോക്കാം. യെസ്, അപ്പോൾ നമുക്ക് എന്താണ് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനും മറ്റേതൊക്കെ ആയിട്ടുള്ള ബന്ധമുള്ള ചോദ്യങ്ങൾ നോക്കാം. ഇതാണ് അടുത്ത ചോദ്യം. ഇഫ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു ദി റേറ്റ് കോൺസ്റ്റൻറ്റ് then the order of reaction is rate of reaction is equal to rate constant. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? rate is equal to what I will get? ഇതിനെ ഞാൻ ഒരു ഇക്വേഷൻ ആക്കിയത് എനിക്ക് എന്ത് കിട്ടുക? rate is equal to k. rate of reaction is equal to rate constant. ഇതല്ല എനിക്ക് റേറ്റിലോ എക്സ്പ്രഷൻ വന്നേക്കുന്നത്. റേറ്റ് ഈക്വൽ ടു കെ എന്ന് വെച്ചാൽ ഇത് ഏത് ഓർഡർ ആണ്? ദിസ് ഈസ് സീറോ ഓർഡർ. അവിടെ എന്തിൻ്റെ എക്സ്പ്രഷൻ ഇല്ല? റിയാക്റ്റൻ്റിൻ്റെ എക്സ്പ്രഷൻ ഇല്ല. ഒരു റിയാക്ഷൻ്റെ റേറ്റ് അതിൻ്റെ കോൺസെൻട്രേഷൻ, റിയാക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ അത് സീറോ ഓർഡർ ആണ്. നമുക്ക് അതിൻ്റെ ഗ്രാഫ് ഉണ്ടായിരുന്നില്ല മക്കളെ. റേറ്റും ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റും വെച്ചാലും അതിൻ്റെ ഗ്രാഫ് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി സ്ട്രെയിറ്റ് ലൈൻ. എത്രയായിരിക്കും ഇതിൻ്റെ വാല്യൂ? ഇത് കെ ആയിരിക്കൂലേ? നമ്മളിത് പറഞ്ഞതാണ്. അടിപൊളിയാണ്. അപ്പോൾ നല്ല ചോദ്യമാണ്. 2003 നീറ്റ് ചോദിച്ചാണ്. നമുക്ക് സീറോ ഓർഡർ എങ്ങനെ വന്നു എന്ന് വേണം. അതിൻ്റെ കൂടെ നിങ്ങൾ എന്ത് വേണം? നിങ്ങൾ ഈ ഗ്രാഫ് എന്തായാലും പഠിച്ചിട്ടുണ്ടാവും. സീറോ ഓർഡറിൻ്റെ റേറ്റ് വേഴ്സസ് കോൺസെൻട്രേഷൻ ഗ്രാഫ്. അത് ഞാൻ ഇവിടെ ഒന്ന് റിമൈൻഡ് ചെയ്യിച്ചിട്ടുണ്ട്. ഓക്കെ, ആ ഗ്രാഫിൻ്റെ വൈ ഇൻ്റർസെപ്റ്റ് എന്താണ് എന്നും കൂടെ നമുക്ക് പറഞ്ഞൂടെ? ആ ഗ്രാഫിൻ്റെ വൈ ഇൻ്റർസെപ്റ്റ് എന്തായിരിക്കും? ആൻഡ് ദാറ്റ് വിൽ ബി കെ, റേറ്റ് കോൺസ്റ്റൻറ്റ്. ഇനി സീറോ ഓർഡറിന് വേറൊരു ഗുണം കൂടെ ഉണ്ട്. റേറ്റിൻ്റെ യൂണിറ്റും റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റും സെയിം ആവുന്നതും ഏത് ഓർഡർ റിയാക്ഷനാണ്? സീറോ ഓർഡർ റിയാക്ഷനാണ്. ഒന്നുകൂടെ പറയട്ടെ. റേറ്റിൻ്റെ യൂണിറ്റും, റേറ്റിൻ്റെ യൂണിറ്റ് എന്താ? മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ്. റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റും സെയിം ആവുന്നത് ഏത് ഓർഡർ റിയാക്ഷനാണ്? സീറോ ഓർഡർ റിയാക്ഷനാണ്. റെഡിയല്ലേ മക്കളെ? അടുത്തതിലേക്ക് പോവാം. യെസ്, മൂവിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The rate constant for a first order reaction is 4.606 into 10 raised to minus 3. Time required to reduce 2 gram of reactant to 0.2 gram is. Problem ചെയ്ത് നോക്ക് നിങ്ങൾ. Try to solve yourself. നമ്മൾ എന്താണ്? ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ആണ് അല്ലേ? ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ വെച്ച് ചെയ്യണം. എനിക്ക് ടൈം കാണണം. നമ്മുടെ ഫോർമുല എന്താണ്? KT is equal to 2.303 log A0 by A. കാരണം റെഡ്യൂസ്ഡ് ടു എന്നാണ് അല്ലേ? 2.2 എന്നുള്ളതാണ്. A0 എന്ന് വെച്ചത് ഇനീഷ്യൽ കോൺസെൻട്രേഷനും A എന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ള കോൺസെൻട്രേഷനുമാണ്. നമുക്ക് എല്ലാ വാല്യൂസും ഉണ്ട്. എന്ത് മാത്രം കണ്ടാൽ മതി? ടി മാത്രം കണ്ടാൽ മതി. ബാക്കിയൊക്കെ നമുക്കുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്ത് പറയാം. നമുക്ക് ഇതിൻ്റെ അകത്ത് പറയുമ്പോൾ എന്ത് ചെയ്യാം? കെ എത്രയാണ്? 4.606 ഇൻറ്റു 10 raised to minus 3 ഇൻറ്റു ടൈം ഈസ് ഈക്വൽ ടു 2.303 ലോഗ് A0 എത്രയാണ്? 2 ഡിവൈഡഡ് ബൈ 0.2. ശരിയല്ലേ? 2 ഡിവൈഡ് ബൈ 0.2 10 അല്ലേ? ലോഗ് 10 എത്രയായിരുന്നാണ് മക്കളെ? ലോഗ് 10 1 ആണ്. സോ അഗൈൻ വി ക്യാൻ റൈറ്റ് 4.606 into 10 raised to minus 3 into time is equal to 2.303 log 10 1 ആണ്. ഞാൻ അതിനെ ഒഴിവാക്കി. സോ ടൈം ഈസ് ഈക്വൽ ടു 2.303 ഡിവൈഡഡ് ബൈ 4.606. ഞാൻ ഈ 10 raised to minus 3ൻ്റെ മുകളിൽ കൊണ്ടുപോകുമ്പോൾ എന്തായി? 10 raised to 3 അല്ലടാ മക്കളെ. 2.303 4.6 വെട്ടും 2 ആണ്. എനിക്ക് എന്ത് എഴുതാം? 10 into 10 raised to 2 divided by 2 and my answer will be 500 seconds എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഏതാണ്? ഓപ്ഷൻ സി. ഇക്വേഷൻ്റെ ഡയറക്റ്റ് അപ്ലിക്കേഷൻ ആണ്. ചെയ്യാം. റെഡ്യൂസ്ഡ് ടു ആണെങ്കിൽ നമുക്ക് വേണ്ട ഇക്വേഷൻ ഇതാണ്. വി നോ ദാറ്റ്
KT is equal to 2.303 log A divided by A0. ചെയ്തുവിടടാ. നീറ്റ് എപ്പോഴും ഒരു മൈൻഡ് ഗെയിമാണ്. നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഇൻഫർമേഷൻ നിങ്ങളുടെ കയ്യിലുണ്ടാവും, നോ ഡൗട്ട്. അതിനെ വേണ്ട സമയം ഉപയോഗിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുക എന്നുള്ളതാണ് ഇതിലെ ഒരു മത്സരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ അത്ര ഹഡിൽ എന്ന് പറയുന്നത്. അതിനെപ്പോഴും മൈൻഡ് വളരെ കൂളായി കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്, കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആരെങ്കിലും ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് കണ്ടു പഠിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സാധനങ്ങളുള്ളത്. യെസ്, അനശ്വര ഓപ്ഷൻ സി എന്ന് വെച്ചിട്ടുണ്ട്. വെരി ഗുഡ്, കീപ് ഗോയിങ്. നൗ നീറ്റ് 2019 ചോദിച്ച ചോദ്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം എല്ലാവരും. ഇഫ് ദ റേറ്റ് കോൺസ്റ്റന്റ് ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഈസ് കെ, ദ ടൈം റിക്വയർഡ് for the completion of 99% of the reaction given by, ആര് ഉത്തരം പറയും നോക്കട്ടെ. ഈ ക്വസ്റ്റ്യൻ നീറ്റ് 2019 ചോദിച്ച ചോദ്യമാണ്. റേറ്റ് കോൺസ്റ്റന്റ് കെ ആണ്. 99% റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം ഏത്? നമുക്ക് അറിയാം ഇതിന് വേണ്ട ഇക്വേഷൻ. ഞാൻ ഓരോന്നിനും ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. പെർസെൻറ്റേജ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ഇക്വേഷൻ ഇവിടെ സെറ്റാണ്. ഈ പറയുന്ന സാധനങ്ങൾ നിങ്ങൾ നോട്ടിലൊന്ന് എഴുതിയെടുത്ത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഈ ഇക്വേഷൻ ആണല്ലോ ഒന്ന് മനസ്സിലാക്കി ഡയറക്റ്റ് ഇങ്ങ് ഫെച്ച് ചെയ്ത് എടുത്താൽ മതിയാടാ മക്കളെ. അപ്പോൾ ഇവിടെ പെർസെൻറ്റേജ് അല്ലേ, അപ്പോൾ എനിക്ക് നേരെ എഴുതാം K ഇൻറ്റു T99 ഈസ് ഈക്വൽ ടു 2.303 log 100 ഡിവൈഡഡ് ബൈ 100 മൈനസ് 99. K into T x percentage is equal to 2.303 log 100 divided by 100 minus x എന്നല്ലേ നമ്മൾ ഇക്വേഷൻ പഠിച്ചേക്കുന്നത്. നമ്മളിത് അപ്ലൈ ചെയ്തോ. അപ്പോൾ എനിക്ക് T99 is equal to T is equal to 2.303 divided by K log എത്ര വരും? 100. log 100 എത്രയാടാ? log 100 2 അല്ലേ? ഡയറക്റ്റ് എനിക്ക് 2 ഇങ്ങോട്ട് എടുത്താൽ എനിക്ക് എന്ത് കിട്ടും? 4.606 ഡിവൈഡഡ് ബൈ കെ. യു ഗോട്ട് ഇറ്റ്. രണ്ട് സ്റ്റെപ്പ്. യു ഗോട്ട് ആൻസർ. ശരിക്കും 2 സ്റ്റെപ്പ് വേണ്ട, ഒറ്റ സ്റ്റെപ്പ് ചെയ്യാൻ പറ്റും. 1 മിനിറ്റ് ഒന്നും വേണ്ട. യെസ്, ശ്രേയും അനശ്വര കെ ഒക്കെ കൃത്യമായിട്ട് ഉത്തരം പറയുന്നുണ്ട്. ഓപ്ഷൻ ഡി. കീപ് ഗോയിങ്, കീപ് ഗോയിങ്. ഗുഡ് ഗുഡ് ഗുഡ്. ശ്രേയ തന്നെയല്ലേ പേര്? യെസ്. എന്നാൽ അടുത്ത ചോദ്യം നോക്ക്. ഒഡീഷ നീറ്റ് 2019 ചോദിച്ച ചോദ്യമാണ്. ട്രൈ ടു സോൾവ് ഇറ്റ്. അഗെയിൻ ദ സെയിം തിങ്. നമ്മൾ ചെയ്ത അതേ മോഡൽ തന്നെയാണ്. എന്നാലും ഈ ഇക്വേഷൻസ് നിങ്ങൾക്ക് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഒരേ മോഡൽ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ അതിൽ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്ത് സെറ്റാക്കും. വേഗം ഉത്തരം പറ. യെസ്, മുഹമ്മദ് മുസ്തഫ PA ഡി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഐ ഡോണ്ട് നോ, ഐ ഹാവ് ടു ഡു ഇറ്റ്. ദ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഹാസ് എ റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് ദിസ് മച്ച്. ദ ടൈം റിക്വയർഡ് 40 gram ഓഫ് സബ്സ്റ്റൻസ് ഈസ് reactant is reduced to 10 gram. reduced to 2 ആണ്. So K into T 2.303 into 10 raised to minus 3 into T. ഇത് K into T എന്നാട്ടോ. is equal to 2.303 log A0 40 A 10 log 4 എത്രയാ? It is 0.6. നിങ്ങൾ 10 വരെയുള്ള നമ്പറുകളുടെ ലോഗ് നിർബന്ധമായും പഠിക്കണേ. പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ലോഗ് 1 0 ആണ്, 2.3 ആണ്, 3.477 ആണ്. യു ക്യാൻ ടേക്ക് എസ് 0.48. 4.6 ആണ്, 5.7 ആണ്, 6.78 ആണ്, 7.85 ആണ്, 8.9 ആണ്, 9.95 ആണ്, 10 1 ആണ്. എല്ലാ നമ്പറിൻ്റെയും ലോഗരിതം കാണേണ്ടത് എങ്ങനെയെന്നൊക്കെ നമ്മുടെ ഡോപ്പ ചാനലിൽ മെട്രിക് സീരീസിൽ ഞാൻ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ജസ്റ്റ് വേണമെങ്കിൽ അതൊന്ന് കാണുക. ലോഗ് 4.6 ആണ്. ഇതിവിടെ നമ്മൾ അപ്ലൈ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? 2.303 into 10 raised to minus 3 into T is equal to 2.303 log 4 എന്ന് പറയുന്നത് 0.6 ആണ്. 2.303 2.303 വെട്ടിപ്പോവും. 10 raised to minus 3 ഇങ്ങോട്ട് പോകുമ്പോൾ T is equal to എത്ര കിട്ടും? 0.6 into 10 raised to 3 എന്ന് വെച്ചാൽ എത്ര കിട്ടും? 600 സെക്കൻഡ്സിൻ്റെ അടുത്തുള്ള വാല്യൂ. നമ്മൾ 3 എന്താണ് log 4 0.6 എന്ന് എഴുതിയുള്ളൂ. ആക്ച്വലി ഇറ്റ് ഈസ് 0.6020 ആണ്. അതെടുത്താൽ എക്സാക്ട്ലി 602 എന്ന് കിട്ടും. ബട്ട് 600 എന്ന് കിട്ടിയാലും നമുക്ക് എന്തിലേക്ക് പോവാം? ഓപ്ഷൻ ഡിയിലേക്ക് പോവാം. മുഹമ്മദ് മുസ്തഫ PA അവൻ ഉത്തരമൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഡിലീറ്റ് ചെയ്തു. നീ പറഞ്ഞ ഉത്തരം കറക്റ്റ് ആയിരുന്നടാ, അടിപൊളിയായിരുന്നു. ഇനി നമുക്ക് ഇതാണ് ഫസ്റ്റ് ഓർഡർ എന്നുള്ള ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനൊക്കെ പറയാനുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കൂ. ദ സെയിം കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ നീറ്റ് 2017 ചോദിച്ചാണ്. നിങ്ങൾ ആലോചിച്ചു, ഇതൊക്കെയാണ് നീറ്റ് ചോദിക്കുന്നത്.
നമ്മൾ ആകെ ഇപ്പോൾ പഠിച്ചത് ഒരു 8 ഇക്വേഷനാണ്, 8 പോയിൻ്റാണ് പഠിച്ചത്. ആ 8 പോയിൻ്റ് നിന്നാണ് നീറ്റിൽ പല ചോദ്യങ്ങളും വരുന്നത്. എല്ലാവരും എന്താ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ നോക്ക്, വേഗം വേഗം. ആരുമില്ല ഉത്തരം പറയാൻ? അവിടെ മക്കളെ, നിങ്ങളിത് കാണുന്നവർ തന്നെ നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക കേട്ടോ. 3 മണിക്കൂറിൽ 3 പാഠത്തിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് നിങ്ങൾക്കൊരു എക്സാം പോലെ നോക്കാം. എക്സാം ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ അതിൻ്റെ തിയറിയും പറയുന്നുണ്ട്. അപ്പോൾ ഒരു ക്വിക്ക് റിവിഷൻ ആവും നമുക്ക് ഈ പാഠത്തിൻ്റെ. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. നോക്കൂ, ആരുമില്ല ഇതിന് ഉത്തരം പറയാൻ? ഉറങ്ങിപ്പോയോ? അപ്പം ഞാൻ തന്നെ ചെയ്യാം. ഏതാണ്? സെയിം തിങ് ആണ്. കെ തന്നിട്ടുണ്ട്, റെഡ്യൂസ്ഡ് 2 ആണ്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം? 10⁻² ഇൻറ്റു ടി ഈസ് ഈക്വൽ ടു 2.303 ലോഗ് 20 ഡിവൈഡഡ് ബൈ 5 ഈസ് ലോഗ് 4. ലോഗ് 4 ഈസ് 0.6. ടി ഈസ് ഈക്വൽ ടു 2.303. ഈ 10⁻² ഞാൻ ഇങ്ങോട്ട് എടുത്താൽ 10⁻² ആം. ലോഗ് 2 ഈസ് 0.6. So what you will get? You will get 138.6 എന്ന് പറയുന്ന ആൻസർ കിട്ടും. യെസ്, ശ്രേയ പറഞ്ഞിട്ടുണ്ട് ഉത്തരം. അനശ്വര നേരത്തെ തന്നെ ഡി ആണെന്ന് തോന്നുന്നു. ശ്രേയ കറക്റ്റ് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ ഏതാണ്? എ ആണ്. റൈറ്റ്, ഗ്രേറ്റ്, കീപ് ഗോയിങ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇപ്പോൾ ഫസ്റ്റ് ഓർഡറിൻ്റെ വരെയായി. ഇനി nth ഓർഡറിൻ്റെ കാര്യങ്ങൾ പറയണം. nth ഓർഡറിൽ എനിക്ക് പറയാനുള്ളത്, ഫോർ nth ഓർഡർ 3 കാര്യങ്ങളാണ് പറയാനുള്ളത്. nth ഓർഡറിൻ്റെ റേറ്റ് ഇക്വേഷൻ, റേറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കണം മക്കളെ? കെ ഇൻറ്റു എ റേസ് ടു എൻ ആണ്. അതിൽ സംശയമില്ലല്ലോ ആർക്കും. അങ്ങനെയാണ് ഇതിൻ്റെ ഗ്രാഫിക്കൽ സ്റ്റഡി ഉണ്ട്. ഈ ഗ്രാഫിക്കൽ സ്റ്റഡിയിൽ നമ്മൾ പറയേണ്ടത് ഗ്രാഫ് വരക്കാണ്. റേറ്റ് വേഴ്സസ് എ റേസ് ടു എൻ വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ. റേറ്റ് വേഴ്സസ് എ സ്ട്രെയിറ്റിലാണെങ്കിൽ അത് ഫസ്റ്റ് ഓർഡർ ആണ്. റേറ്റ് വേഴ്സസ് എ സ്ക്വയർ സ്ട്രെയിറ്റിലാണെങ്കിൽ അത് സെക്കൻഡ് ഓർഡർ ആണ്. റേറ്റ് വേഴ്സസ് എ ക്യൂബ് സ്ട്രെയിറ്റിലാണെങ്കിൽ അത് തേർഡ് ഓർഡർ ആണ്. അതിൽ സ്പെഷ്യലായിട്ട് ഓർത്ത് വെക്കാനുള്ള 0 ഓർഡറിന് മാത്രമേ ഉള്ളൂ. 0 ഓർഡറിന് റേറ്റ് വേഴ്സസ് എ തന്നെയാണ് ഗ്രാഫ് വരയ്ക്കേണ്ടത്. ആൻഡ് ദാറ്റ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ ലൈക്ക് ദിസ്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ കാര്യം ഇതാണ്. റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എ റേസ് ടു എൻ ആണ്. അതിൽ നമ്മൾ പഠിക്കേണ്ടത് ഗ്രാഫിക്കൽ അനാലിസിസ് ആണ്. ഗ്രാഫിക്കൽ അനാലിസിസ് നമുക്ക് എന്താ ഉള്ളത്? റേറ്റ് വേഴ്സസ് എ റേസ് ടു എൻ ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ എന്നുള്ളതാണ് ജനറൽ പോയിന്റ്. ആർക്ക് മാത്രം അപ്ലിക്കബിൾ അല്ല? 0 ഓർഡറിന് മാത്രം എന്തല്ല? അപ്ലിക്കബിൾ അല്ല. ഇനി അടുത്ത് പറയേണ്ടത് രണ്ടാമത്തത് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ആണ്. ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനിൽ പറയുന്നത് ഗ്രാഫിൽ ടൈം വേഴ്സസ് 1 by a raised to n minus 1 is a straight line where n not equal to 1. ശ്രദ്ധിച്ചോടാ മക്കളെ, ഗ്രാഫുകൾ പലർക്കും ഡൗട്ടാണ്. ഈ പറയുന്ന കേട്ടുവെച്ച് ടൈം വേഴ്സസ് 1 by a raised to n minus 1 is a straight line not for n equal to 1. എങ്ങനെയാണ് അത് നമുക്ക് പറയേണ്ടത്? ഇപ്പോൾ n 0 ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ടൈം വേഴ്സസ് എ ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ അല്ലേ? 1 by a raised to -1 മുകളിൽ പോകുമ്പോൾ എന്തായി? എ ആയി. ഫസ്റ്റ് ഓർഡറിൽ നമുക്ക് പറയാം. സെക്കൻഡ് ഓർഡറിലാണെങ്കിലോ ടൈം വേഴ്സസ് 1 by a ആണ് എന്തായിട്ട് വരിക? ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരിക. അപ്പോൾ നമ്മൾ പറയാണ് ടൈമും 1 by a യും സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ അത് ഏത് ഓർഡർ റിയാക്ഷനാണ്? സെക്കൻഡ് ഓർഡർ റിയാക്ഷനാണ്. നമ്മുടെ പോയിന്റ് ഇതാണ്. ടൈം വേഴ്സസ് 1 by a raised to n minus 1 ഈസ് ഈ സ്ട്രെയിറ്റ് ലൈൻ എന്നാണ്. തേർഡ് ഓർഡർ ആണെങ്കിലോ ടൈം വേഴ്സസ് 1 by a square ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. ഇനി ഫസ്റ്റ് ഓർഡർ ഓർത്തോളൂ. ടൈം വേഴ്സസ് എന്താണ്? ഇതൊന്നുമല്ല, മറിച്ച് എന്താണ്? ലോഗ് എ ആണ് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടുള്ളത്. നമ്മൾ ആ ഗ്രാഫ് കണ്ടത് എപ്പോഴും ടൈം വേഴ്സസ് ലോഗ് എയോ ടൈം വേഴ്സസ് എൽ എൻ എയോ ഒക്കെയാണ് വരാറുള്ളത്. അപ്പോൾ നമ്മൾ ഓർത്തുകൊള്ളണം. അപ്പോൾ 2 കാര്യങ്ങളായി. ഒന്ന് റേറ്റ് ഇക്വേഷൻ്റെത്, രണ്ടെന്തായി? ടൈം വേഴ്സസ് കോൺസെൻട്രേഷൻ, ടൈം കോൺസെൻട്രേഷൻ ഗ്രാഫ്. മൂന്നാമത്തത് ഹാഫ് ലൈഫ് ആയിട്ട് പറയാം. ഫോർ എൻ nth ഓർഡർ റിയാക്ഷൻ ഹാഫ് ലൈഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1 by a0 raised to n minus 1 ആണ്. ഫസ്റ്റ് 0 ഓർഡറിന് ടി ഹാഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു a0 ആണ്. ഫസ്റ്റ് ഓർഡറിന് ടി ഹാഫ് ഈസ് ഇൻഡിപെൻഡൻ്റ് ആണ്. ഇതിൽ വാല്യൂ കൊടുത്താൽ മതി. സെക്കൻഡ് ഓർഡറിനോ ടി ഹാഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1 by a ആണ്. തേർഡ് ഓർഡറിനോ
ടി ഹാഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1/a² ആണ്. അപ്പോൾ ഒരു nth ഓർഡർ ആണ് എങ്കിൽ നമുക്ക് ഈ 3 പോയിന്റ് ഓർമ്മ വേണം. ഇനി ഓർഡർ കണ്ടുപിടിക്കേണ്ട എന്തും കൂടെ ഉണ്ട്, പ്രോബ്ലംസ് ഉണ്ട്, ഇനീഷ്യൽ റേറ്റ് മെത്തേഡ് അത് പഠിക്കണം. അതല്ലാതെ ഈ 3 ജനറൽ പോയിന്റ് സെറ്റ് ആയിക്കൊള്ളണം, തറച്ചോളണം. ഇവിടെ ഒന്നെന്താണ്, റേറ്റ് ഈസ് പ്രൊപ്പോർഷണൽ എ റേസ് ടു n ആണ്. റേറ്റ് വേഴ്സസ് എ റേസ് ടു n ഗ്രാഫ് ഈസ് എ സ്ട്രേറ്റ് ലൈൻ. 0 ഓർഡറിന് മാത്രം അതൊരു സ്ട്രേറ്റ് ലൈൻ ആണ്. രണ്ടാമത്തെ പറഞ്ഞ എന്താണ്, ടൈം വേഴ്സസ് 1/a raised to n minus 1 ഗ്രാഫ് ഈസ് എ സ്ട്രേറ്റ് ലൈൻ വേർ n നോട്ട് ഈക്വൽ ടു 1. ഫസ്റ്റ് ഓർഡറിന് ലോഗ് എയും ടൈമും തമ്മിലുള്ള ഗ്രാഫാണ് സ്ട്രേറ്റ് ലൈൻ. മൂന്നാമത് നമ്മൾ പഠിച്ചത് ടി ഹാഫ്, ഏതെങ്കിലും ഓർഡറിൻ്റെ ടി ഹാഫ് എന്തിന് പ്രപ്പോർഷനാണ്, 1/a0 raised to n minus 1 പ്രപ്പോർഷനാണ്. അതിൽ ഫസ്റ്റ് ഓർഡർ നമ്മൾ പ്രത്യേകം ഓർത്തോളണം. ഫസ്റ്റ് ഓർഡറിൽ ടി ഹാഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷന് ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ റെഡി അല്ലേ എല്ലാവരും? അങ്ങനെയാണെങ്കിൽ നീറ്റ് 2018 ചോദിച്ച ചോദ്യം എല്ലാം ഒന്ന് ചെയ്തേ. ദ കറക്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ഈസ് ദാറ്റ് the rate of option A ഇതാണ്, the rate of first order reaction does not depend on reactant concentration. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യില്ല എന്നോ, പോയി പണി നോക്കാൻ പറ. റേറ്റ് ഈസ് ഈക്വൽ ടു K × A ആണ് ഫസ്റ്റ് ഓർഡർ. ഫസ്റ്റ് ഓർഡറിൽ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ റേറ്റ് കൂടുന്നുണ്ട്, കൂടുന്നില്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടേ പൊട്ടത്തെറ്റാണ്. അപ്പോൾ A ഓപ്ഷൻ ഞാൻ നോക്കുന്നില്ല, പോട്ടെ. B ഓപ്ഷൻ, the half life of first order reaction does not depends on A0. That is right. The half life of second order reaction does depend on A0. ശരിയാണ്, സെക്കൻഡ് ഓർഡറിൻ്റെ A0 ഡിപ്പെൻഡൻ്റ് ആണ്. ടി ഹാഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1/a0 ആണ് മക്കളെ സെക്കൻഡ് ഓർഡറിന്. എന്തായാലും ഫസ്റ്റ് ഓർഡറിൻ്റെ ടി ഹാഫ് കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, സെക്കൻഡ് ഓർഡറിൻ്റെ ടി ഹാഫ് കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ എക്സാക്ട്ലി ഇങ്ങനെ പറയാം, കോൺസെൻട്രേഷൻ കൂടുമ്പോൾ ടി ഹാഫ് എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട് എന്ന് വരെ നിങ്ങൾക്ക് പറയാൻ പറ്റും. സെറ്റായില്ലേ? കണ്ടോ, നമ്മൾ കറക്റ്റ് തിയറി പഠിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നതൊക്കെ ഭയങ്കര എളുപ്പമാണ്. ആ ഉത്തരം പറഞ്ഞില്ലേ ശ്രേയ, അനശ്വര, നിങ്ങളൊന്നും ഉത്തരം പറഞ്ഞിട്ടില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. നീറ്റ് 2018 പിന്നെയും ചോദിച്ചേക്കാണ്, രണ്ടും കൈനറ്റിക്സും ചോദിച്ചേക്കാണ്. അടിപൊളി, ഈക്വൽ ആണെങ്കിൽ ഈ രണ്ട് നമുക്ക് കിട്ടിയേനെ. നോക്കിയേ ഈ ചോദ്യം. വെൻ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റ് ഈസ് ഡബിൾഡ്, ദ ഹാഫ് ലൈഫ് പീരീഡ് ഓഫ് 0 ഓർഡർ റിയാക്ഷൻ ഈസ്. വെൻ ദ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഈസ് ഡബിൾഡ്, ദ ഹാഫ് ലൈഫ് ഓഫ് 0 ഓർഡർ റിയാക്ഷൻ ഈസ്. ആര് പറയും? നോക്കട്ടെ. ആൻസർ പോരട്ടെ, വെറുതെ കുത്തിരിക്കല്ലേ, ഉറങ്ങിപ്പോവും. അല്ലെങ്കിലേ കെമിസ്ട്രിയാണ്. നിങ്ങൾ ആൻസർ ഒന്നും ചെയ്തില്ലെങ്കിൽ കംപ്ലീറ്റ് ഉറങ്ങിപ്പോയ മക്കളെ. ഉത്തരം വരട്ടെ. നമുക്ക് എന്തായാലും അതിൻ്റെ തിയറി പോയിന്റ് ഇതാണ്. ടി ഹാഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1/a0 raised to n minus 1 ആണ്. 0 ഓർഡറിന് ടി ഹാഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു എന്താണ്, A0 ആണ്. അപ്പോൾ ടി ഹാഫിൽ കോൺസെൻട്രേഷൻ ഡബിളായി, അപ്പോൾ അതിൻ്റെ ഹാഫ് ലൈഫ് എന്താവും, ഡബിൾ ആവും. നമുക്ക് അതിൻ്റെ തിയറി പോയിന്റ് അറിയാം. യെസ്, ഉത്തരം വരുന്നുണ്ട്. അനശ്വര കെ ഉത്തരം വരുന്നുണ്ട്. അനശ്വരയും ശ്രേയതയും തന്നെയാണ്, ശ്രേയം തന്നെയാണ് ഉത്തരങ്ങളെയും പറഞ്ഞുകൊടുക്കുന്നത്. ബാക്കി എല്ലാ കഴുതകളും ഓർക്കാൻ തോന്നും. അടുത്ത ചോദ്യം ചെയ്തു. ശരി, ഈ ചോദ്യം 2015 നമ്മൾ ക്യാൻസൽ ചെയ്തൊരു നീറ്റ് ഉണ്ടായിരുന്നു, അതിൽ ചോദിച്ച ചോദ്യമാണ്. ഇതാ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഉത്തരം പറഞ്ഞേ, നോക്കട്ടെ. ഹു ഈസ് ഗോയിങ് ടു ബി ദി വിന്നർ? അല്ല, ആദ്യമായിട്ട് ഉത്തരം പറയുന്ന ആളാരാന്ന് നോക്കട്ടെ. ക്ലാസ്സിലൊക്കെ ആയിരുന്നെങ്കിൽ വല്ല ഗിഫ്റ്റൊക്കെ കൊടുക്കായിരുന്നു. ഇപ്പോൾ ഓൺലൈൻ ആകുമ്പോൾ എന്ത് ചെയ്യാനാണ്? നോക്കട്ടെ, ആര് പറയുന്നു? വെൻ ദ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഈസ് ഡബിൾഡ് ദ റിയാക്ഷൻ, ഇറ്റ്സ് ഹാഫ് ലൈഫ് ഈസ് നോട്ട് അഫക്റ്റഡ്. കോൺസെൻട്രേഷൻ മാറിയിട്ടും ഹാഫ് ലൈഫ് എന്ത് ചെയ്യുന്നില്ല, മാറുന്നില്ല. അത് ഏത് ഓർഡർ റിയാക്ഷനാണ്? യെസ്, ഇറ്റ് ഈസ് 0 ഓർഡർ റിയാക്ഷൻ, നോ ഡൗട്ട്. കോൺസെൻട്രേഷൻ മാറിയിട്ടും ഹാഫ് ലൈഫ് പീരീഡ് മാറുന്നില്ലെങ്കിൽ അത് ഉറപ്പാണ്. അത് ഏത് ഓർഡർ റിയാക്ഷനാണ്? 0 ഓർഡർ റിയാക്ഷൻ അല്ലേ? സോ ദ ആൻസർ ഈസ് 0 ഓർഡർ റിയാക്ഷൻ. 0 ഓർഡർ റിയാക്ഷൻ ആണോ? ഈ എന്ത് പൊട്ടത്തിലാണ് ഞാനിവിടെ വേറെ ആലോചിച്ചിട്ടാണ്. ഹാഫ് ലൈഫ് കോൺസെൻട്രേഷൻ മാറിയിട്ടും എന്ത് മാറുന്നില്ല, ഹാഫ് ലൈഫ് മാറുന്നില്ലെങ്കിൽ അത് ഫസ്റ്റ് ഓർഡർ ആണ്. 0 ഓർഡറിൽ ടി ഹാഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു A0 ആണ്. ഫസ്റ്റ് ഓർഡറിൽ ടി ഹാഫ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ്. സെക്കൻഡ് ഓർഡറിൽ ടി ഹാഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1/a0 ആണ്. ഹാഫ് ലൈഫ് പീരീഡ് മാറുന്നില്ല, കോൺസെൻട്രേഷൻ മാറിയിട്ടില്ല എങ്കിൽ അത് ഫസ്റ്റ് ഓർഡർ ആണ്. ആൻഡ് ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ആരും അയക്കുന്നില്ല, ഉത്തരം അയക്കാത്തതുകൊണ്ടാണ് എൻ്റെ ഈ തെറ്റിപ്പോകുന്നത്. 2 or more than 0
ബട്ട് ലെസ് ദാൻ 1. അതൊക്കെ എങ്ങനെയാടാ? അതങ്ങനെയൊന്നുമല്ല, പോടുന്നു. റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If 60% of the first order reaction was completed in 60 minutes, 50% of the same reaction would be completed approximately in എന്നാണ് ചോദിച്ചിരിക്കുന്നത്. It's a good question. Try to solve it. ആദ്യം ഉത്തരം പറയുന്ന ആരാന്ന് നോക്കട്ടെ. 2007 അന്ന് AIPMD ആണ്, നീറ്റ് ഒന്നും പറയാൻ പറ്റില്ല. 2007 AIPMD ചോദിച്ച ചോദ്യമാണ്. ട്രൈ ടു സോൾവ് ഇറ്റ്. ആരാണ് ഫസ്റ്റ് ചെയ്യുന്നത് നോക്കട്ടെ. നല്ല അടിപൊളി ചോദ്യമാണ്. ഇതേപോലത്തെ ചോദ്യം നമുക്ക് ആവശ്യമുണ്ട്. ഇതേപോലെ കണക്ട് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഈ ചോദ്യം കണ്ട് ഞാനൊരു 5 ചോദ്യം ഞാൻ നിങ്ങൾക്ക് ബോണസായി തരും. ആ ചോദ്യം നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്ത് ആ റിസൾട്ട് ചെയ്ത് വെച്ചോളണം. ആവശ്യമുണ്ട്. നിങ്ങൾക്ക് ഗൈഡുകളിലൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഞാൻ നിങ്ങൾക്കൊരു രഹസ്യം പറഞ്ഞുതരാം. കെമിസ്ട്രിയിൽ ഒരു പ്രോബ്ലവും 3 സ്റ്റെപ്പിൽ കൂടുതൽ ചെയ്യാനുള്ള ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. അത് നിങ്ങൾ അയ്യോ അല്ലല്ലോ, ചിലതിന് ഒരുപാട് സ്റ്റെപ്പൊക്കെ വേണ്ടി വരുമല്ലോ എന്ന് ചോദിക്കും. അതിന് വേണ്ട ചില ചെപ്പടി വിദ്യകളൊക്കെ നമ്മൾ എന്താക്കി വെച്ചോളണം, സെറ്റാക്കി വെക്കണം. ചില പൊടി നമ്പറൊക്കെ ഉണ്ട്, ആ പൊടി നമ്പറൊക്കെ സെറ്റാക്കി വെച്ചോളണം. അത് ഞാനിപ്പോൾ പറയും. അതിന് മുമ്പ് ഇതിന് ഉത്തരം പറയുന്ന ആരാ നോക്കട്ടെ. ഈ ചോദ്യം 60% completed in 60 minutes and 50% of the reaction would be completed in approximately in എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരും ആൻസർ പറയുന്നില്ലേ? എന്നാൽ ഞാൻ തന്നെ പറയാം. ഓപ്ഷൻ എ പറഞ്ഞിട്ടുണ്ട്, 45 minutes പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് മുസ്തഫ, മേ ബി നമുക്ക് നോക്കാം. എന്താ നമ്മൾ ഇതിന് ഫോമുല യൂസ് ചെയ്യേണ്ടത്? പല ഗൈഡുകൾ അങ്ങനെ കാണാറില്ല. പലരും കെ കണ്ടിട്ട് രണ്ടാമത് കാണാൻ പോകുന്നൊക്കെ കാണാറ്. പക്ഷേ നമ്മുടെ അതിൽ റെഡിമെയ്ഡ് ഫോമുല നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 2 ടൈമുകൾ തമ്മിൽ കമ്പയർ ചെയ്യാൻ T(x% ഡിവൈഡഡ് ബൈ Ty%, T50% ഡിവൈഡഡ് ബൈ T60% ഈസ് ഈക്വൽ ടു log 100 by 50 divided by log 100 by 40. അതെവിടുന്ന 100 by 40 കിട്ടിയ മക്കളെ? യെസ്, T(x% ഡിവൈഡഡ് ബൈ Ty% ഈസ് ഈക്വൽ ടു നമ്മുടെ സ്പെഷ്യൽ ഇക്വേഷൻ log 100 ഡിവൈഡഡ് ബൈ 100 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ log 100 ഡിവൈഡഡ് ബൈ 100 മൈനസ് വൈ. നമ്മൾ ഇക്വേഷൻ പറഞ്ഞതാണ്. അത് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്തു. അപ്പോൾ ഞാൻ ഇത് കൊടുക്കുകയാണ്. T50 ഡിവൈഡഡ് ബൈ T60% 60 മിനിറ്റ്സ് ആണ് തന്നിട്ടുണ്ട്. ലോഗ് 10/5 എന്ന് പറഞ്ഞാൽ log 2 ആണ്. log 2 എന്ന് വെച്ചാൽ എത്രയാണ്? 0.3 ഡിവൈഡഡ് ബൈ ലോഗ് 10/4 എന്ന് വെച്ചാൽ log 10 മൈനസ് log 4 ആണ്. ദാറ്റ് ഈസ് 1 മൈനസ് 0.6 എത്രയാണ്? 0.4 ഡിവൈഡഡ് ബൈ 0.4. മനസ്സിലായോ? log a/b എന്ന് വെച്ചാൽ log a മൈനസ് log b ആണ്. You got the answer. T50 is equal to the മൂന്നാമത്തെ സ്റ്റെപ്പിൽ 3/4 into 60 and your answer is 45 minutes. എന്താ അടിപൊളി അല്ലേ? വെറുതെ കെ ഒക്കെ കണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിളി പാറിപ്പോയേനെ. ഞാൻ ഇനി 5 റിസൾട്ട് നിങ്ങൾക്ക് ബൈഹാർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞേക്കാം. ഒന്ന്, ഇതേപോലെ നിങ്ങൾ T99.9 ഡിവൈഡഡ് ബൈ T50 കാരണം ദ ആൻസർ വിൽ ബി 10. ഇത് ഇക്വേഷൻ എടുത്ത് നോക്കിയാൽ മതി. പക്ഷേ നിങ്ങളിപ്പോൾ ഇത് ബൈഹാർട്ട് ചെയ്ത് വെച്ചോ. അടുത്തത് T99 ഡിവൈഡഡ് ബൈ T50 ഈസ് 6.66 ആണ്. ബൈഹാർട്ട് ചെയ്തോളണേ. T90 ഡിവൈഡഡ് ബൈ T50 ഈസ് 3.33 ടൈംസ് ആണ്. T75 by T50 it is 2 and T99 by T90 again it is 2. ഇത്രയും റിസൾട്ട് ഇതാ ഈ 5 റിസൾട്ട് ബൈഹാർട്ട് ചെയ്ത് വെച്ചോ. നിങ്ങൾക്ക് ഉറപ്പായും ഏതെങ്കിലുമൊക്കെ ഒരു എൻട്രൻസ് എക്സാമിന് ആവശ്യം ഉണ്ടാവും അല്ലേ? ഒരുപാട് എൻട്രൻസ് എക്സാം തന്നെയില്ലേ? നീറ്റ് മാത്രമല്ല, നീറ്റ് ഉണ്ട്, പിന്നെ CVT ഉണ്ട്, JEE എഴുതുന്നവരുണ്ടാവും, വിറ്റ് എഴുതുന്നവരുണ്ടാവും, ബിറ്റ്സായിട്ട് എഴുതുന്നുണ്ടാവും, ഐസർ നൈസർ നെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് എഴുതുന്നവരുണ്ടാവും. ഏതെങ്കിലും ഒരു പരീക്ഷയിൽ ഈ പറയുന്ന റിസൾട്ട് കൊണ്ട് നിങ്ങൾക്ക് ഉപയോഗം ഉണ്ടാവും. അന്ന് ആലോചിച്ചോളണം. എന്താ ഡോപ്പേൻ്റെ ബുള്ളറ്റ് സീരീസിൽ ഈ പറയുന്ന ഇക്വേഷൻ പറഞ്ഞിരുന്നു നമ്മൾ. നിങ്ങൾക്ക് ഓർമ്മ വേണം കേട്ടോ മക്കളെ. സോ ഈ പറയുന്ന ഇക്വേഷൻസ് എഴുതി വെക്കുക. അപ്പോൾ മുഹമ്മദ് മുസ്തഫ, വാട്ട് യുവർ ആൻസർ ഈസ് റൈറ്റ്. അടിപൊളി. ഓക്കെ, ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ ഒന്നുമില്ല അല്ലേ? ഈ ക്വസ്റ്റ്യൻ, ദിസ് ക്വസ്റ്റ്യൻ, the rate constant of a reaction A giving B is 0.6 into 10 raised to minus 3 mole per liter per second. The concentration of A is 5. The concentration of B after 20 minutes. ഇതെങ്ങനെ ചെയ്യും? നമുക്ക് കാണാം കോൺസെൻട്രേഷൻ ആഫ്റ്റർ സം ടൈം. കോൺസെൻട്രേഷനും ടൈമും തമ്മിൽ ബന്ധപ്പെടുത്തുന്ന ഇക്വേഷൻ്റെ പേരാണ് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ. അതിൽ കുഴപ്പമൊന്നുമില്ല. അത് ഫസ്റ്റ് ഓർഡറിന് വേറെയാണ്, 0 ഓർഡറിന് വേറെയാണ്. ഇത് ഏത് ഓർഡറാണ്? തന്നിട്ടില്ലല്ലോ. തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ട്.
എവിടുന്ന? കെയുടെ യൂണിറ്റ് ഉണ്ട്. കെയുടെ യൂണിറ്റ് ഏതാ? 0.6 × 10⁻³ ആയിക്കോട്ടെ, അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. യൂണിറ്റ് നോക്ക്, മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ്. മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇത് ഏത് ഓർഡറാ? 0 ഓർഡറാ. അപ്പോൾ എനിക്ക് 0 ഓർഡറിൽ തന്നിട്ടുണ്ട്. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ 5 ആണ്. എ ഗിവിങ് ബി. എയുടെ കോൺസെൻട്രേഷൻ A0 - KT ആയിരിക്കും. എത്ര എ പോകുന്നു അത്രയും ബി ഉണ്ടാവില്ലേ? എത്ര എ പോകുന്നു അത്രയും എന്തുണ്ടാവും? ബി ഉണ്ടാവും. അപ്പോൾ ബി ഉണ്ടാവും എത്രയാണ്? KT ആണ്. ഈ പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കണേ. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. റിയാക്ഷൻ എന്താണ്? എ ഗിവിങ് ബി ആണ്. എ കൺസ്യൂം ചെയ്ത് പോകുന്നു, ബി എന്താവുന്നു? പ്രൊഡ്യൂസ് ആവുന്നു. എത്രത്തോളം എ കൺസ്യൂം ചെയ്ത് പോകുന്നു അത്രത്തോളം ബി ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഫോർമുല A = A0 - KT ആണ്. KT ആണ് കൺസ്യൂം ചെയ്ത് പോകുന്നത്. അപ്പോൾ ബി ഉണ്ടാവുന്നത് എത്ര തന്നെയായിരിക്കും? KT തന്നെയായിരിക്കും. സോ അവർ ആൻസർ വിൽ ബി KT, ദാറ്റ് ഈസ് 0.6 × 10⁻³ K ആയിക്കോട്ടെടാ മക്കളെ. ഇനി ടൈം ഈസ്, വാട്ട് ഈസ് ടൈം? ഇറ്റ് ഈസ് 1200. വൈ 1200? മിനിറ്റിലാണ് തന്നിരിക്കുന്നത്. അതിന് നമ്മൾ എന്തിലോട്ട് മാറ്റണം? സെക്കൻഡ്സിലോട്ട് മാറ്റണം. സെക്കൻഡ്സിലോട്ട് മാറ്റുമ്പോൾ ഈ 0.6 പോയി, ഇവിടെ ഒരു 0 പോട്ടെ. 6 × 120 എനിക്ക് എത്ര കിട്ടും? 720 × 10⁻³ എന്ന് കിട്ടും. ആൻഡ് ദാറ്റ് ആൻസർ ഈസ് 0.72 മോളാർ. ഇതാ ഓപ്ഷൻ സി ഉണ്ട്. ആൽഫ എന്ന് തന്നെയാണ് പേര് തോന്നും. ആൽഫ സി എന്ന് അയച്ചിട്ടുണ്ട്. ഗുഡ്, തംസ് അപ്പ്. അപ്പോൾ ഇതാണ് നമുക്ക് ഫസ്റ്റ് ഓർഡർ, 0 ഓർഡർ, nth ഓർഡറിനെ പറ്റിയൊക്കെ പറയാനുള്ളത്. നമുക്കിനി ഇനീഷ്യൽ റേറ്റ് മെത്തേഡ് വഴി എന്ത് കാണാനുണ്ടാവും? ഓർഡർ കാണാനുണ്ടാവും. അതാണ് നമ്മളെ അടുത്ത ചോദ്യം. എടാ മക്കളെ, ഈ 3 പാഠങ്ങൾ കൈനറ്റിക്സ്, സർഫസ് കെമിസ്ട്രി, മെറ്റലർജി വരുന്നതിൽ ചോദ്യങ്ങൾക്ക് കൂടുതൽ സമയം എടുക്കുന്ന ഭാഗം ഏതാണ്? കൈനറ്റിക്സ് ആണ്. അതുകൊണ്ട് 1 മണിക്കൂറിൽ കൈനറ്റിക്സ് ഇല്ല. ഒരു 1 മണിക്കൂർ 20 മിനിറ്റൊക്കെ എടുക്കും. ബാക്കിയുള്ള മെറ്റലർജിയും സർഫസ് കെമിസ്ട്രിയൊക്കെ നമുക്ക് ചോദ്യങ്ങൾ പെട്ടെന്ന് പോകാൻ പറ്റും. സർഫസ് കെമിസ്ട്രിയിൽ എന്തെങ്കിലും മെറ്റലർജിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോഴേ കമൻറ്റ് ചെയ്ത് വെച്ചാൽ എനിക്ക് ഇന്നേ പോർഷൻ ഒന്ന് ക്ലിയർ ആക്കി തരണം എന്ന് പറഞ്ഞാൽ ഞാൻ ക്ലിയർ ആയി തരും കേട്ടോ. പലർക്കും പ്രശ്നം എലിങ്ങാം ഡയഗ്രമൊക്കെയാണ്. അതൊക്കെ ഭയങ്കര സിമ്പിളാണ്. നമുക്ക് എളുപ്പത്തിൽ എലിങ്ങാം ഡയഗ്രമൊക്കെ പഠിച്ചാൽ അയണിൻ്റെയും കോപ്പറിൻ്റെയും സിങ്കിൻ്റെയും ഒക്കെ അലൂമിനിയത്തിൻ്റെയൊക്കെ വരുന്നത് എങ്ങനെയാണ്? ജസ്റ്റ് ആ എലിങ്ങാം ഡയഗ്രം നോക്കി ടപ്പേന്ന് പറയാൻ പറ്റും. അങ്ങനെ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ അയച്ചോ, ഞാനത് ആ സമയത്ത് നോക്കുമ്പോൾ ഇതായിക്കോളും. ഇനി ഇനീഷ്യൽ റേറ്റ് മെത്തേഡാണ്. എനിക്ക് പല എക്സ്പെരിമെൻറ്റ് നടത്തിയിട്ട് ഒന്നിൻ്റെ കോൺസെൻട്രേഷൻ മാറ്റിയിട്ട് റേറ്റ് മാറ്റുന്നത് കൊണ്ട് എനിക്ക് എന്ത് കാണാൻ പറ്റും? ഓർഡർ കാണാൻ പറ്റും. നമ്മുടെ അതിൻ്റെ അകത്തുള്ള കീ വേർഡ് ഇതാണ്, റേഷ്യോ ഓഫ് കോൺസെൻട്രേഷൻ. ഒന്നിൻ്റെ കോൺസെൻട്രേഷൻ മാറ്റുമല്ലോ. റേസ് ടു ഓർഡർ ഈസ് ഈക്വൽ ടു റേഷ്യോ ഓഫ് റേറ്റ് ആയിരിക്കും. ഈ സാധനം മാത്രം പഠിച്ചാൽ മതി. ഇതാണ് റേഷ്യോ ഓഫ് കോൺസെൻട്രേഷൻ റേസ് ടു ഓർഡർ ഈസ് ഈക്വൽ ടു റേഷ്യോ ഓഫ് റേറ്റ്. ഇതാണ് അതിൻ്റെ ജനറൽ വേർഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇത് അറിയാമെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള ഏത് ചോദ്യം ചെയ്യാം. നമുക്ക് നോക്കാം. ഫോർ ദ റിയാക്ഷൻ ബിറ്റ്വീൻ A and B, the order with respect to A is 2, the order with respect to B is 3, the concentration of both A and B is doubled. അപ്പോൾ A സ്ക്വയർ ആണ്, B ക്യൂബ് ആണ്. എയുടെയും ബിയുടെയും കോൺസെൻട്രേഷൻ ഡബിൾ ചെയ്തു. അപ്പോൾ 2 സ്ക്വയർ ഇൻറ്റു 2 ക്യൂബ് ആവും. എന്ന് വെച്ചാൽ 2⁵. റേറ്റ് എത്ര തവണ കൂടും? ദ റേറ്റ് വിൽ ഇൻക്രീസ് ബൈ എ ഫാക്ടർ ഓഫ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര തവണ കൂടും? 32 തവണ കൂടും. ഉത്തരം വരുന്നില്ല. പോരാ. സൗണ്ട് ഇല്ല. ഇപ്പൊ തീരെ സൗണ്ട് ഇല്ലേ? കേൾക്കാനാവുന്നില്ലേ? സൗണ്ട് തീരെയില്ലേ? കബനി സൗണ്ട് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിബഡി പ്ലീസ് ആൻസർ. സൗണ്ട് ഇല്ലേ? ഇസ് ദർ എനി പ്രോബ്ലം വിത്ത് സൗണ്ട്? എടാ റിപ്ലൈ അയക്കടാ, എന്നാൽ എനിക്ക് മനസ്സിലാവുള്ളൂ. കേൾക്കുന്നുണ്ടല്ലോ. യെസ്, കേൾക്കുന്നുണ്ട്. അപ്പോൾ വെറുതെ പറഞ്ഞാണ്. കേൾക്കുന്നുണ്ട്. ഫൈൻ. ഉണ്ട് സർ. യെസ്. അനഘരാജ് യെസ് എന്നോ? നീ ക്ലാസ് കേൾക്കുന്നുണ്ടോ? നന്നായിട്ടുണ്ട്. വേറെ ആരുമല്ല, എൻ്റെ ഭാര്യയാണ്.
Okay, fine. Next question. In a reaction A plus B giving product, the rate is doubled when concentration of B is doubled, and rate is increased by a factor of 8 when the concentration of both A and B is doubled. The rate of the reaction can be written as. എന്ത് ചെയ്യുന്നു? ബി ഡബിൾ ചെയ്തപ്പോൾ റേറ്റ് എന്താവുന്നു? ഡബിൾ ചെയ്യുന്നു. റേഷ്യോ ഓഫ് കോൺസെൻട്രേഷൻ 2 ബീറ്റ, ബി ആയതുകൊണ്ട് ഞാൻ ബീറ്റ എന്ന് വെക്കുന്നു, ഈസ് ഈക്വൽ ടു 2, അല്ലെങ്കിൽ എനിക്ക് എന്ത് പറയാം? ബീറ്റ ഈക്വൽ ടു 1. ഇനി ഓൾറെഡി എ ഡബിൾ ചെയ്തു, എ ഡബിൾ ചെയ്തപ്പോൾ റേറ്റ് ഡബിൾ ചെയ്തു, ബീറ്റ 1 ആണ്. അടുത്തത് നമുക്ക് എന്താണ്? എയും ബിയും ഡബിൾ ചെയ്തു, അപ്പോൾ എത്രയായി? 8 ടൈംസ് ആയി. അപ്പോൾ എനിക്കെന്ത് പറയാം? 2 റേസ് ടു ആൽഫ ഇൻറ്റു 2 റേസ് ടു 1 ഈസ് ഈക്വൽ ടു 8. എ റേസ് ടു ആൽഫ ഇൻറ്റു ബി റേസ് ടു ബീറ്റ എന്നല്ലേ? ബി ഡബിൾ ചെയ്തു, ബിയുടേത് പവർ 1 എന്നറിയാം, 2 റേസ് ടു ആൽഫ ഇൻറ്റു 2 റേസ് ടു ബീറ്റ ഈസ് ഈക്വൽ ടു, അല്ലെ 2 റേസ് ടു 1 ഈസ് ഈക്വൽ ടു എന്തെന്നറിയാം? 8 എന്നറിയാം. അപ്പോൾ എനിക്കെന്ത് പറയാം? 2 റേസ് ടു ആൽഫ ഈസ് ഈക്വൽ ടു എത്രയാണെന്ന് പറയാം? 4 ആണെന്ന് പറഞ്ഞോണ്ടാ മക്കളെ. ഓർ സിംപ്ലി ഐ വിൽ ഗെറ്റ് ആൽഫ ഈസ് ഈക്വൽ ടു എത്രയാണ്? 2. So what will be the rate equation? Rate equation is equal to rate is equal to k into a square into b ആണ്. ഓപ്ഷൻ ഏതാണ്? ഡി. ഏറ്റവും കൂടുതൽ തവണ എൻട്രൻസിന് കൈനറ്റിക്സിൽ നിന്ന് ചോദ്യം വന്ന ഏരിയ ആണിത്, ഏറ്റവും കൂടുതൽ തവണ. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ഈ ടൈപ്പ് ചോദ്യം ചെയ്ത് പഠിച്ചിരിക്കണം. ഇത് ചിലപ്പോൾ വേർഡ് ആയിട്ടാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ ടേബിൾ ആയിട്ടാണ് ഉണ്ടാവുക. വാട്ട് ഓവർ ബി ദി ടൈപ്പ്, നിങ്ങളത് മസ്റ്റായിട്ട് എന്ത് ചെയ്തിരിക്കണം? ചെയ്ത് പഠിക്കണം. ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏത് പഠിക്കണം ഏതെങ്കിലും ഒരു കുട്ടി എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ ഉറപ്പായും പറയുന്ന ഉത്തരം ഇനീഷ്യൽ റേറ്റ് മെത്തേഡ് പഠിക്കണം എന്നുള്ളതാണ്. അതാണ് എല്ലാ കാലത്തും ചോദ്യങ്ങൾ കൂടുതൽ വരുന്ന പോർഷൻ. നിങ്ങൾ ഈ വർഷത്തെ ഡിഫറെൻറ്റ് എൻട്രൻസ് എക്സാം നോക്കിക്കോളൂ, അതിലുണ്ടാവുന്ന ചോദ്യം ഇതാണ്. അങ്ങനെയാണ് എങ്കിൽ അതേപോലത്തെ ചോദ്യം ഇതാ അടുത്ത വരുന്നു. എനിക്ക് ഇതിൻ്റെ ഉത്തരം ആര് പറഞ്ഞുതരും? നേരത്തെ ശ്രദ്ധ ഡി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. Yes, that's right. Next, ഇതിൻ്റെ ഉത്തരം പോരട്ടെ. എനിക്ക് തോന്നുന്നു ഞാൻ പറയുന്നതും നിങ്ങൾക്ക് കേൾക്കുന്നതും തമ്മിൽ ചെറിയൊരു 10 സെക്കൻഡിൻ്റെ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. അതാണ് പറയുമ്പോൾ ആൻസറിങ് പോരാത്തത്. അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഭയങ്കര പുലികളാണ്, കിടലങ്ങളാണ്, സംശയമൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്ത് നോക്കാം? ഇത് ചെയ്തു നോക്കാം. ഞാൻ നോക്കേണ്ട എന്താണ്? നമ്മുടെ ജനറൽ ഫോർമുല എന്തായിരുന്നു? റേഷ്യോ ഓഫ് കോൺസെൻട്രേഷൻ റേസ് ടു ഓർഡർ ഈസ് ഈക്വൽ ടു റേഷ്യോ ഓഫ് റേറ്റ്സ്. അപ്പം ഞാൻ ഒരു റിയാക്റ്റൻ്റ് മാറുന്നു, മറ്റേ റിയാക്റ്റൻ്റ് മാറാത്ത 2 ഇക്വേഷൻസ് എന്ത് ചെയ്യണം? സെറ്റ് ചെയ്ത് നോക്കണം. ഇഫ് ഐ ടേക്ക് ദീസ് 2 എക്സ്പെരിമെൻറ്റ് 2 ആൻഡ് എക്സ്പെരിമെൻറ്റ് 3, അതിൻ്റെ പ്രത്യേകത എന്താ? ആര് മാത്രമേ മാറുന്നുള്ളൂ? ബി മാത്രമേ മാറുന്നുള്ളൂ, എ മാറുന്നില്ല, എ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമ്മൾ എപ്പോഴും നോക്കേണ്ടത് ഒന്ന് കോൺസ്റ്റൻറ്റും മറ്റേത് മാറുന്നതുമായ 2 എക്സ്പെരിമെൻറ്റുകൾ എടുത്ത് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ 2ഉം 3ഉം എടുത്താൽ എ മാറുന്നില്ല, ബി മാറുന്നുണ്ട്. ബി എന്താവുന്നുണ്ട് മക്കളെ? ഡബിൾ ആവുമല്ലേ ചെയ്യുന്നത്? 0.2 0.4 ആവുന്നു. അപ്പോൾ എനിക്കെന്ത് പറയാം? റേഷ്യോ ഓഫ് കോൺസെൻട്രേഷൻ 2 റേസ് ടു ബീറ്റ റേസ് ടു ഓർഡർ ഈസ് ഈക്വൽ ടു, ഇനി ഞാൻ നോക്കണം എത്ര ടൈംസാണ് റേറ്റ് കൂടുന്നത്. നിങ്ങൾ നോക്കിയാൽ അറിയാം 7.2 28.8 ആവുക ചെയ്യുന്നത്. 7.2 28.8 ആവുന്നു. അപ്പോൾ എനിക്കെന്ത് പറയാം? 7.2 28.8 ആവുക എന്ന് വെച്ചാൽ 4 ആണ്. അപ്പോൾ 2 റേസ് ടു ബീറ്റ ഈസ് ഈക്വൽ ടു 4 ആണ്. ഓർ സിംപ്ലി യു ക്യാൻ സേ ബീറ്റ ഈസ് ഈക്വൽ ടു എത്രയാണ്? 2 ആണ്. 2 റേസ് ടു ബീറ്റ ഈസ് ഈക്വൽ ടു 4, അല്ലെങ്കിൽ ബീറ്റ ഈക്വൽ ടു എന്താണ്? 2 ആണ്. 2 റേസ് ടു 2 അല്ലടാ 4. അപ്പോൾ ബീറ്റ 2 ആണെന്ന് കിട്ടി. Now you take the first experiment and the fourth experiment. ഇവിടെ ബീറ്റ രണ്ടിടത്തും എന്താ, ബി രണ്ടിടത്തും എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. എ എന്താവുന്നുണ്ട്? 0.1 എത്രയായി മാറുന്നുണ്ടാ മക്കളെ? 0.4 ആവുന്നില്ലേ? 0.1 എത്രയായി മാറുന്നുണ്ട്? 0.4 ആവുന്നുണ്ട്. അപ്പോൾ എത്ര ടൈംസ് മാറുന്നുണ്ട്? 4 ടൈംസ് ആവുന്നില്ലേ? അപ്പോൾ എനിക്കെന്ത് പറയാം? 4 റേസ് ടു ആൽഫ ഈസ് ഈക്വൽ ടു റേറ്റോ 624 ആവുന്നു. 4 റേസ് ടു ആൽഫ ഈസ് ഈക്വൽ ടു എന്താണ്? 4 ആണ്. അല്ലെങ്കിൽ ആൽഫ ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 1 എന്ന് കിട്ടും. അപ്പോൾ ബീറ്റ 2 ആണ്, ആൽഫ 2 ആണ്. സോ മൈ റേറ്റ് ഇക്വേഷൻ, റേറ്റ് ഈസ് ഈക്വൽ ടു
K into A into B raised to 2. Yes, ശത തന്നെ ഉത്തരം പറയുന്നു. കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി, നോ ഡൗട്ട്. 2010 APMT ചോദിച്ചേക്കാണ്. ഇതൊക്കെ ഇപ്രാവശ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ 4 മാർക്ക് നമ്മൾ കീശയിലിട്ട് സുഖമായി പൊടിയും തട്ടിക്ക് പോന്നേനെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കട്ടെ, ആര് ഉത്തരം പറയും നോക്കട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. For the reaction A plus B giving products, it is observed that on doubling the initial concentration of A only, the rate of reaction also doubled. Upper 2 raised to alpha is equal to 2, and the information that I got is alpha is equal to 1. Doubling initial concentration of both A and B, this is a change in the factor by 8. അപ്പോൾ എനിക്ക് എന്താ പറയാം, 2 raised to 1 into 2 raised to beta എനിക്ക് അറിഞ്ഞൂടല്ലോ, is equal to 8. or 2 raised to beta is equal to 4. ഈ 4 ഇങ്ങോട്ട് കൊടുത്തു, ആൽഫ 1 ആണെന്നറിയാം. സോ ബീറ്റ ഈക്വൽ ടു എത്ര കിട്ടി, 2 കിട്ടി. സോ റേറ്റ് ഇക്വേഷൻ വിൽ ബി റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എ ഇൻറ്റു ബി സ്ക്വയർ. ഓപ്ഷൻ എ. ഓപ്ഷൻ എ. യെസ് അബി, കറക്റ്റ്. ഗുഡ്. ശത കറക്റ്റ്. ഇതാ ഇപ്പോൾ വേറെ ആൾ അനശ്വരയൊക്കെ പോയി തോന്നുന്നു. അനശ്വരയും വന്നു. വേറെ ആളും കൂടി ശ്രേയ അങ്ങനെ ഉണ്ടായിരുന്നല്ലോ, ആളെയൊന്നും കാണുന്നില്ലല്ലോ. അതുപോലെ മുഹമ്മദ് മുസ്തഫിനെ ഒന്നും കാണുന്നില്ല. അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്തിനെപ്പറ്റി പറയാനുള്ളത്, nth ഓർഡറിനെ പറ്റി പറയാനുള്ളത്. ഇനി അവസാനത്തെ നമ്മുടെ എന്താണ്, മെക്കാനിസം ഓഫ് റിയാക്ഷനാണ്. ഐ ഹോപ്പ് യു റിമെമ്പർ ദ ഗ്രാഫ് ആൻഡ് എവറിത്തിങ് അല്ലേ. ഒരു റിയാക്ഷൻ്റെ എനർജറ്റിക് ഗ്രാഫ് ഉണ്ടായിരുന്നു. ഇത് മക്കളെ ഒരു എക്സോതെർമിക് റിയാക്ഷനാണ്. ER EP. This is the threshold energy. This is the activation energy for the forward reaction, and this is the activation energy for the backward reaction. Hope you remember delta H is equal to EAF minus EAB ആണ്. Forward reaction activation energy minus backward reaction activation energy. സക്സസ്ഫുൾ റിയാക്ഷൻ ആവുന്ന മോളിക്യൂൾസിൻ്റെ ഫ്രാക്ഷൻ നമുക്ക് മാക്സ്വെൽ ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് നമുക്ക് എന്തരായിരുന്നു, E⁻EA/RT ആണ്. അവിടെ എനിക്ക് കെയുടെ ഇക്വേഷൻ കിട്ടി. K ഈസ് ഈക്വൽ ടു A ഇൻറ്റു E⁻EA/RT. അറീനിയസ് ഇക്വേഷൻ. അറീനിയസ് ഇക്വേഷൻ്റെ ഗ്രാഫ് പഠിച്ചിരിക്കണം മസ്റ്റായിട്ടും. ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് K. ടെമ്പറേച്ചർ കൂടുമ്പോൾ എക്സോതെർമിക് ആവട്ടെ എൻഡോതെർമിക് ആവട്ടെ ഏത് ടൈപ്പ് റിയാക്ഷൻ ആവട്ടെ റേറ്റ് കോൺസ്റ്റൻറ്റ് കൂടും. റേറ്റ് കോൺസ്റ്റൻറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുമ്പോൾ റേറ്റ് കോൺസ്റ്റൻറ്റ് കൂടും. കോൺസെൻട്രേഷൻ കൂടുമ്പോൾ റേറ്റ് കോൺസ്റ്റൻറ്റ് കൂടില്ല. പ്രഷർ കൂടുമ്പോൾ റേറ്റ് കോൺസ്റ്റൻറ്റ് കൂടില്ല. റേറ്റ് കോൺസ്റ്റൻറ്റ് കൂടണമെങ്കിൽ മാറേണ്ട ഒരു സാധനം എന്താണ്, ടെമ്പറേച്ചറാണ്. നമുക്കതിന് ഒരു സാധനം ഉണ്ടായിരുന്നു അല്ലേ, ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ്. 10 ഡിഗ്രി റൈസിലുണ്ടാവുമ്പോൾ കെയിലുണ്ടാവുന്ന വ്യത്യാസത്തിന് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് എന്ന് വിളിക്കും. യൂഷ്വലി നോർമൽ റിയാക്ഷനിൽ നോർമൽ ടെമ്പറേച്ചറിൽ ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് 2 ആയിരുന്നു. എന്ന് വെച്ചാൽ ഓരോ 10 ഡിഗ്രി ടെമ്പറേച്ചർ കൂടുമ്പോഴും റേറ്റ് 2 ടൈംസ് കൂടും. 10 ഡിഗ്രി കൂടുമ്പോൾ ഇരട്ടിയാവും, 20 ഡിഗ്രി കൂടുമ്പോൾ 4 ഇരട്ടിയാവും, 30 ഡിഗ്രി കൂടുമ്പോൾ 8 ഇരട്ടിയാവും. അങ്ങനെ പോകുന്നു എന്നുള്ള സാധനം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അടുത്ത എന്താണ്, കാറ്റലിസ്റ്റ് ആണ്. കാറ്റലിസ്റ്റ് എന്താ ചെയ്യുന്നത്, കാറ്റലിസ്റ്റ് പുതിയൊരു പാത്ത് ഉണ്ടാക്കുകയാണ്. ഞാനിപ്പോൾ പോസിറ്റീവ് കാറ്റലിസ്റ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ. പുതിയൊരു പാത്ത് ഉണ്ടാക്കുകയാണ്. അത് ഡെൽറ്റ എച്ചോ ഡെൽറ്റ ജിയോ ഡെൽറ്റ എസ്സോ ഒന്നും മാറ്റില്ലേ മക്കളെ. കാറ്റലിസ്റ്റ് ഉള്ളതുകൊണ്ട് എന്താൽപി ചേഞ്ച് മാറുമോ, ഇല്ല. കാറ്റലിസ്റ്റ് കൊണ്ട് ഡെൽറ്റ ജി മാറുമോ, ഇല്ല. ഡെൽറ്റ എസ് മാറുമോ, ഇല്ല. എന്തേ മാറുള്ളൂ, ത്രെഷോൾഡ് എനർജി മാറും. റൈറ്റ്. ആക്ടിവേഷൻ എനർജി മാറും. കറക്റ്റ്. ആക്ടിവേഷൻ എനർജി ഫോർവേഡിൻ്റെയും ബാക്ക്വേർഡിൻ്റെയും കുറയുന്ന അല്ലെങ്കിൽ കൂടുന്ന വാല്യൂ രണ്ടിടത്തും എന്ത് തന്നെയായിരിക്കും, സെയിം ആയിരിക്കും. ശ്രദ്ധ 23 2നും 3നും ഇടയിലായിരിക്കും. EA ഡിക്രീസസ്. അതെ, EA ഡിക്രീസസ്. EA ഡിക്രീസിൻ്റെ ഫോർവേഡിൻ്റെയും ബാക്ക്വേർഡിൻ്റെയും വാല്യൂ എന്തായിരിക്കും, സെയിം ആയിരിക്കും. സാധാരണ ഇതിൽ ഗ്രാഫിനുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. 2 ടെമ്പറേച്ചറിലെ കെകൾ തന്നിട്ട് നിങ്ങളോട് ആക്ടിവേഷൻ എനർജി കാണാൻ പറയും. അപ്പോൾ എനിക്ക് ആക്ടിവേഷൻ എനർജി കാണണമെങ്കിൽ എനിക്ക് വേണ്ട ഡാറ്റ എന്താണ്, 2 വ്യത്യസ്ത ടെമ്പറേച്ചറുകളിലെ റേറ്റ് കോൺസ്റ്റൻറ്റുകൾ തന്നാൽ, സെയിം റിയാക്ഷൻ്റെ 2 വ്യത്യസ്ത ടെമ്പറേച്ചറുകളിലെ റേറ്റ് കോൺസ്റ്റൻറ്റ് തന്നാൽ എനിക്ക് കെ കാണാൻ പറ്റും. അതുപോലെയുള്ള പ്രോബ്ലംസും വരാറുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. നീറ്റ് ഒഡീഷ നീറ്റ് 2019 ചോദ്യമാണ്. ഫോർ ദ റിയാക്ഷൻ ആക്ടിവേഷൻ എനർജി EA is equal to 0 and rate constant
at 200 Kelvin is 1.6 into 10 raised to 6 per second. The rate constant at 400 K will be equal to. E 0 ആണ്. E 0 അങ്ങനെ സാധാരണ വരില്ല, എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തതെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഫോമിൽ എഴുതി വെക്കാം, K is equal to A into E raised to 0 എന്ന് വെച്ചാൽ 0 ആണ്. അപ്പോൾ ഇവിടെ K equal to A ആണ്. അപ്പോൾ E 0 ആണ് എങ്കിൽ ഇതിന് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസി ഉണ്ടാവില്ല. കാരണം E raised to 0 എനിക്ക് അതിൻ്റെ മാക്സിമം വാല്യൂ ആയി. എത്രയാണ്? 1. അപ്പോൾ E 0 ആണ് എങ്കിൽ എന്താണോ റേറ്റ് കോൺസ്റ്റൻറ്റ് അതായിരിക്കും K എന്ന് പറയുന്നത്, ഐ മീൻ A അറീനിയസ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് 200 കെൽവിനിലാണെങ്കിലും 400 കെൽവിനിലാണെങ്കിലും എനിക്ക് അറീനിയസ് കോൺസ്റ്റൻറ്റ് A ഇസ് എ കോൺസ്റ്റൻറ്റ്. അത് നമുക്ക് എന്ത് കേസ് വെച്ച് മാറ്റാൻ പറ്റില്ല. ഒരു പ്രത്യേക റിയാക്ഷൻ്റെ വാല്യൂ ആണ് A. നിങ്ങൾക്ക് A ഒരു കാരണവശാലും മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ A 1.6 into 10 raised to 6 തന്നിട്ടുണ്ട്, പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഏത് കെൽവിനിലും 200 കെൽവിനിലോ 400 കെൽവിനിലോ എവിടെയാണെങ്കിലും Kയുടെ വാല്യൂ എന്ത് തന്നെയായിരിക്കും? സെയിം തന്നെയായിരിക്കും. ഇനി ഇവിടെ വേറൊരു ചോദ്യം സാധാരണഗതിയിൽ വരാറുള്ളത് ടെമ്പറേച്ചർ ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ K എന്തിലേക്ക് ടെൻഡ് ചെയ്യും? എയിലേക്ക് ടെൻഡ് ചെയ്യും. Kൻ്റെ ഗ്രാഫ് അങ്ങനെയായിരുന്നു, K വേഴ്സസ് ടെമ്പറേച്ചർ. ഇങ്ങനെയാണ് ഗ്രാഫ്. ടെമ്പറേച്ചർ ഇൻഫിനിറ്റിയിലേക്ക് ആവുന്ന നേരത്ത് ഈ ഗ്രാഫ് എന്തിലേക്ക് ടെൻഡ് ചെയ്യുന്നുണ്ട്? എയിലേക്ക് ടെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം മക്കളെ ഓർത്ത് വെച്ചോളുക. റെഡി? യെസ്. സോ ഈ ക്വസ്റ്റ്യൻ എളുപ്പമുള്ളതാണ്. ഉത്തരം കിട്ടും 1.6 into 10 raised to 6 എന്നുള്ളത് കിട്ടും. The addition of catalyst during a chemical reaction alters which of the following quantity? Entropy മാറ്റില്ല, enthalpy മാറ്റില്ല, internal energy മാറ്റില്ല, എന്തേ മാറ്റുള്ളൂ? ആക്ടിവേഷൻ എനർജിയെ മാറ്റുള്ളൂ. നീറ്റ് 1 2016 ആദ്യമായിട്ട് നീറ്റ് നിർബന്ധമാക്കിയ phase 1 and phase 2 നടത്തിയ കൊല്ലം. ഈശ്വര. അടുത്ത ചോദ്യം. The activation energy of a reaction can be determined from the slope of which of the graph? ആക്ടിവേഷൻ എനർജി കാണാനല്ല, നമ്മുടെ ഗ്രാഫ് ഉണ്ട് log K വേഴ്സസ് 1/T. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതാ ഗ്രാഫ് 3 എണ്ണം പഠിക്കാൻ ഞാനിവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഞാൻ ഇവിടെ വരച്ചിട്ടില്ല എന്നേ ഉള്ളൂ. log K വേഴ്സസ് 1/T, I will get a graph like this and the slope is minus EA/R. ഒന്നുമില്ലെങ്കിൽ log K വേഴ്സസ് 1/T ഗ്രാഫിൽ നിന്ന് നമുക്ക് എന്ത് കാണാൻ പറ്റും? EA കാണാൻ പറ്റും. അല്ലെങ്കിൽ ln K വേഴ്സസ് 1/T ഗ്രാഫിൽ നിന്നും നമുക്ക് എന്ത് കാണാൻ പറ്റും? EA കാണാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ln K വേഴ്സസ് 1/T ഗ്രാഫിൽ നിന്ന് നമുക്ക് എന്ത് കാണാൻ പറ്റും? സ്ലോപ്പിൽ നിന്നും നമുക്ക് എന്ത് കാണാൻ പറ്റും? EA കാണാൻ പറ്റും. ക്രിയേറ്റർ 18. ഗ്രേറ്റ്, യുവർ ആൻസർ ഈസ് റൈറ്റ്. കഴിഞ്ഞ ചോദ്യത്തിനുള്ള ശരിയാണ്, ഈ ചോദ്യത്തിനുള്ള ശരിയാണ്. ബാക്കിയുള്ളവരൊക്കെ വേഗം ആൻസർ വരട്ടെ. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആക്ടിവേഷൻ എനർജി കാണാനുള്ള ചോദ്യം വരും. ഇതാ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രോബ്ലം ചെയ്യാനുള്ളതാണ്. എല്ലാവരും ഒന്ന് ചെയ്തേ. ഇതെടുത്ത് പോയി, ക്വസ്റ്റ്യൻ മാർക്ക് പോയി. സോറി. ഇതാ ക്വസ്റ്റ്യൻ വരുന്നു. What is the activation energy for a reaction if its rates double when the temperature is raised from 20 degrees Celsius to 35 degrees Celsius? 25 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും 35 ഡിഗ്രി സെൽഷ്യസിലേക്ക് റേറ്റ് മാറുമ്പോൾ റേറ്റ് ഡബിൾ ആയിട്ടുണ്ടെങ്കിൽ വാട്ട് ഈസ് ദി ആക്ടിവേഷൻ എനർജി? ഹൂ ഈസ് ഗോയിങ് ടു ആൻസർ ദീസ്? വേഗം. 2 ടിപ്പ് കൂടി ഇപ്പോൾ പറഞ്ഞുതരേ. എനിക്കൊരു പ്രശ്നമാണ്, എനിക്ക് മൾട്ടിപ്ലൈ ചെയ്യാനും ഡിവൈഡ് ചെയ്യാനൊക്കെ ഭയങ്കര വിഷമമുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഒരു സാധനം ഞാൻ എന്ത് ചെയ്യില്ല, പേപ്പറിൽ മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്യില്ല. ഒക്കെ മനസ്സിലാണ്, ഞാൻ അങ്ങനെ ചെയ്യുള്ളൂ. ഐ ഓൾവേസ് പ്രിഫർ അപ്രോക്സിമേഷൻ ടെക്നിക്. ഒരുപാട് സമയം ലാഭിക്കാം. എന്നാൽ നോക്കട്ടെ ഇതിന് ആൻസർ പറയുന്നത് ആരാന്ന്. വേഗം. എ ആണോ സർ? ഐ ഡോണ്ട് നോ മാൻ, ഐ ഹാവ് ടു ഡു. ആയിരിക്കാനാണ് സാധ്യത. നമുക്ക് ചെയ്തു നോക്കാം. ഉമർ, യെസ്, വരട്ടെ. ഞാൻ ഇന്ന് ചെയ്തു നോക്കാം. നമുക്ക് എന്ത് പറയാം? റേറ്റ് ഡബിൾസ്, K ഡബിൾ ആവുന്നു. അപ്പോൾ ഞാൻ എഴുതുകയാണ് log 2 ഈസ് ഈക്വൽ ടു EA ഡിവൈഡഡ് ബൈ 2.303 R. മക്കളെ, ഉടായ്പ് നമ്പർ 1, കള്ളക്കളി.
2.303 R, ആറിൻ്റെ വാല്യൂ 8.314 ആണെങ്കിൽ 2.303 ആറിന് പകരം നിങ്ങൾക്ക് 20 എന്ന് എഴുതാം. എക്സാക്ട്ലി 20 അല്ല, 20നേക്കാൾ കുറവാണ്, 19.32 ഒക്കെയാണ്. പക്ഷേ പ്രോബ്ലം ചെയ്യുന്ന എളുപ്പത്തിന് നിങ്ങൾക്ക് എന്ത് എഴുതാം, 20 എന്ന് എഴുതാം കേട്ടോ. Into 1/T1 minus 1/T2, you have to write 293 minus 1/308. അതിൽ സംശയമൊന്നുമില്ല. So what I will get, log 2 is equal to EA divided by പടച്ചോനെ ഞാൻ എന്തെഴുതി 20 എന്ന് എഴുതിയേ, ശ്രദ്ധിച്ചോളണം. 20 എന്ന് എഴുതി. നെക്സ്റ്റ് ഈസ് ഈക്വൽ ടു 1/293 ഡിവൈഡഡ് ബൈ 1/308. എനിക്ക് എന്ത് എഴുതാം, 308 minus 293. Just 1 second. ഹലോ ഹലോ ക്ലാസ്സിലാണ്, ലൈവാ. 308 minus 293 divided by, ബേസിക്കലി ഇവിടെ വേണ്ടത് 308 into 293 ആണ്. ഇതാണ് വേണ്ടത്. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യില്ല. ഞാൻ നോക്കുമ്പോൾ 308 300നേക്കാൾ 8 കൂടുതൽ, 293 300നേക്കാൾ 7 കുറവ്. അപ്പം ഞാനൊരു കള്ളക്കളി എഴുതിയിട്ട് അതിനെ 300 into 300 എന്ന് എഴുതിയേക്കും. രണ്ടെണ്ണം ഗുണിക്കുമ്പോൾ ഒന്ന് കുറച്ച് കൂടിയതും ഒന്ന് കുറച്ച് കുറഞ്ഞതുമാണെങ്കിൽ അത് രണ്ടും ഞാൻ എന്ത് ചെയ്യും, ന്യൂട്രലൈസ് ചെയ്യും. എക്സാക്ട് വാല്യൂ ഒന്നും കിട്ടില്ല. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും, 0.3 ഈസ് ഈക്വൽ ടു EA ഡിവൈഡഡ് ബൈ 20. ഇതിൻ്റെ ഡിഫറൻസ് 15 ആണ്, ഡിവൈഡഡ് ബൈ 300 into 300 എന്ന് എഴുതി. ഇവിടെ വെട്ടിപ്പോയി എത്ര ടൈംസ് കിട്ടി, 20 ടൈംസ് കിട്ടി. EA ഈസ് ഈക്വൽ ടു 0.3 into 20 into 20 into എത്ര, 300. ദിസ് വിൽ ബി ദ ആൻസർ. ഈ ആൻസർ ജൂളിലായിരിക്കും. കിലോ ജൂളിലേക്ക് ആക്കണമെങ്കിൽ എനിക്ക് എന്ത് വേണം, 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എനിക്ക് ചെയ്താൽ 6 into 20 into 300 ഡിവൈഡഡ് ബൈ 1000 കിലോ ജൂൾ എന്നായിരിക്കും. 3 0 വെട്ടിക്കളഞ്ഞു. 6 into 6 ഏകദേശം നമ്മുടെ ആൻസർ എത്രേൻ്റെ അടുത്തായിരിക്കും, 36 കിലോ ജൂളിൻ്റെ അടുത്തായിരിക്കും. 36 കിലോ ജൂളിൻ്റെ അടുത്ത് ഒറ്റ ആൻസറേ ഉള്ളൂ, ഓപ്ഷൻ എ ആണ്. ആൻഡ് അനശ്വര, ഉമ്മർ, ക്രിയേറ്റർ ഒക്കെ പറഞ്ഞ ആൻസർ ശരിയാണ്. ഞാനിതിങ്ങനെ നിങ്ങൾക്ക് ഇത്ര സമയം എടുത്ത് ചെയ്ത് കാണിച്ചു തന്നത് ഞാനിതിൽ 1-2 അപ്രോക്സിമേഷൻ എടുത്തുകൊണ്ടാണ്. ഒന്ന് 2.303 R, 8.314 ആണെങ്കിൽ R നിങ്ങൾക്ക് എത്ര വാല്യൂ എടുക്കാം, യു ക്യാൻ ടേക്ക് 20 അല്ല 20 താഴെയാണ്, എന്നാൽ നമുക്ക് എന്തെടുക്കാം, 20 എടുക്കാം. രണ്ടാമത്തെ കളത്രം ഞാൻ ചെയ്തത് 308 into 293, ഐ ജസ്റ്റ് റോട്ട് 300 into 300. അതെങ്ങനെ എഴുതി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിരിക്കട്ടെ, മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കട്ടെ. സോ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫോർ ദിസ് ചാപ്റ്റർ, ഇൻ എ സീറോ റിയാക്ഷൻ for every 10 degree rise of temperature the rate is doubled. If the temperature is increased from 10 degrees Celsius to 100 degrees Celsius, the rate of reaction will become 10 ഡിഗ്രിയിൽ നിന്ന് 100 ഡിഗ്രി ആയി എന്ന് വെച്ചാൽ 90 ഡിഗ്രി സെൽഷ്യസ് ചൂട് കൂടി. ഓരോ 10 ഡിഗ്രിക്കും 2 ടൈംസ് ആവും അല്ലേ, ഓരോ 10 ഡിഗ്രിക്കും 2 ടൈംസ് ആവും. അപ്പോൾ 90 ഡിഗ്രിക്ക് എത്ര ടൈംസ് ആവും, 2⁹ ടൈംസ്. 2⁹ ടൈംസ് ഈസ് എത്രയാണ്, 512. ആമസാക്കിർ ഇല്ലാതെ ഈ 293 into 308 ഒക്കെ പൊന്നു മോനെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്താൽ തെറ്റിക്കുന്നുള്ള കാര്യം എൻ്റെ ക്ലാസ്സിലിരിക്കുന്ന എല്ലാവർക്കും അറിയാം. ഞാൻ ഈ പേപ്പറിൽ എഴുതി കൂട്ടാനും ഗുണിക്കാനൊക്കെ ഭയങ്കര പ്രോബ്ലം ഉള്ള ഒരാളാണ്. ഐ ഓൾവേസ് പ്രിഫർ അപ്രോക്സിമേഷൻ മെത്തേഡ്. ഞാൻ ഒരിക്കലും പേപ്പറിൽ കടലാസിൽ ഗുണിക്കുകയോ ഹരിക്കുകയോ ചെയ്യുന്ന ഒരാളല്ല, ഒക്കെ അപ്രോക്സിമേഷൻ മെത്തേഡിലേ പോകുള്ളൂ. യെസ്, 512 കറക്റ്റ്. ഒരുപാട് ആൾക്കാർ ഉത്തരം പറയാനുണ്ട്. സൂപ്പർ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ചാപ്റ്റർ കെമിക്കൽ കൈനറ്റിക്സ്. കെമിക്കൽ കൈനറ്റിക്സിലെ കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി നമുക്ക് എന്തിലോട്ട് പോവാം, സർഫസ് കെമിസ്ട്രിയിലോട്ട് പോവാം. കെമിക്കൽ കൈനറ്റിക്സ് പോലെ ഒരുപാട് തിയറി ഒന്നും പറയേണ്ട പാഠമല്ല ഏത്, സർഫസ് കെമിസ്ട്രി. ഭയങ്കര സിമ്പിൾ പാഠമാണ് സർഫസ് കെമിസ്ട്രി. മെറ്റലർജി ഞാൻ നിങ്ങൾക്ക് ഒരു ടിപ്പ് തരാം. NCERT ടെക്സ്റ്റ് ബുക്ക് അല്ലാതെ ഒരു സാധനം വായിക്കരുത്, അറ്റ്ലീസ്റ്റ് ഇൻ മെറ്റലർജി. NCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ പുറത്തേക്ക് ഇനോർഗാനിക് കെമിസ്ട്രിയിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് ബുക്ക് ഗൈഡുകളിലൊക്കെ ഒരുപാട് എക്സ്ട്രാ പോയിന്റ് ഉണ്ടാകും. ഇനി ഇതൊക്കെ ഇട്ട് വരുമോ ഇല്ലതാനും. നമുക്ക് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ 2007 ശേഷമുള്ള നീറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒക്കെ ഭയങ്കര എളുപ്പമുള്ളതാണ്. അപ്പോൾ സർഫസ് കെമിസ്ട്രിയും ഞാൻ ഒരുപാട് തിയറി പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ബോറടിപ്പിക്കുന്നില്ല, സമയം കളയേണ്ട കാര്യമില്ല തിയറി പറഞ്ഞിട്ട്. ഓരോ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട തിയറികളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് പോവാം. സെറ്റല്ലേ? സോ 11:50 ഞാൻ ആ പറഞ്ഞ കറക്റ്റ് 20 മിനിറ്റ് എക്സ്ട്രാ ആണ് കൈനറ്റിക്സ് ഞാൻ എടുക്കുന്നത് പറഞ്ഞത്. 11:50 നമ്മൾ എക്സാക്ട്ലി എന്ത് തുടങ്ങുകയാണ്, കൈനറ്റിക്സ് തുടങ്ങുകയാണ്. അപ്പോൾ
ചിലരൊക്കെ ഇതിൽ ടാഗ് ചെയ്ത് വെക്കാറുണ്ട് ഇത്ര മിനിറ്റ് തൊട്ട് നമുക്ക് ഇത് തുടങ്ങിയിട്ട് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ ക്ലാസ് തുടങ്ങി 1 മണിക്കൂർ 20 മിനിറ്റ്, ഓൾമോസ്റ്റ് 1 മണിക്കൂർ 18 മിനിറ്റ് 16 മിനിറ്റോ എത്രയാണ് എക്സാക്ട്ലി എനിക്ക് ഓർമ്മയില്ല. അവിടെ കൈനറ്റിക്സ് കഴിഞ്ഞു. അടുത്ത നമ്മൾ എന്ത് തുടങ്ങാൻ പോവാണ്? സർഫസ് കെമിസ്ട്രി ചാപ്റ്റർ നമ്പർ 5. കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ സർഫസ് കെമിസ്ട്രിയിൽ നിന്ന് സാധാരണ വരാറുള്ളൂ. 45 ചോദ്യമല്ലേ കെമിസ്ട്രിയിൽ, അല്ലേ? ഇപ്പോൾ 50 ചോദ്യമല്ലേ കെമിസ്ട്രിയിൽ. അപ്പോൾ അത് തന്നെ ഇക്കൊല്ലം ഭയങ്കര കൺഫ്യൂസിങ് ആണ് അല്ലേ? ഡിലീറ്റഡ് പോർഷനിലുള്ള ചാപ്റ്റേഴ്സ് ചോയ്സുകൾക്ക് വിധേയമാവും, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോയ്സുകൾക്ക് വിധേയമാവും. ഫ്രണ്ട്ലിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമോ? ആക്കാണ്ട്, നോ ഡൗട്ട്, അതിപ്പോൾ ആക്കാം. റെഡി. ഫ്രണ്ട്ലിച്ചും പറയാം, ലാഗ്മയറും പറയാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ എന്താ പറഞ്ഞു വന്നത്? അപ്പോൾ സർഫസ് കെമിസ്ട്രി എന്നുള്ളത് ഡിലീറ്റഡ് പോർഷനാണ്. CBSEൻ്റെ സിലബസ് പ്രകാരം, നീറ്റിൻ്റെ സിലബസ് അല്ലേ, +2 CBSEൻ്റെ സിലബസ് പ്രകാരം ഡിലീറ്റഡ് പോർഷൻസ് ആണ്. അങ്ങനെയുള്ള ഡിലീറ്റഡ് പോർഷൻസുള്ള ചോദ്യങ്ങൾക്ക് ചോയ്സുകൾ ഉണ്ടാവും എന്നാണ് അവസാനം കിട്ടിയ റിപ്പോർട്ടുകൾ, പുതിയ വ്ളോഗുകൾ വായിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം അങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ ചോയ്സുകളുള്ള നീറ്റിൻ്റെ പാറ്റേണിൽ 50 ചോദ്യം 45 ചോദ്യം എന്നുള്ളതാണ് ഇപ്പോഴുള്ള പാറ്റേൺ. അപ്പോൾ B സെക്ഷനിലാണ് സർഫസ് കെമിസ്ട്രിക്ക് വരാൻ സാധ്യത എന്നുള്ളതാണ്. പക്ഷെ അത് കൃത്യമായിട്ടുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല, ആധികാരികമായ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. നമുക്ക് എന്തായാലും പുതിയ അപ്ഡേറ്റ്സിന് വേണ്ടി കാത്തിരിക്കാം. ബട്ട് സ്റ്റിൽ വി ഹാവ് ടു സ്റ്റഡി ദിസ് ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് പോവാം. ഫ്രണ്ട്ലിച്ച് അഡ്സോർപ്ഷൻ ഐസോതേം ആണ് ആദ്യത്തെ ചോദ്യം. നമ്മുടെ അഹമ്മദ് സാക്കിർ അത് തന്നെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, അതൊന്ന് പറഞ്ഞു തരുമോ എന്നുള്ളത്. എടാ മക്കളെ, അഡ്സോർപ്ഷൻ്റെ ഫിസിക്കൽ അഡ്സോർപ്ഷൻ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ട്. ഫിസിക്കൽ അഡ്സോർപ്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ടെമ്പറേച്ചർ. ഇല്ലേ, ഞാൻ അഡ്സോർപ്ഷൻ്റെ എല്ലാ ഫാക്ടറും അങ്ങ് പറഞ്ഞേക്കാം ഈ ഐസോതേമിൻ്റെ കൂടെ തന്നെ. ടെമ്പറേച്ചർ കൂടുമ്പോൾ അഡ്സോർപ്ഷൻ്റെ എക്സ്റ്റെൻറ്റ് എന്താവുന്നു? കുറയുന്നു ഫിസിക്കൽ അഡ്സോർപ്ഷനിൽ. ടെക്സ്റ്റ് ബുക്കിൽ ഒരു തെറ്റ് പറഞ്ഞുതരാം. ടെക്സ്റ്റ് ബുക്കിൽ കെമീസ് ഓപ്ഷന് ടെമ്പറേച്ചർ കൂടുമ്പോൾ എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ ഇൻക്രീസസ് എന്നേ പുതിയ ടെക്സ്റ്റ് ബുക്കുകളിൽ പറയുന്നുള്ളൂ. പക്ഷേ അതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ ഫസ്റ്റ് ഇൻക്രീസസ് ദെൻ ഡിക്രീസസ് എന്നാണ്. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ കുറയുന്നു. ആൻഡ് ദ റീസൺ ഫോർ ദാറ്റ്, എൻതാൽപ്പി ചേഞ്ച് നെഗറ്റീവാണ് അഡ്സോർപ്ഷനിൽ. എൻതാൽപ്പി ചേഞ്ച് എന്തുകൊണ്ട് നെഗറ്റീവ് ആവുന്നു എന്നുള്ളതിലും നമുക്ക് കാര്യങ്ങൾ പറയുന്നുണ്ട്. എൻതാൽപ്പി ചേഞ്ച് നെഗറ്റീവ് ആവാനുള്ള കാരണം ΔGയും ΔSും നെഗറ്റീവാണ്. അതുകൊണ്ട് തന്നെ ΔHും നെഗറ്റീവാണ് എന്നുള്ളതാണ് അതിൻ്റെ മാത്തമെറ്റിക്കൽ എക്സ്പ്ലനേഷൻ. അതിൻ്റെ തിയറിറ്റിക്കൽ എക്സ്പ്ലനേഷനും ടെക്സ്റ്റ് ബുക്ക് പറഞ്ഞിട്ടുണ്ട്. അഡ്സോർപ്ഷൻ നടക്കുമ്പോൾ ഈ പറയുന്ന അൺബാലൻസ്ഡ് ഫോഴ്സ് കൊണ്ട് നമ്മൾ ഒരാൾ അഡ്സോർബ് ചെയ്യുന്നു, അതുകൊണ്ട് സർഫസ് എനർജി എന്ത് ചെയ്യുന്നു? കുറയുന്നു. ദാറ്റ് ഡിക്രീസ് ഇൻ സർഫസ് എനർജിയാണ് ΔH പുറത്തേക്ക്, അല്ലെ എൻതാൽപ്പി എനർജി ചേഞ്ച് പുറത്തേക്കായി വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമ്മുടെ പോയിന്റ് ഇതാണ്, ടെമ്പറേച്ചർ കൂടുമ്പോൾ എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ എന്ത് ചെയ്യുന്നു? കുറയുന്നു. 2 നേച്ചർ ഓഫ് ഗ്യാസ് ആയിരുന്നു. ആർക്കാണോ ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലുള്ളത്, ആർക്കാണോ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ കൂടുതലുള്ളത്, ആർക്കാണോ ഈസ് ഓഫ് ലിക്വിഫാക്ഷൻ കൂടുതലുള്ളത്, അവൻ എന്ത് ചെയ്യുന്നു? കൂടുതൽ അഡ്സോർബ്ഡ് ആവുന്നുള്ളതാണ്. 3 സർഫസ് ഏരിയ കൂടുമ്പോൾ എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ കൂടുന്നു എന്നാണ്. 4ാമത്താണ് പ്രഷർ കൂടുമ്പോൾ എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ X/m ഇൻക്രീസ് ചെയ്യുന്നു വിത്ത് പ്രഷർ. പക്ഷെ അതൊരു യൂണിഫോം മാനറിലല്ല. അപ്പോൾ അതിന് ഇങ്ങനൊരു ഗ്രാഫ് വരച്ചു, ലാഗ്മയർ X/m വേഴ്സസ് P വരച്ചപ്പോൾ ഇങ്ങനൊരു ഗ്രാഫാണ് കിട്ടിയത്. അതിൻ്റെ ആദ്യ പോർഷനിൽ X/m ഈസ് പ്രപ്പോർഷണൽ ടു P ആണ്. അത് ഹൈ പ്രഷറിൽ X/m ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പ്രഷറാണ്. അപ്പോൾ ഇതിനെ രണ്ടിനെയും ആക്കിയിട്ട് ആളൊരു ഇക്വേഷൻ ഉണ്ടാക്കി, X/m ഈസ് ഈക്വൽ ടു K ഇൻറ്റു P⁻1/n. ഈ 1/n എവിടെ നിന്ന് തൊട്ട് എവിടെ വരെ മാറും? എടാ, ആദ്യത്തെ പോർഷനിൽ P⁻1 അല്ലേ, അവസാനത്തെ പോർഷനിൽ P⁻0 അല്ലേ. സോ ഐ ക്യാൻ സേ ദ വാല്യൂ ഓഫ് 1/n ചേഞ്ചസ് ഫ്രം 1 to 0. The value of 1/n changes from 1 to 0. 1/n വാല്യൂ 1ൻ്റെയും 0ൻ്റെയും ഇടയിലായിരിക്കും. അതിന് n-ൻ്റെ വാല്യൂ എവിടെ തൊട്ട് എവിടെ വരെ മാറണം? ദ വാല്യൂ ഓഫ് n ഷുഡ് ചേഞ്ച് ഫ്രം 1 to infinity. വാല്യൂ ഓഫ് n ഷുഡ് ചേഞ്ച് ഫ്രം 1 to infinity. ഇതാണ് ഫ്രണ്ട്ലിച്ച് ഐസോതേം എന്ന് പറയുന്നത്. ഇനി ഈ 1/nൻ്റെയും Kയുടെയും വാല്യൂ കിട്ടാൻ വേണ്ടി ഇതിൻ്റെ ലോഗ് എടുത്തു. ലോഗ് എടുത്താൽ എനിക്ക് എന്താ കിട്ടുക? log X/m ഈസ് ഈക്വൽ ടു log K പ്ലസ് 1/n log P. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് വരച്ചാൽ log X/m വേഴ്സസ് log P ഗ്രാഫ് എടുത്താൽ ഐ വിൽ ഗെറ്റ് എ സ്ട്രേറ്റ് ലൈൻ. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും? 1/n. y ഇൻ്റർസെപ്റ്റ് എന്തായിരിക്കും? log K ആയിരിക്കും. ഇതാണ് ഫ്രണ്ട്ലിച്ച് ഐസോതേമുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അഹമ്മദ് സാക്കിർ ഒന്ന് നോക്കണ്ട മോനെ, ആ ഗ്രാഫ് പഠിക്കുക. ഈ പറഞ്ഞ പോയിന്റ്
ലോ പ്രഷറിൽ എക്സ് ബൈ എം ഈസ് പ്രൊപ്പോർഷണൽ ടു പി ആണ്. ഹൈ പ്രഷറിൽ എക്സ് ബൈ എം ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പ്രഷർ ആണ്. ഓവറോൾ എക്സ് ബൈ എം ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു പി റേസ് ടു 1/n ആണ്. 1/n-ൻ്റെ വാല്യൂ എവിടെ തൊട്ട് എവിടെ വരെ മാറും മക്കളെ? 1 മുതൽ 0 വരെ. അല്ലെങ്കിൽ n-ൻ്റെ വാല്യൂ എവിടെ തൊട്ട് എവിടെ വരെ മാറും? 1 തൊട്ട് ഇൻഫിനിറ്റി വരെ. അപ്പോൾ ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ കറക്റ്റ് ഓപ്ഷൻ റെപ്രസെൻറ്റിംഗ് എ ഫ്രണ്ട്ലി ചാർജ് അഡ്സോർപ്ഷൻ ഐസോതെർം ഈസ്, ഇതല്ലേ? ഒരു ഡൗട്ട്. -0.5 വരൂല, 2.5 വരൂല, -1 വരൂല. ദ വാല്യൂ ഓഫ് 1/n ഷുഡ് ബിറ്റ്വീൻ എവിടുന്ന് ഇടയ്ക്കായിരിക്കണം? ഇറ്റ് ഷുഡ് ബി ബിറ്റ്വീൻ 1 and 0. റൈറ്റ്? ഓപ്ഷൻ എ ക്രിയേറ്റർ വെഞ്ചൻസ് ഒക്കെ ശരിയാക്കിയിട്ടുണ്ട്. ക്രിയേറ്റർ ആദ്യം തെറ്റുത്തരം ഞാൻ കണ്ടായിരുന്നു, അത് പറ്റൂലുള്ള മക്കളെ. 1/n-ൻ്റെ വാല്യൂ എന്തിൻ്റെ ഇടയിലാണ്? 1-ൻ്റെയും 0-ൻ്റെ ഇടയിലാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വേഗം പറഞ്ഞേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, which of the following characters is associated with adsorption? ഓൾറെഡി പറഞ്ഞു. ഡെൽറ്റ ജി, ഡെൽറ്റ എച്ച്, ഡെൽറ്റ എസ് എല്ലാം എന്താണ്? ഓൾ ആർ നെഗറ്റീവ്. ഓൾ ആർ നെഗറ്റീവ്. യെസ്, അനശ്വര ശത ഉത്തരം പറഞ്ഞു ഡി. നമ്മളിപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ, നീറ്റ് 2016 phase 1-ലായിരുന്നെങ്കിൽ നമുക്ക് ഇന്ന് ഉത്തരം കിട്ടിയേനെ. തേർഡ് ക്വസ്റ്റ്യൻ, ദ വാല്യൂ ഓഫ് 1/n ബിറ്റ്വീൻ 0 and 1 in all cases. വെരി സിമ്പിൾ. അതാണ് സർഫസ് കെമിസ്ട്രി, ഭയങ്കര എളുപ്പമാണ്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. മൂവിങ് ടു ദി ഫോർത്ത് ക്വസ്റ്റ്യൻ. If x is the amount of, yes, right, great. Fourth question, നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് എല്ലാവരും. If x is the amount of adsorbate and m is the amount of adsorbent, which of the following relation is not related to the adsorption process? ആദ്യത്തരം പറയും. എക്സ് ബൈ എം ഈസ് എ ഫങ്ഷൻ ഓഫ് പ്രഷർ എന്നാണ് ഫസ്റ്റ് ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? എക്സ് ബൈ എം ഈസ് എ ഫങ്ഷൻ ഓഫ് പ്രഷർ. ഫ്രണ്ട്ലി ഐസോതെർമിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ശരിയാണ്. എക്സ് ബൈ എം ഈസ് എ ഫങ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ഓൾസോ. പ്രഷർ ഈസ് എ ഫങ്ഷൻ ഓഫ് ടെമ്പറേച്ചർ, റൈറ്റ്? ഇവിടെ നാലാമത്തെ ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത് എക്സ് ബൈ എം ഈസ് ഈക്വൽ ടു പി ഇൻറ്റു ടി എന്നാണ്. എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ, യെസ് വെഞ്ചൻസ്, ഇത് ഞാൻ ഒന്നുമില്ല, ഇത് നീറ്റിന് ഈ പാഠത്തിൽ ചോദിച്ച ചോദ്യങ്ങൾ മാത്രമാണടാ മക്കളെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ഞാൻ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് ആയിട്ട് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ഒന്നും അല്ല എടുത്തു വെച്ചിരിക്കുന്നത്. സോ ഇതാണ് അതിൻ്റെ റേഞ്ച്. അപ്പോൾ എക്സ് ബൈ എം ഈസ് പ്രപ്പോർഷണൽ ടു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് തെറ്റാണ്. എക്സ് ബൈ എം ടെമ്പറേച്ചറിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലാണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ എക്സ് ബൈ എം എന്ത് ചെയ്യുന്നു? കുറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഓപ്ഷൻ എന്താണ്? തെറ്റാണ്. സിമ്പിൾ. 2007 ഇതിലൊരു പ്രശ്നമുണ്ട്. 2007 പ്രശ്നം, 2007 ശേഷമാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് മാറിയത്. 2008 നീറ്റ്, 2009 നീറ്റ് തൊട്ടൊക്കെയാണ് പുതിയ ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യങ്ങൾ നമുക്ക് വന്നു തുടങ്ങിയത്. അപ്പോൾ അതിൽ ഉള്ള ഒരു സാധനമായിരുന്നു കെമീസ് ഓപ്ഷൻ്റെ അഡ്സോർപ്ഷൻ ഐസോതെർം. അതിന് നമ്മൾ വിളിക്കുന്ന പേര് ലാങ്മോയർ ഐസോതെർം എന്നാണ്. നിങ്ങൾ എഴുതിയൊന്നും എടുക്കരുതേ മക്കളെ, കൊന്നാലും. അതിൻ്റെ ഫോമിൽ ഇതാണ്: എക്സ് ബൈ എം ഈസ് ഈക്വൽ ടു എ പി ഡിവൈഡഡ് ബൈ 1 + ബി പി എന്നൊക്കെയാണ്. അതിൽ പറയുന്നത് 1/x/m വേഴ്സസ് 1/p ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. അവിടുന്ന് എയും ബിയും ഒക്കെ കാണാൻ പറ്റും. ഇനി ഇത് കെമീസ് ഓപ്ഷനിലായതുകൊണ്ട് തന്നെ മോണോ ലെയർ, ഒറ്റ ലെയറിൽ മാത്രമേ അഡ്സോർപ്ഷൻ നടക്കുന്നുള്ളൂ എന്നുള്ളത് വെച്ചിട്ടാണ് ലാങ്മോയർ ഐസോതെർം നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്തോ ആട്ടെ, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ നമ്മുടെ സിലബസിന് പുറത്തുള്ള ഒരു സാധനവും നിങ്ങൾ എന്ത് ചെയ്യരുത്, പഠിക്കരുത്. വരില്ല. അങ്ങനെ ഔട്ട് വരിക എന്നൊക്കെ പറയുന്നത് ഓക്കെ, ബയോളജിയിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ അരികിലൂടെയൊക്കെയുള്ള ചോദ്യം വരും. കെമിസ്ട്രിയിലോ ഫിസിക്സിലോ ഒന്നും അങ്ങനെ പുറത്തുള്ള നിങ്ങൾ പഠിക്കാത്ത കൺസെപ്റ്റുകളിൽ ചോദ്യം വരില്ല. വേണമെങ്കിൽ ഉള്ള കൺസെപ്റ്റിനെ ഒന്ന് ടഫാക്കി ചോദിക്കാമെന്നല്ലാണ്ട്. അപ്പോൾ ലാങ്മോയർ ഐസോതെർം എന്നുള്ള ചോദ്യം നമ്മൾ നോക്കണ്ട. എന്തായാലും ഞാൻ അതിൻ്റെ ഉത്തരം പറഞ്ഞുതരാം. ചോദ്യം ഇതാണ്: ദ ലാങ്മോയർ അഡ്സോർപ്ഷൻ ഐസോതെർം ഈസ് ഡെഡ്യൂസ്ഡ് യൂസിങ് ദ അസംപ്ഷൻ ദ അഡ്സോർപ്ഷൻ സൈറ്റ്സ് ആർ equivalent in
their ability to absorb particles. The heat of adsorption varies with coverage തെറ്റ്. The adsorption molecule interact with each other തെറ്റ്. The adsorption take place multi-layer തെറ്റ്. എന്താണ് അതിൻ്റെ അകത്തുള്ള ഒരു അസംഷൻ? എല്ലാ അഡ്സോർപ്ഷൻ സൈറ്റുകളും എന്താണ് ഈക്വലൻ്റ് ആണ്, അതേപോലെ മോണോ ലെയർ മാത്രമേ ഉള്ളൂ എന്നൊക്കെയാണ് ഇതിൻ്റെ അസംഷനും കൺസെപ്ഷനൊക്കെ കൺസെപ്റ്റൊക്കെ എടുത്തേക്കുന്നത്. ബട്ട് യു ഡോണ്ട് റിക്വയർ ദാറ്റ്. ചോദ്യം വന്നു, ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത്. ഫ്രണ്ടിലിച്ച് ഗ്യാഷസ് ആൻഡ് സൊല്യൂഷൻ വേറെ അല്ലേ സർ? ആടാ മക്കളെ, പ്രഷറിൽ ഗ്യാസിന് പ്രഷറാണ് പറയാം, സൊല്യൂഷൻ ആകുമ്പോൾ പ്രഷർ ഇക്വലൻ്റ് തന്നെയാണ് കോൺസെൻട്രേഷൻ. അപ്പോൾ ഇതേ സാധനം എനിക്ക് എന്ത് ചെയ്താൽ മതി? X/m=K/C⁻1/n. ഇവിടെ പ്രഷർ കൂടുമ്പോഴാണ് എക്സ്റ്റൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ കൂടുന്നതെങ്കിൽ സൊല്യൂഷനിൽ കോൺസെൻട്രേഷൻ കൂടുമ്പോഴാണ് എന്ത് കൂടുക? എക്സ്റ്റൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ കൂടുക. സിമ്പിൾ കൺസെപ്റ്റ്. പ്രഷറും കോൺസെൻട്രേഷനും അനലോഗസ് ടു ഈച്ച് അതറാണ്. ഓക്കെ, അതുകൊണ്ടല്ലേ ഈവൻ നമ്മൾ നേരത്തെ കൈനറ്റിക്സിൽ റേറ്റിൻ്റെ യൂണിറ്റ് നോക്കുമ്പോൾ ഒന്ന് കോൺസെൻട്രേഷനിലെ യൂണിറ്റാണ് mol/L/s. രണ്ടാമത് ഞാൻ പറഞ്ഞത് പ്രഷറിൻ്റെ യൂണിറ്റാണ് atm/s. എപ്പോഴും കോൺസെൻട്രേഷനും പ്രഷറും അനലോഗസ് ടു ഈച്ച് അതറാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുന്നതിൽ തെറ്റില്ല. മൂവിങ് ടു ദി 6th ക്വസ്റ്റ്യൻ. ദീസ് ഓൾ ആർ വെരി സിമ്പിൾ. 2006-ലും 94-ലും പണ്ട് നിങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ഉള്ള ചോദ്യമാണ്. Plot of log x/m versus log p for the adsorption of gases on solid against a straight line with a slope equal to എത്രയാണ് സ്ലോപ്പ് എന്നാണ്. ഇതൊക്കെ ചോദിച്ചാൽ നമുക്ക് ചിരി വരും. ഇതൊക്കെ നമുക്ക് ഡയറക്റ്റ് അറിയാവുന്ന സാധനമാണ്. +2 പഠിക്കുന്ന കുട്ടിയേക്ക് എന്താണ് +2 വെറുതെ ബുക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഉത്തരം അറിയാൻ പറ്റുന്നതാണ്. ഓപ്ഷൻ ഡി റൈറ്റ്. യെസ് ക്രിയേറ്റർ, താങ്ക് യു ഫോർ യുവർ ആൻസർ. ഷദ റൈറ്റ്. 7ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് യെസ് അനശ്വര റൈറ്റ് ഡി. അങ്ങനെ നമ്മൾ 7ാമത്തെ ക്വസ്റ്റിലേക്ക് പോവാണ്. വിച്ച് ഈസ് നോട്ട് കറക്റ്റ് റിഗാർഡിങ് അഡ്സോർപ്ഷൻ ഓഫ് എ ഗ്യാസ് ഓൺ സർഫസ് ഓഫ് എ സോളിഡ്. ഗ്യാസ് സോളിഡ് സർഫസിൽ അഡ്സോർബ് ചെയ്യുമ്പോൾ റൈറ്റ് അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. ഓൺ ഇൻക്രീസിങ് ദ ടെമ്പറേച്ചർ അഡ്സോർപ്ഷൻ ഇൻക്രീസസ് കണ്ടിന്യൂസ്ലി. റോങ്. ഫിസിക്കൽ അഡ്സോർപ്ഷൻ ആണെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ എക്സ്റ്റൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ കുറയുന്നു. ഇനി കെമിക്കൽ അഡ്സോർപ്ഷൻ ആണെങ്കിൽ പോലും ഫസ്റ്റ് ഇൻക്രീസസ് ദെൻ ഡിക്രീസസ് ആണ്. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഇൻക്രീസസ് പുതിയ ടെക്സ്റ്റ് ബുക്കിൽ കാണും. പക്ഷേ പണ്ട് നമുക്ക് ഗ്രാഫ് ഉണ്ടായിരുന്നു x/m വേഴ്സസ് ടെമ്പറേച്ചർ ഫോർ കെമീസ് ഓപ്ഷൻ. എൻ്റെ തലകൊണ്ട് കാണുന്നില്ലേ? ടെമ്പറേച്ചർ ഫോർ കെമീസ് ഓപ്ഷൻ ഫസ്റ്റ് ഇൻക്രീസസ് ദെൻ എന്ത് ചെയ്യുന്നു? ഡിക്രീസസ് എന്നേ ഉള്ളൂ. അപ്പോൾ ഓൺ ഇൻക്രീസിങ് ദ ടെമ്പറേച്ചർ അഡ്സോർപ്ഷൻ ഇൻക്രീസസ് കണ്ടിന്യൂസ്ലി. ഇറ്റ് ഈസ് റോങ്. നോട്ട് കറക്റ്റ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അതാണ് വേണ്ടത്. ഇനി അടുത്ത് നോക്കാം. Enthalpy and entropy is negative. That is right. Adsorption is more for specific substance. That is right. It is reversible reaction. That is also right. It's a physics option ആണ്, reversible ആണ്. അപ്പോൾ തെറ്റായിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ എ. അടുത്ത നമുക്ക് കാറ്റലിസ്റ്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. 8ാമത്തെ ചോദ്യം നോക്കട്ടെ ഉത്തരം ആര് പറയുന്നു എന്നുള്ളത്. 8th ക്വസ്റ്റ്യൻ. Question number 8. റിവേഴ്സിബിൾ മീൻസ് ഡീസോപ്ഷൻ. നമുക്ക് അഡ്സോർബ് ചെയ്ത ഗ്യാസിന് ഡീസോപ്ഷൻ നടത്താൻ പറ്റും. അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 2ാമത്തെ പേജിൽ 2ാമത്തെ പാരഗ്രാഫിൽ അവസാനത്തെ വരിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഡീസോപ്ഷൻ റിവേഴ്സിബിൾ ആണ്. ഇനി ഞാൻ വെറുതെ ഒരു ചോദ്യം കൂടെ പറയാം. ഡീസോപ്ഷന് ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ എന്താണ്? ഡീസോപ്ഷൻ നടക്കുക ഹൈ ടെമ്പറേച്ചറിലും ലോ പ്രഷറിലുമാണ് കേട്ടോ മക്കളെ. ഡീസോപ്ഷൻ നടക്കുക എവിടെയാണ്? ഹൈ ടെമ്പറേച്ചറിലും ലോ പ്രഷറിലുമാണ്. ഓക്കെ, ഫോർ ദ 8th ക്വസ്റ്റ്യൻ ആദ്യത്തെ ആൻസർ വന്നിട്ടുണ്ട് എ. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ്? താഴെ പറയുന്നവയിൽ കറക്റ്റ് ഏത് അല്ലാത്തത് ഏത് എന്നുള്ള ചോദ്യമാണ്. ദ വാല്യൂ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഈസ് ചേഞ്ച്ഡ് ഇൻ ദ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ് ഇൻ ദ റിയാക്ഷൻ അറ്റ് ഇക്വിലിബ്രിയം. ഒരിക്കലുമില്ല. കാറ്റലിസ്റ്റ് ഇതൊന്നും മാറ്റില്ല. കാറ്റലിസ്റ്റ് മാറ്റുന്ന ഏക സംഗതി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ആക്ടിവേഷൻ എനർജിയാണ്. ഓക്കെ, കാറ്റലിസ്റ്റ് എന്ത് മാറ്റില്ല? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് മാറ്റില്ല. എൻസൈം കാറ്റലിസ്റ്റ് മെയിൻലി ബയോകെമിക്കൽ റിയാക്ഷൻ ശരിയാണ്. കോഎൻസൈം ഇൻക്രീസസ് ദ കാറ്റലിസ്റ്റ് ആക്ടിവിറ്റി ഓഫ് എൻസൈം. കാറ്റലിസ്റ്റ് ഡു നോട്ട് ഇനീഷ്യേറ്റ് എനി റിയാക്ഷൻ. ഇതൊക്കെ ശരിയാണ്. തെറ്റായിട്ടുള്ളത് ഏതാണ്? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ത് ചെയ്യില്ല? മാറ്റില്ല. മാറ്റുന്നത് ഏത് മാത്രമാണ്? ഫോർവേഡ് റിയാക്ഷൻ്റെ ആക്ടിവേഷൻ എനർജി മാറ്റും, ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ ആക്ടിവേഷൻ എനർജി മാറ്റും. രണ്ടും മാറ്റുന്നത് ഒരേ
എമൗണ്ട് തന്നെയാണ്. അല്ലാതെ ഡെൽറ്റ എച്ചോ ഡെൽറ്റ ജിയോ ഡെൽറ്റ എസോ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റോ ഒന്നും എന്ത് ചെയ്യുന്നില്ല, മാറ്റുന്നില്ല. 9ാമത്തെ ചോദ്യം, 9th question. ഏതാണ് ഓപ്ഷൻ? എന്താ ചോദ്യമാണ്? 9ാം ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ് അബൌട്ട് എൻസൈം കാറ്റലിസ്റ്റ്? Enzymes are mostly proteinous in nature, right? Enzymes action is specific, right? Enzymes are denatured by ultraviolet rays and high temperature, right? Enzyme are least reactive at optimum temperature. തെറ്റാണ്. എൻസൈം ഏറ്റവും ആക്റ്റീവ് ആവുന്നത് എവിടെയാണ്? ഒപ്റ്റിമം കണ്ടീഷനിലാണ്. ഒപ്റ്റിമം പി എച്ച് ഉണ്ട്, ഒപ്റ്റിമം ടെമ്പറേച്ചർ ഉണ്ട്. അത് മാറുമ്പോൾ എൻസൈമിൻ്റെ ആക്ഷൻ മാറുന്നതാണ്. 10ാമത്തെ ചോദ്യം. The enzyme which hydrolyzes triglyceride into fatty acid and glycerol is called as? ഏതാണ് മക്കളെ? It is lipase. ബേസിക്കലി ഇത് ഈ പാഠത്തിലുള്ളതല്ല, ബയോമോളിക്യൂൾ എന്ന് പറയുന്ന കെമിസ്ട്രി പാഠത്തിലുള്ളതായിരുന്നു. പണ്ട് ലിപ്പിഡ്സിനെ പറ്റി പഠിക്കാനുണ്ടായിരുന്നു, ഫാറ്റി ആസിഡ് കണ്ടന്റ് ലിപ്പിഡ്സിനെ പറ്റി പഠിക്കാനുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ സിലബസിൽ ആരില്ല? ലിപ്പിഡ്സ് ഇല്ല. അപ്പോൾ പഠിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ബട്ട് ആൻസർ ഈസ് ബി. 2004 ഞാൻ പറഞ്ഞിട്ട് 2007 മുമ്പേ ഉള്ള ചോദ്യങ്ങൾ നോക്കിയാൽ നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ 2007 മുമ്പേയുള്ള ചോദ്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഔട്ട് ഓഫ് സിലബസ് പോലെ തോന്നും. കാരണം അപ്പോൾ സിലബസ് വ്യത്യാസമായിരുന്നു. പിന്നെ വേറെ കുറച്ച് ഉടായ്പ പരീക്ഷകളുണ്ട്, WBJE JKCET എന്നൊക്കെ പറയുന്ന ചോദ്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും ഔട്ട് ഓഫ് സിലബസ് പോലെ തോന്നും. അല്ലെങ്കിൽ അയ്യോ ഇതെനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് തോന്നും. കാരണം അവരുടെ സിലബസും നീറ്റിൻ്റെ സിലബസും വ്യത്യാസമാണ്. അപ്പോൾ അതിൽ നമ്മുടെ സിലബസിൽ പഠിക്കാത്ത ചില ചോദ്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാവും. അതൊന്നും കണ്ട് നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾ പഠിച്ചത് മാത്രമേ സിലബസിലുള്ളൂ. അതാണ് അതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ. നിങ്ങൾ പഠിക്കാത്തൊന്നും എന്തിലില്ല, സിലബസിലില്ല. നല്ല കോൺഫിഡൻ്റ് ആയിട്ട് വേണം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാൻ. നിങ്ങൾ നോക്കൂ, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തൊരു എളുപ്പമാണ്. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ബേസിക്കലി. മൂവിങ് ടു ദി 11th ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു ദി അഡ്സോർപ്ഷൻ തിയറി ഓഫ് കാറ്റലിസ്റ്റ്, ദ സ്പീഡ് ഓഫ് ദ റിയാക്ഷൻ ഇൻക്രീസസ് ബിക്കോസ്. അഡ്സോർപ്ഷൻ തിയറി വെച്ചിട്ട് റിയാക്ഷൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നത് എന്തുകൊണ്ട്? The concentration of reactant molecules at active centers of the catalyst become high due to adsorption. In the process of adsorption, the activation results of molecule become large. Adsorption produces heat which increases the speed of reaction. Adsorption lowers the activation energy. Adsorption എന്ത് ചെയ്യുന്നുണ്ട്? ആക്ടിവേഷൻ എനർജിയെ ലോവേഴ്സ് ചെയ്യുന്നു. ഈ ഒരു ചോദ്യത്തിൽ ചെറിയ പ്രശ്നമുണ്ട്. പക്ഷേ ടെക്സ്റ്റ് ബുക്കിൻ്റെ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നതിൻ്റെ താഴെയുള്ള സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്ന സാധനമാണ് ഇത് റേറ്റ് കൂട്ടുന്നു. കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് റേറ്റ് കൂട്ടുന്നത് തന്നെയാണ്. റേറ്റ് കൂട്ടുന്നു കാരണം അത് ആക്ടിവേഷൻ എനർജീനെ എന്ത് ചെയ്യുന്നു? ലോവേഴ്സ് ചെയ്യുന്നു. അത് രണ്ട് രീതിയിലുണ്ട്. ഒന്ന്, ചിലത് പുതിയ ഓൾട്ടർനേറ്റീവ് പാത്ത് എടുത്തിട്ട് ത്രെഷോൾഡ് എനർജി കുറക്കുന്നു എന്നുള്ളത് കൊണ്ട്. ഇനി അഡ്സോർപ്ഷൻ തിയറി വെച്ച് പറയുകയാണെങ്കിൽ എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ കൊണ്ട് അല്ലെങ്കിൽ അഡ്സോർപ്ഷൻ കൊണ്ട് എൻതാൽപ്പി ഓഫ് അഡ്സോർപ്ഷൻ നെഗറ്റീവാണ്, പുറത്ത് വിടും. അത് റിയാക്റ്റൻറ്റിൻ്റെ എനർജിയെ ലിഫ്റ്റ് ചെയ്യും. എഗെയിൻ ഇറ്റ് ലോവേഴ്സ് ദി ആക്ടിവേഷൻ എനർജി. ഈ രണ്ട് കാര്യമാണ് ശരിക്കും പറയാറുള്ളത്. ആ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് ആൻസറിലേക്ക് എല്ലാവരും എത്തിയിട്ടുണ്ട്. ഡൂയിങ് ഗ്രേറ്റ്. സോ ദാറ്റ്സ് അബൌട്ട് വാട്ട് കാറ്റലിസ്റ്റ്. അടുത്ത് നമുക്ക് ആരെ കൊണ്ട് പഠിക്കാനുണ്ട്? കൊളോയിഡ്സുകളെ കൊണ്ട് പഠിക്കാനുണ്ട്. കൊളോയിഡ്സ് മിക്സ്ചറുകളാണ്. മിക്സ്ചറുകളുടെ സൈസ് നമ്മൾ നോക്കണം. ചോദിച്ചേക്കാണ് കൊളോയിഡ് സിസ്റ്റം ഹാസ് എ പാർട്ടിക്കിൾ സൈസ് 2. എത്രയായിരുന്നല്ലോ പാർട്ടിക്കിൾ സൈസ്? 10 ആംസ്ട്രോങ് മുതൽ 10,000 ആംസ്ട്രോങ് വരെ. മീറ്ററിൽ പറയുകയാണെങ്കിൽ 10⁻⁻9 മീറ്റർ മുതൽ 10⁻⁻6 മീറ്റർ വരെ. ഇതാ ഉത്തരം കിട്ടിയില്ലേ? ഓപ്ഷൻ ബി. ആരും എന്താ ഉത്തരം പറയാത്തത്? എളുപ്പമുള്ള ചോദ്യമാണ്. Ready? Right. Now, the 13th question. ക്രിയേറ്റർ ഡി എന്നാണ് പറഞ്ഞത്. ഇതിനാണോ അതോ നേരത്തെ ചോദ്യത്തിനാണോ? നേരത്തെ ചോദ്യത്തിനായിരിക്കും വിചാരിക്കുന്നു.
അതെ. 13th question. On measuring zeta potential useful in determining the property of which property of the colloidal system. Zeta potential കൊണ്ട് നമുക്ക് colloidal സിസ്റ്റത്തിൻ്റെ ഏത് പ്രോപ്പർട്ടീനെയാണ് പറയാൻ പറ്റുന്നത്? zeta potential നമ്മുടെ മൊബൈൽ ലെയറും പിന്നെ എന്താണ്, അതെ, പിന്നെ നമ്മുടെ കൊളോയിഡുകൾക്കൊരു ചാർജ് ഉണ്ട്, അതേപോലെ ഡിസ്പേർഷൻ മീഡിയത്തിനൊരു ചാർജ് ഉണ്ട്. കൊളോയിഡുകൾക്ക് ചാർജ് ഉണ്ടാവുന്നത് പ്രിഫറൻഷ്യൽ അഡ്സോർപ്ഷൻ വഴിയാണ്, ഹെൽമോൾട്ട്സ് ഡബിൾ ലെയർ. ഇവർ രണ്ടിൻ്റെ ഇടയിലുള്ള പൊട്ടൻഷ്യലാണ് നമ്മൾ എന്ത് വിളിക്കുക? സീറ്റാ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുക. സീറ്റാ പൊട്ടൻഷ്യൽ ഉള്ളപ്പോൾ നമുക്ക് കൊളോയിഡുകളുടെ എന്തിനെ പറ്റി പറയാൻ പറ്റുന്നുണ്ട്? സ്റ്റെബിലിറ്റിയെ പറ്റി പറയാൻ പറ്റുന്നുണ്ട്. മോർ സീറ്റാ പൊട്ടൻഷ്യൽ മോർ സ്റ്റെബിലിറ്റി. മൊബൈൽ ലെയറും ഡിഫ്യൂഷൻ ലെയറും, അതെ, മൊബൈൽ ലെയറും ഡിഫ്യൂഷൻ ലെയറും ഉണ്ട്. അപ്പോൾ മൊബൈൽ ലെയറും സ്റ്റേഷനറി ലെയറും ഉണ്ട്, അല്ലെങ്കിൽ ഡിഫ്യൂഷൻ ലെയറും സ്റ്റേഷനറി ലെയറും ഉണ്ട്. ഇവർ രണ്ടിൻ്റെ ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനാണ് സീറ്റാ പൊട്ടൻഷ്യൽ. സീറ്റാ പൊട്ടൻഷ്യൽ കൂടുന്തോറും ആ കൊളോയിഡൽ സൊല്യൂഷൻ്റെ എന്ത് കൂടുന്നു? സ്റ്റെബിലിറ്റി കൂടുന്നു. യെസ്, അതാ കുറേ നേരം ക്ലാസ് എടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഒരു 1-2 കിളി പോവും. നമ്മൾ കുറേ നേരം ക്ലാസ്സിൽ ഇരിക്കുമ്പോഴുണ്ടാവും. അപ്പോൾ സാധാരണ ഞാനൊക്കെ ചെയ്യാറുള്ളത്, നിങ്ങൾ ക്ലാസ്സിലായിട്ട് ചെയ്യാറ് 1 മിനിറ്റൊക്കെ കുട്ടിക്ക് ബ്രേക്ക് കൊടുക്കാറുണ്ട്. പക്ഷെ ഇവിടെ ബ്രേക്കിൻ്റെ കാര്യമൊന്നുമില്ല, യൂട്യൂബ് ലൈവാണ്, ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് പോവാം. യെസ്, 14th question is a good question. ആരാ ആൻസർ ചെയ്യുന്നത് നോക്കട്ടെ? 14th question. നോക്കട്ടെ, നല്ല ചോദ്യമാണ് മക്കളെ, നിങ്ങൾ പഠിക്കേണ്ട ചോദ്യമാണ്. 14ാമത്തെ ചോദ്യം ഉത്തരം ആര് പറയും നോക്കട്ടെ? സർഫസ് കെമിസ്ട്രി NCERT ഫുള്ള് വായിക്കണടാ മക്കളെ, എളുപ്പമല്ലേ വായിക്കാൻ? നോക്കട്ടെ, ഇതിൻ്റെ ഉത്തരം നല്ല ചോദ്യമാണ്. 14ാമത്തെ ചോദ്യം ആരാ ഉത്തരം പറയാൻ നോക്കട്ടെ? 14th question. സർ ബ്ലറായി, മേ ബി your net problem creator. എനിക്ക് ഇവിടെയൊക്കെ നേരെ കാണാൻ പറ്റുന്നുണ്ട്. ബോർഡ് എക്സാം ഡിലീറ്റഡ് പോർഷൻ ആണ്, ബട്ട് സ്റ്റിൽ പഠിക്കണം. സാക്കിർ, അത് ഞാൻ പറഞ്ഞു, ബോർഡ് എക്സാം ഡിലീറ്റഡ് പോർഷൻ ആയിരുന്നു. NTA ഇപ്പോൾ നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഇത് എന്താ ചെയ്യുന്നത്, ഈ പാഠത്തിലെ ചോദ്യങ്ങൾക്ക് ചോയ്സ് ഉണ്ടാവും എന്നൊക്കെയാണ് അവസാനം പറഞ്ഞിരുന്നത്. പക്ഷെ അതെന്താണെന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് ഒന്നും കിട്ടിയിട്ടില്ല. കിട്ടുന്ന മുറക്ക് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ബട്ട് സ്റ്റിൽ നമ്മൾ കെമിസ്ട്രിയിലെ 30 പാഠവും പഠിക്കണം. ഡിലീറ്റഡ് പോർഷൻസ് നോക്കുമ്പോൾ എനിക്കൊന്ന് 10 പാഠത്തോളം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഇയറിൽ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, ഹൈഡ്രജൻ, എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, എൻവയോൺമെൻറ്റ് കെമിസ്ട്രി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഇയറിൽ സോളിഡ് സ്റ്റേറ്റ്, സർഫസ് കെമിസ്ട്രി, മെറ്റലർജി, പി ബ്ലോക്ക് 11 പാഠം. പിന്നെ ഏതാണ്, പോളിമർ, കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ് 11 പാഠം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ അന്നൊക്കെ പക്ഷേ ചോദ്യം നമുക്ക് വരും, ചോദ്യം വരാണ്ടിരിക്കൊന്നുമില്ല. ഇനി ഇതിൻ്റെ ഉത്തരം ആരും പറയുന്നില്ല. 14ാമത്തെ ചോദ്യം, എവിടെ പോയി നമ്മുടെ സിംഹങ്ങൾ? സിംഹങ്ങളും സിംഹിണികളും ആരും ഉത്തരം പറയുന്നില്ല. ശരി, നമുക്ക് നോക്കാം. ഞാൻ ഉത്തരം നോക്കിയിട്ടില്ല. ഒരു കൊളോയിഡൽ പാർട്ടിക്കിളിന് ചാർജ് ഉണ്ടാവുന്നത് പ്രിഫറൻഷ്യൽ അഡ്സോർപ്ഷൻ വഴിയാണ്. ഒരു കൊളോയിഡൽ പാർട്ടിക്കിളിന് ചാർജ് ഉണ്ടാവുന്നത് പ്രിഫറൻഷ്യൽ അഡ്സോർപ്ഷൻ. എന്താ ഈ പ്രിഫറൻഷ്യൽ അഡ്സോർപ്ഷൻ എന്ന് വെച്ചാൽ, നമ്മളൊരു കൊളോയിഡ് സൊല്യൂഷനിൽ വെച്ച് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഡയറക്റ്റ് അതിൻ്റെ അകത്ത് സോല്യൂബിൾ അല്ലാത്ത സാധനമാണല്ലോ കൊളോയിഡായിട്ട് വരിക. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് 2 സോൾട്ടുകൾ ഇടുന്നു, സോല്യൂബിളായ സോൾട്ടുകൾ ഇടുന്നു, രണ്ടും കൂടെ റിയാക്ട് ചെയ്ത് എന്ത് ഫോം ചെയ്യുന്നു, നമുക്ക് വേണ്ട കൊളോയിഡ് ഫോം ചെയ്യുന്നു. എന്നിട്ട് സൊല്യൂഷനിൽ എക്സസ് ആയിട്ടുള്ളൊരു സോൾട്ട് ഉണ്ടാവില്ലേ, ആ എക്സസ് ആയ സോൾട്ടിൽ നമ്മുടെ കൊളോയിഡിൽ ആരാണോ കോമൺ ആയിട്ടുള്ളത് അവനെയാണ് എന്ത് ചെയ്യുക, അഡ്സോർബ് ചെയ്യുക. ഒന്നുകൂടെ പറഞ്ഞുതരാം. കൊളോയിഡ് ഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, 2 സോൾട്ടുകൾ സൊല്യൂഷനിലേക്ക് ഇടും, അവിടെ വെച്ച് കൊളോയിഡ് ഫോം ചെയ്യും, AgI ഫോം ചെയ്യും. അപ്പോൾ AgI ഫോം ചെയ്യാൻ വെള്ളത്തിൽ സോല്യൂബിൾ ആയിട്ടുള്ള AgNO3 Ki ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഇനി കൊളോയിഡ് ഫോം ചെയ്തതിന് ശേഷം
ആ സൊല്യൂഷനിൽ എക്സസ് ആയിട്ടുള്ള എന്തുണ്ടാവും, കുറച്ച് സോൾട്ടുകൾ ഉണ്ടാവും. ആ സൊല്യൂഷനിൽ എക്സസ് ആയിട്ടുള്ള എന്തുണ്ട്, കുറച്ച് സോൾട്ടുകൾ ഉണ്ടാവും. ആ എക്സസ് സോൾട്ടിലെ കോമൺ ആയിട്ടുള്ള അയോണിനെയാണ് എന്ത് ചെയ്യുന്നത്, ഇത് അഡ്സോർബ് ചെയ്യുന്നത്. ഇതൊരു വളരെ ബ്യൂട്ടിഫുൾ കൺസെപ്റ്റാണ്. അപ്പോൾ ഞാൻ 50 ml 0.1 മോളാർ AgNO3യും 50 ml 0.1 മോളാർ KIയും റിയാക്ട് ചെയ്താൽ അത് മുഴുവൻ എന്തായി മാറും, AgI ആയി മാറും. അതിൻ്റെ അകത്ത് എക്സസ് ആയിട്ടുള്ള AgNO3യോ അതിൻ്റെ അകത്ത് എക്സസ് ആയിട്ടുള്ള എന്തില്ല, KIയോ ഇല്ല. അപ്പം ഒരു ചാർജും അതിൽ എന്ത് ചെയ്യില്ല, അഡ്സോർബ് ചെയ്യില്ല. ഇനി 50 ml 1 മോളാർ AgNO3യും 50 ml 1.5 മോളാർ KIയും ചെയ്താൽ എനിക്ക് AgI ഫോം ചെയ്യും. ഇനി ഇതിൽ ആറ് എക്സസ് ഉണ്ടടാ, KI എക്സസ് ഇല്ലേ, K+ ഉണ്ട്, I- എക്സസ് ഉണ്ട്. ഇതിൽ കോമൺ ആയിട്ടുള്ള ആരാണ്, I- അല്ലേ. ഇതിൽ I- എന്ത് ചെയ്യും, AgIയിൽ പോയി നിൽക്കും. ആൻഡ് ഐ വിൽ ഗെറ്റ് ദിസ് വൺ. സോ ഓപ്ഷൻ ബി ഈസ് റൈറ്റ്. ഓപ്ഷൻ സി 50 ml 1 മോളാർ AgNO3യും 50 ml 2 മോളാർ KIയും വന്നാൽ അവിടെയും പ്രശ്നമാണ്. AgI ഫോം ചെയ്തു, എക്സസ് ആയിട്ട് ആരുണ്ട്, K+ഉം I- ഉണ്ട്. ഈ I- വന്ന് പറ്റിപ്പിടിക്കും. ഓപ്ഷൻ സിയും പറ്റും. ഓപ്ഷൻ ഡി 50 ml 2 മോളാർ AgNO3യും 50 ml 1.5 മോളാർ KI ഉള്ളത്. AgI ഉണ്ടായി, അതിൻ്റെ അകത്ത് എക്സസ് ആയിട്ടുള്ളത് Ag+ഉം NO3- ആണ്. ഇവിടെ ആര് പോയി നിൽക്കും, Ag+ പോയി നിൽക്കും. അപ്പം നെഗറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡ് ഉണ്ടാവാൻ എനിക്ക് ഓപ്ഷൻ ബിയും പറ്റും, ഓപ്ഷൻ സിയും പറ്റും. ഷദ ഈസ് യു ആർ അബ്സല്യൂട്ട്ലി റൈറ്റ്. ബിയും പറ്റും, സിയും പറ്റും. ഇതാണ് അതിൻ്റെ കൺസെപ്റ്റ്. ഏതാണോ സൊല്യൂഷൻസിൽ എക്സസ് ആയിട്ടുള്ള സോൾട്ട്, ആ സോൾട്ടിൽ ഇതുമായിട്ട് കോമൺ ആയിട്ടുള്ളവനെയാണ് എന്ത് ചെയ്യുക, അഡ്സോർബ് ചെയ്യുക. അപ്പോൾ AgI I- ഉണ്ടാവണമെങ്കിൽ എൻ്റെ സൊല്യൂഷനിൽ ആറ് എക്സസ് ആയിട്ട് വേണം, KISS ആയിട്ട് വേണം. അപ്പോൾ I- അഡ്സോർബ് ചെയ്യും. പോസിറ്റീവാണ് വേണ്ടതെങ്കിൽ എൻ്റെ സൊല്യൂഷനിൽ ആറ് എക്സസ് ആയിട്ട് വേണം, AgNO3 ആയിരുന്നു എക്സസ് ആയിട്ട് വേണ്ടത്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ബി ഉണ്ട്, സിയും ഉണ്ട്. ഗ്രേറ്റ്, ഗുഡ്. അപ്പോൾ അത് ആ 2019 കൊല്ലത്ത് ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവും. ഒന്നിലധികം ഓപ്ഷൻസുകൾ ശരിയാണല്ലോ. അപ്പോൾ കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുന്നതുകൊണ്ട് ഇതെന്ത് ചെയ്തിട്ടുണ്ടാവും, ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവും. റെഡി, മൂവിങ് ടു ദി 15th ക്വസ്റ്റ്യൻ. 15ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഓൺ വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്രോപ്പർട്ടീസ് ഡസ് നോട്ട് അല്ല, on which of the following properties does the coagulating power of an ion depend? Coagulating power depend ചെയ്യുന്ന പ്രോപ്പർട്ടി ഏതാണ്? യു നോ ദ ചാർജ് ഓഫ് ദി അയോൺ. ഹാർഡീഷ്യസ് റൂൾ. സിമ്പിൾ ചോദ്യമാണ്. ദ coagulating power depends on the charge of the ion, right? So option A, ഹാർഡീഷ്യസ് റൂൾ. അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ കൊളോയിഡിൻ്റെ ചാർജ് എന്താണോ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചാർജാണ് നമ്മുടെ കൊളോയിഡിനെ എന്ത് ചെയ്യുന്നത്, കൊയാഗുലേറ്റ് ചെയ്യുന്നത്. ഇപ്പം ഞാനീ പറഞ്ഞ AgI എന്നാണ് ബാർ I- നെഗറ്റീവ്ലി ചാർജ് കൊളോയിഡ് ഉണ്ടെങ്കിൽ അതിനെ കൊയാഗുലേറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് പോസിറ്റീവ് അയോൺ വേണം. ആ പോസിറ്റീവ് അയോൺ ഞാൻ Na+ ഇട്ടതിനേക്കാളും പവർ ഉണ്ടാവും Ca2+ന്. Ca2+ ഇട്ടതിനേക്കാൾ പവർ ഉണ്ടാവും Al3+ന്. കൊയാഗുലേറ്റിംഗ് പവർ ഈസ് പ്രൊപ്പോർഷണൽ ടു ചാർജ്. ദാറ്റ് ഈസ് എ റൂൾ നോൺ ആസ് ഹാർഡീഷ്യസ് റൂൾ. വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്ന സാധനമാണ്. ഇനി ഒരു കാര്യം കൂടെ ഓർമ്മ ഉണ്ടായിരുന്നു അല്ലേ, കൊയാഗുലേഷൻ വാല്യൂ അല്ലെങ്കിൽ ഫ്ലൊക്കുലേഷൻ വാല്യൂ. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ലാസ്റ്റ് അതിൻ്റെ കൊയാഗുലേഷൻ വാല്യൂയോ അല്ലെങ്കിൽ ഫ്ലൊക്കുലേഷൻ വാല്യൂയോ പവറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. എന്താ കൊയാഗുലേഷൻ വാല്യൂ? 1 ലിറ്റർ കൊളോയിഡൽ സൊല്യൂഷനെ കൊയാഗുലേറ്റ് ചെയ്യാൻ ആവശ്യമായ സോൾട്ടിൻ്റെ മില്ലിമോളാണ് നമ്മുടെ കൊയാഗുലേഷൻ വാല്യൂ. അപ്പോൾ കൊയാഗുലേഷൻ വാല്യൂ കുറഞ്ഞൊരു സാധനം ഉണ്ടെന്ന് വെച്ചാൽ കുറച്ചാൾ പോയിട്ട് കൊയാഗുലേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ അവരുടെ കൊയാഗുലേഷൻ പവർ എന്താണ്, കൂടുതലാണ്. കൊയാഗുലേഷൻ വാല്യൂ കൂടുതലാണെന്ന് പറഞ്ഞാൽ കൂടുതൽ എമൗണ്ടിനെ ഇതിനെ കൊയാഗുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വെച്ചാൽ അതിൻ്റെ കൊയാഗുലേഷൻ പവർ എന്താണ്, കുറവാണ് എന്നല്ലേ അർത്ഥം. സോ ദാറ്റ്സ് ഇറ്റ്. 16ാമത്തെ ചോദ്യം. ദ കൊയാഗുലേഷൻ വാല്യൂ ഇൻ മില്ലിമോൾസ് പെർ ലിറ്റർ ഓഫ് ഇലക്ട്രോലൈറ്റ് യൂസ്ഡ് ഫോർ ദ കൊയാഗുലേഷൻ ഓഫ് AS2S3 ആർ ഗിവൺ ബിലോ. ഒന്നിന് 52 ആണ്, ഒന്നിന് 0.69 ആണ്, ഒന്നിന് 0.22 ആണ്. ദ വാല്യൂ ഓഫ് ദ പവർ, ഇതാ ഞാനിപ്പോൾ പറഞ്ഞത്. പവറും വാല്യൂവും എന്താണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. പവറും വാല്യൂ എന്താണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. പവറും വാല്യൂ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ ഏറ്റവും പവർ കുറഞ്ഞത് ആരാണ്, 1 ആണ്.
ഏറ്റവും പവർ കൂടിയതാരാണ്? 3 ആണ്. 3 ഗ്രേറ്റർ ദാൻ 2 ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുന്ന ഓപ്ഷൻ എന്ത് വേണം? സി വേണം. അല്ലടോ, എല്ലാം ഉറങ്ങിപ്പോയാ? ഉത്തരവൊന്നും വരുന്നില്ലല്ലോ. ഹലോ 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 ഹലോ. യെസ്, ഓപ്ഷൻ സി. റൈറ്റ്. ഫോഗ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ്, ശരി 2016 നീറ്റ് നീറ്റ് 2ലാണ്, നീറ്റ് 1ലാണ് 2016 ചോദ്യം. ഫോഗ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ലിക്വിഡ് ഇൻ ഗ്യാസ്. ഫോഗ് എന്തിന് എക്സാമ്പിളാണ്? ഇറ്റ് ഈസ് ലിക്വിഡ് ഇൻ ഗ്യാസ്. ഫോഗ് കാണാൻ ഗ്യാസ് പോലെയാണ്, അപ്പോൾ അതിൻ്റെ ഡിസ്പേർഷൻ മീഡിയം ഗ്യാസ് ആണ്. പക്ഷേ ഫോഗിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ലിക്വിഡ് ഉണ്ട്. ഇറ്റ് ഈസ് ലിക്വിഡ് ഇൻ ഗ്യാസ്. യെസ് യെസ് യെസ്, കമോൺ റൈറ്റ്. 18. Which of the property of colloidal solution is independent of the charge on the colloidal particles? ഇലക്ട്രോ ഓസ്മോസിസും കൊയാഗുലേഷനും ഇലക്ട്രോഫോറോസിസും ഒക്കെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ടിൻഡൽ ഇഫക്റ്റ്, സ്കാറ്ററിംഗ് ഇഫക്റ്റ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി സൈസ് ഓഫ് ദി പാർട്ടിക്കിൾ. ടിൻഡൽ ഇഫക്റ്റ് എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? പാർട്ടിക്കിളിൻ്റെ സൈസിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഡിസ്പേഴ്സ് ചെയ്യുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്ത് പാർട്ടിക്കിളിൻ്റെ സൈസിനെയാണ് എന്ത് ചെയ്യുന്നത്? ഡിപ്പെൻഡ് ചെയ്യുന്നത്. പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ, 19th question. The protecting power of lyophilic colloids solution is expressed in terms of gold number. ലയോഫോബിക് കൊളോയിഡ്സിൻ്റെ പ്രൊട്ടക്ഷനാണ്. ലയോഫോബിക് കൊളോയിഡ്സിൻ്റെ പ്രൊട്ടക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ലയോഫിലിക് സോളുകളാണ്. ആ ലയോഫിലിക് സോൾ ആഡ് ചെയ്തിട്ടാണ് ഒരു ലയോഫോബിക് സോളിനെ എന്ത് ചെയ്യുന്നത്? പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഇനി അതിലൊരു വാല്യൂ ഉണ്ട്, അതിൻ്റെ പേരാണ് ഗോൾഡ് നമ്പർ. 10 ml കൊളോയിഡൽ സൊല്യൂഷനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആവശ്യമായ ലയോഫിലിക് സോളിൻ്റെ എമൗണ്ട് ഇൻ മില്ലിഗ്രാംസ് ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗോൾഡ് നമ്പർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗോൾഡ് നമ്പർ കൂടുമ്പോൾ പ്രൊട്ടക്റ്റീവ് പവർ കുറയും. ഗോൾഡ് നമ്പർ കൂടുമ്പോൾ പ്രൊട്ടക്റ്റീവ് പവർ കുറയും. ഗോൾഡ് നമ്പർ കുറയുമ്പോൾ പ്രൊട്ടക്റ്റീവ് പവർ എന്ത് ചെയ്യും? കൂടും. ഗോൾഡ് നമ്പർ നമ്മൾ ആർക്കാ ഡിഫൈൻ ചെയ്യുക? നമ്മൾ ആഡ് ചെയ്യുന്ന ലയോഫിലിക് കൊളോയിഡ്സുകൾക്കാണ് നമ്മൾ എന്ത് പറയുക? ഗോൾഡ് നമ്പർ ആഡ് ചെയ്യുക. സാധാരണ നമ്മൾ ആഡ് ചെയ്യുന്ന ലയോഫിലിക് കൊളോയിഡ് എന്ന് വെച്ചാൽ ഏതെങ്കിലും നാച്ചുറൽ പോളിമേഴ്സ് ആയിരിക്കും. ഏതൊക്കെ? ജലാറ്റിനോ, അഗറോ, ഗമ്മോ, സ്റ്റാർച്ചോ, ഇതൊക്കെയാണ് നമ്മൾ ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. സോ അതിൻ്റെ ഇതിൻ്റെ പേരെന്താണ്? ഗോൾഡ് നമ്പർ എന്നുള്ളതാണ്. നൗ മൂവിങ് ടു ദി 20th question. 20ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫോംസ് മിസെല്ലെ ഇൻ അക്വ സൊല്യൂഷൻ? മിസെല്ലെ ഫോം ചെയ്യണം. മിസെല്ലെ എന്ന് വെച്ചാൽ എന്തായിരുന്നു? അതെ, അഗ്രിഗേറ്റഡ് കൊളോയിഡ്സ്. മിസെല്ലെ ഫോം ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സാധനം നമുക്ക് ഒരു പോളാർ എൻഡും ഒരു നോൺ പോളാർ എൻഡും വേണം. ഒരു പോളാർ എൻഡും വേണം, ഒരു നോൺ പോളാർ എൻഡും വേണം. അപ്പോൾ നിങ്ങൾ നോക്ക്, ഡോഡെക്കൈൽ ട്രൈമീഥൈൽ അമോണിയം ക്ലോറൈഡ്. ഡോഡെക്കൈൽ എന്ന് പറയുന്ന 12 കാർബൺ ആറ്റമുള്ള ഒരു നോൺ പോളാർ പാർട്ടുണ്ട്. മറ്റേ അറ്റത്തോ അമോണിയം ക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു പോളാർ പാർട്ടുണ്ട്. അപ്പോൾ ഒരു പോളാർ പാർട്ടും ഉണ്ട്, ഒരു എന്തുണ്ട്? നോൺ പോളാർ പാർട്ടും ഉണ്ട്. അങ്ങനെയുള്ളവരാണ് എന്ത് ഫോം ചെയ്യുക? മിസെല്ലെ ഫോം ചെയ്യുക. അങ്ങനെയുള്ളവരാണ് എന്തായിട്ട് ആക്ട് ചെയ്യുക? അതെ, ഇറ്റ് ക്യാൻ ആക്ട് ആസ് എമൽസിഫയിങ് ഏജൻറ്റ്. ഒരു പാർട്ട് ഓയിൽ ഡിസോൾവ് ചെയ്യും, ഒരു പാർട്ട് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യും. അപ്പോൾ ഓയിൽ ഇൻ വാട്ടർ എമൽഷനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തണമെങ്കിൽ, സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തണമെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ഒരു സാധനം വേണം, മിസെല്ലെ പോലത്തെ ഒരു സാധനം വേണം. ഒരു പാർട്ട് എന്തായിരിക്കണം? നോൺ പോളാറും ഒരു പാർട്ട് എന്തായിരിക്കണം? പോളാറും ആയിരിക്കണം. റെഡി? 21ാമത്തെ ചോദ്യം. മിസെല്ലിനെ പറ്റിയൊക്കെ പണ്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ടായിരുന്നു, ഇപ്പോൾ നമുക്കില്ല. പൊസിഷൻ ഓഫ് നോൺ പോളാർ ആൻഡ് പോളാർ പാർട്ട് ഇൻ മിസെല്ലെ. Polar part at the outer surface and non-polar part in the inner surface. ലയോഫിലിക് ആയിട്ടുള്ള പോളാർ പാർട്ട് മിസെല്ലേൻ്റെ പുറത്തും ലയോഫോബിക് ആയിട്ടുള്ള നോൺ പോളാർ പാർട്ട് മിസെല്ലേൻ്റെ ഉള്ളിലുമായിരിക്കും. ഓപ്ഷൻ എ. യെസ്, കറക്റ്റ് ആയിഷ. Which method is used commonly for the destruction of a colloid?
കൊളോയിഡിനെ ഇല്ലാണ്ടാക്കണം, അല്ലെങ്കിൽ കൊളോയിഡിനെ നമുക്ക് എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്താണ്? ആഡിങ് ആൻ ഇലക്ട്രോളൈറ്റാണ്, കൊയാഗുലേഷനാണ്. നമ്മൾ സർഫസ് കെമിസ്ട്രി ആയതുകൊണ്ടാണ് തിയറി ഒരുപാട് പറയാത്തത്. നിങ്ങൾ സർഫസ് കെമിസ്ട്രി വായിച്ചിട്ടുണ്ടാവും. കൺസെപ്റ്റുകൾ ക്ലിയർ ആവാൻ യാതൊരു പ്രയാസവും ഇല്ലാത്ത ഭയങ്കര എളുപ്പമുള്ള പാഠമാണ്. സമയം കളയണ്ട, വേഗം 3 പാഠത്തിലെ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത പഠിച്ചു തുടങ്ങാലോ. ആൻഡ് 23rd ക്വസ്റ്റ്യൻ 1998 ചോദിച്ചാണ്, ആവശ്യമൊന്നുമില്ല. ദ ക്രിട്ടിക്കൽ മിസൈലിലെ കോൺസെൻട്രേഷൻ ദ സർഫക്കൻ മോളിക്യൂൾ അറ്റ് ക്രിട്ടിക്കൽ മിസൈലിലെ കോൺസെൻട്രേഷൻ ആകുമ്പോൾ സർഫക്കൻ അല്ലെങ്കിൽ കൊളോയിഡൽ പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നു, അസോസിയേറ്റ് ചെയ്യുന്നു. അറ്റ് ക്രിട്ടിക്കൽ മിസൈലിലെ കോൺസെൻട്രേഷൻ മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നു, അസോസിയേറ്റ് ചെയ്യുന്നു. ഇത്രയുമാണ് നമുക്ക് ഏതിലുള്ള ചോദ്യങ്ങൾ, സർഫസ് കെമിസ്ട്രിയിലെ ചോദ്യങ്ങൾ. എളുപ്പമുള്ള പാടാണ്, ക്വിക്ക് റീക്യാപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോവാണ്. ഏതാണ് പാഠം? ജനറൽ ഐസൊലേഷൻ ഓഫ് എലമെൻറ്റ്സ് എന്ന് വെച്ചാൽ നമ്മുടെ മെറ്റലർജിയാണ്. മെറ്റലർജി ഇറ്റ്സ് എൻ ഈസി ചാപ്റ്റർ. നിങ്ങളിതിൽ ബൈഹാർട്ട് ചെയ്യേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന് എന്താണ്, മെറ്റൽസുകളുടെ ഓറുകൾ ഏതാണെന്ന് ബൈഹാർട്ട് ചെയ്യണം, വേണ്ടേ? ആ ഓറുകൾ ബൈഹാർട്ട് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ എന്ത് വേണം, ഏതൊക്കെയാണ് സൾഫൈഡ് ഓറുകൾ, ഏതൊക്കെയാണ് ഓക്സൈഡ് ഓറുകൾ, ഏതൊക്കെയാണ് കാർബണേറ്റ് ഓറുകൾ, ഏതൊക്കെയാണ് ഹാലൈഡ് ഓറുകൾ, ഇങ്ങനെ ഓറുകളെ ഏത് വിഭാഗത്തിലാണ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്ത് വെച്ചോളണം, ബൈഹാർട്ട് ചെയ്ത് വെച്ചോളണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു മെറ്റലർജിക്കൽ പ്രോസസ്സ്, നമ്മൾ മിനറലിനെ ഏത് മിനറലിനെ ഓറാക്കി ഉപയോഗിക്കുന്നു, ആ ഓറിനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, ക്ലീൻ ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് ഓക്സൈഡായിട്ട് കൺവേർട്ട് ചെയ്ത് അതിനെ റെഡ്യൂസ് ചെയ്ത് മെറ്റലാക്കി ആ മെറ്റലിനെ റിഫൈൻ ചെയ്ത് നമ്മൾ ഉപയോഗത്തിലേക്ക് എടുക്കുന്ന പ്രോസസ്സുകൾ പഠിക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. ഇറ്റ്സ് എ വെരി ഈസി ചാപ്റ്റർ. പക്ഷേ ടെക്സ്റ്റ് ബുക്കിലുള്ളതുപോലെ നിങ്ങൾ വായിച്ചു വെക്കണ്ട. നിങ്ങൾ നിങ്ങളുടെ കൺസെപ്റ്റും കൂടെ മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന പാഠമാണ് ഏത്, മെറ്റലർജി. മെറ്റലർജീൻ്റെ 20 ചോദ്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. യെസ്, 20 ക്വസ്റ്റ്യൻസ്. വേണമെങ്കിൽ ഞാൻ എലിങ്ങാം ഡയഗ്രം ഒക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും ഏതെങ്കിലും ഡൗട്ട് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ ആ പാർട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് മാക്സിമം ഇലാബറേറ്റ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. സോ നമുക്ക് തുടങ്ങാം മെറ്റലർജി. അപ്പോൾ വീണ്ടും പറയാണ്, നമ്മുടെ ടൈമിംഗ് എത്ര, 1 മണിക്കൂർ 51 മിനിറ്റ് ആകുമ്പോൾ 1 മണിക്കൂർ 51 മിനിറ്റ് ആകുമ്പോൾ 52 മിനിറ്റ് ആകുമ്പോൾ നമ്മൾ എന്ത് തുടങ്ങുന്നുണ്ട്, മെറ്റലർജി എന്നുള്ള പാഠം തുടങ്ങുന്നുണ്ട്. മാർക്ക് ചെയ്ത് വെക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞേക്കുന്നത്. സോ തുടങ്ങാം ക്വസ്റ്റ്യൻ. ആദ്യം തന്നെ ഓറുകളെ പറ്റിയാണ് നമ്മൾ പഠിക്കേണ്ടത്. മാലച്ചൈറ്റ് എന്ന് പറയുന്നത് ആഡ് ഓറായിരുന്നു. കോപ്പറിൻ്റെ ഓറിൽ കോപ്പർ പൈരറ്റീസ് ഉണ്ട്, CuFeS2 ആണ്. മാലക്കൈറ്റ് എന്ന് പറയുന്നത് കോപ്പറിൻ്റെ കാർബണേറ്റും ഹൈഡ്രോക്സൈഡിൻ്റെയും കൂടെ മിക്സ്ചറാണ്, ഈത്താണ് അത്. പക്ഷെ നമ്മൾ പഠിക്കുന്നത് കോപ്പറിൻ്റെ എക്സ്ട്രാക്ഷൻ നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ, അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആരെയായിരുന്നു, CuFeS2 അതിലേതാണ് നിങ്ങൾ കോൺസെൻട്രേഷൻ പ്രോസസ്സ്, നിങ്ങൾക്കറിയാം അത് 4th ഫ്ലോട്ടേഷനാണ്, സൾഫൈഡ് ആയതുകൊണ്ട്. പിന്നെ റോസ്റ്റിംഗ് ആണ് ചെയ്യുക, സൾഫൈഡ് ആയതുകൊണ്ട്. എന്നിട്ട് കിട്ടുന്ന കോപ്പർ മാറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കട്ടെ. എന്തായാലും മാലക്കൈറ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ആയിഷ പറഞ്ഞിട്ടുണ്ട്, ഗ്രേറ്റ്. 2019 ഇത് ചോദിച്ചാണ്. രണ്ടാമത്തെ ചോദ്യം, ഐഡൻറ്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. താഴെ തന്നിരിക്കുന്നതിൽ സ്റ്റേറ്റ്മെൻറ്റിൽ തെറ്റായത് ഏതാണ് എന്നാണ് ചോദ്യം. അതൊക്കെ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ശരി, നിങ്ങൾ പറഞ്ഞേ. The scientific and technological process used for isolation of the metals from its ore is known as metallurgy. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. മെറ്റലർജി എന്ന് വെച്ചാൽ എന്താണ്, അതിൻ്റെ ഓറിൽ നിന്ന് എന്താക്കി മാറ്റുന്നതാണ്, മെറ്റലാക്കി മാറ്റുന്നതാണ്. Minerals are naturally occurring chemical substance in the earth crust. That is right. Ores are minerals that may contain a metal. Ore എന്ന് വെച്ചാൽ ഒരു മെറ്റൽ കണ്ടെയ്യുന്ന മിനറലാണ്. Gangue is an ore contaminated with undesired material എന്നാണ് പറഞ്ഞത്. Gangue is an ore contaminated with undesired. Gangue എന്ന് പറഞ്ഞാൽ ഓറല്ല, ഓറിലുള്ള മറ്റ് സബ്സ്റ്റൻസുകളെയാണ് നമ്മൾ ഇത് വിളിക്കുക, ഗ്യാങ് എന്ന് വിളിക്കുക.
മൂന്നാമത്തെ ചോദ്യം 2015 നീറ്റിൽ ചോദിച്ചാണ് മെറ്റൽസ് ആർ യൂഷ്വലി നോട്ട് ഫൗണ്ട് ആസ് നൈട്രേറ്റ്സ് ഇൻ ദർ ഓസ്. ശരിയാണ്, മെറ്റൽസ് നൈട്രേറ്റുകളായിട്ട് അധികം കാണാറില്ല. എന്തായിരുന്നു അതിൻ്റെ റീസൺ? ഒന്ന്, മെറ്റൽ നൈട്രേറ്റ് എർത്ത് ടെസ്റ്റിൽ അങ്ങനെ കാണില്ല. നമ്മളിപ്പോൾ ചില്ലി സോൾട്ട് ബീറ്റർ ആണെങ്കിലും ഇന്ത്യൻ സോൾട്ട് ബീറ്റർ ആണെങ്കിലും KNO3 NaNO3 ആണെങ്കിലൊക്കെ എവിടെയാണ് ഉണ്ടാവുക? അത് സോല്യൂബിളാണ്, ഭയങ്കരമായിട്ട് എന്താണ് സോല്യൂബിളാണ്, വെള്ളത്തിലാണ് ഉണ്ടാവുക. എർത്ത് ടെസ്റ്റിൽ നിന്ന് എനിക്കതിനെ കുഴിച്ചെടുക്കാൻ എനിക്ക് പറ്റില്ല. രണ്ട്, ഈ പറയുന്ന മെറ്റൽ നൈട്രേറ്റുകൾ എനിക്ക് തിരിച്ച് മെറ്റലാക്കണമെങ്കിൽ നൈട്രേറ്റുകൾ എനിക്ക് മാറ്റണ്ടേ? നമ്മൾ പഠിച്ചൊക്കെ എന്താണ് കാർബണേറ്റുകളെ, സൾഫൈഡുകളെ ഒക്കെ നമ്മൾ മാറ്റുക, ഓക്സൈഡുകളാക്കി മാറ്റണം. ഈ നൈട്രേറ്റുകൾ ഒടുക്കത്തെ സ്റ്റേബിളാണ്. ഈ സ്റ്റേബിളായ സാധനത്തിന് എനിക്ക് മെറ്റലാക്കണമെങ്കിൽ ഞാൻ ഒരുപാട് അധ്വാനം, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് അധ്വാനം ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ നൈട്രേറ്റുകളും സൾഫേറ്റ്സുകളൊക്കെ സാധാരണ മെറ്റൽ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യാറില്ല, ബിക്കോസ് ദേ ആർ ഹൈലി സ്റ്റേബിൾ. അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് നൈട്രേറ്റ് ഉപയോഗിക്കാത്തത്. മെറ്റൽ നൈട്രേറ്റ്സ് ആർ ഹൈലി അൺസ്റ്റേബിൾ എന്നാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത്, വിച്ച് ഈസ് റോങ്. മെറ്റൽ നൈട്രേറ്റ്സ് ആർ ഹൈലി സ്റ്റേബിൾ. രണ്ട്, മെറ്റൽ നൈട്രേറ്റ്സ് ആർ ഹൈലി സോലുബിൾ ഇൻ വാട്ടർ, ദാറ്റ് ഈസ് റൈറ്റ്. ഇതുകൊണ്ടാണ് നൈട്രേറ്റുകൾ നമ്മൾ ഉപയോഗിക്കാത്തത്. അപ്പോൾ ഒന്നാമത്തത് എന്താണ്? ഫോൾസ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ട്രൂ ആണ് എന്ന് പറയുന്ന ഏത് ഓപ്ഷനിലേക്ക് നമ്മൾ എത്തേണ്ടി വരും? എ ഓപ്ഷനിലേക്ക് എത്തേണ്ടി വരും. അല്ലടാ മക്കളെ? യെസ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഇതിൽ തിയറി പാർട്ട് പ്രശ്നമുണ്ടെങ്കിൽ പറയണേ. നാലാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി മിനറൽ ഓഫ് അയോൺ, അയോണിൻ്റെ മിനറൽ ഏതാണ്? മാലക്കൈറ്റ് എന്താണെന്നറിയാം, പൈറോലുസൈറ്റ് MnO2 ആണ്, മാഗ്നറ്റൈറ്റ് ആണ് എന്തിൻ്റെ വരിക? അയേണിൻ്റെ വരിക. ഈ പറയുന്ന പൈറോലുസൈറ്റും മാഗ്നറ്റൈറ്റൊക്കെ നമ്മൾ കേട്ടിരിക്കുന്നത് എന്തിലും കൂടെ ഉണ്ട്? മാഗ്നറ്റിക് സെപ്പറേഷനിലും കൂടെ നമ്മൾ ഇത് കേൾക്കാറുണ്ട് അല്ലേ? കോൺസെൻട്രേഷൻ ഓഫ് ഓറിൽ മാഗ്നറ്റിക് സെപ്പറേഷൻ, മാഗ്നറ്റിസം ഉള്ളതും ഇല്ലാത്തതുമായ. അപ്പോൾ മാഗ്നറ്റൈറ്റിന് മാഗ്നറ്റിസം ഉള്ളതാണ്, മാഗ്നറ്റിക് റോളറിൽ കൂടെ താഴേക്ക് വരും, ഐ മീൻസ് ഉള്ളിലേക്ക് വരും. ഇമ്പ്യൂരിറ്റിക്കൊന്നും മാഗ്നറ്റിസം ഉണ്ടാവില്ല, അതുകൊണ്ട് അത് പുറത്തേക്ക് തെറിച്ചു പോകുന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തായാലും അയണിൻ്റെ ഓറായിട്ടുള്ള സാധനം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. അഞ്ചാമത്തെ ചോദ്യം, ആൻസർ. കാസിറ്ററൈറ്റ് എന്ന് പറയുന്നത് ടിൻ സ്റ്റോണും എന്നും കൂടെ വിളിക്കാറുണ്ട്. ടിൻ സ്റ്റോൺ, ഇതും നമ്മൾ മാഗ്നറ്റിക് സെപ്പറേഷൻ്റെ ഭാഗത്ത് ചിലപ്പോൾ പറയാറുള്ളൊരു സാധനമാണ്. അല്ലാതെ നമുക്ക് ഇതെന്തായിട്ട് പഠിക്കാൻ, ഇതിൻ്റെ മെറ്റലർജിക്കൽ പ്രോസസ് നമുക്ക് പഠിക്കാനില്ല. അപ്പോൾ അഞ്ചാമത്തെ ചോദ്യം എഗെയിൻ ഓപ്ഷൻ ഡി. ഗുഡ് ആഫ്റ്റർനൂൺ. യെസ്, ഇപ്പോഴാണ് നീയൊക്കെ വരുന്നത്, ഇത്ര നേരം കണ്ടില്ലല്ലോ. ഓപ്ഷൻ ഡി. സോ ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 5. നമുക്കിനി എത്രാമത്തെ ചോദ്യത്തിലേക്ക് പോവാം? ആറാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. സൾഫൈഡ്സ് ഓർസ് ഓഫ് മെറ്റൽസ് ആർ യൂഷ്വലി കോൺസെൻട്രേറ്റഡ് ബൈ ഫോർത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ് അല്ലേ? വെറ്റിംഗ് പ്രോസസ്. സൾഫൈഡുകൾ ഓയിലിൽ ഡിസോൾവ് ആവും. നമ്മൾ അവന് ഉപയോഗിക്കുന്ന ഓയിലുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ട് അല്ലേ? വിച്ച് ഓഫ് വൺ ഓഫ് ദ ഫോളോയിങ് സൾഫൈഡ് ഓർ ഓസ് ഓഫർ എൻ എക്സെപ്ഷൻ ആൻഡ് ഈസ് കോൺസെൻട്രേറ്റഡ് ബൈ കെമിക്കൽ ലീച്ചിങ്? കോൺസെൻട്രേറ്റഡ് ബൈ കെമിക്കൽ ലീച്ചിങ്. കെമിക്കൽ ലീച്ചിങ് എന്ന് വെച്ചാൽ ഒന്നിൽ ഡിസോൾവ് ചെയ്യും, നമ്മൾ മറ്റേതിന് എന്ത് ചെയ്യും? സപ്രസൻറ്റുകൾ യൂസ് ചെയ്യും അല്ലേ? ഇങ്ങനെയൊരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഏതിനാണ് നമ്മൾ ആലോചിച്ച് നോക്കൂ, ഓർമ്മിച്ച് നോക്കൂ. നമ്മൾ ഫോർത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ് ഉണ്ട്. ഇനി അതിൽ ഒരേപോലത്തെ രണ്ട് സാധനങ്ങൾ, രണ്ട് സൾഫൈഡ് പോലത്തെ സാധനങ്ങൾ വന്നു. നോ സോറി, ഓക്കെ, നമ്മൾ ചോദ്യം ഇതായിരുന്നു, കെമിക്കൽ ലീച്ചിങ് പോലത്തെ കാര്യങ്ങൾ ഉപയോഗിക്കുന്നത്. നമ്മൾ സിൽവറിനും ഗോൾഡിനും നമ്മൾ അതിന് സയനൈഡിൽ എന്ത് ചെയ്യുന്നുണ്ട്? ലയിപ്പിച്ചെടുത്ത്. ലീച്ചിങ് എന്തായിരുന്നു? ഒന്നിനെ വേറൊന്നായിട്ട് എന്ത് ചെയ്യുന്ന? ഡിസോൾവ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ സിൽവറിനും ഗോൾഡിനും നമ്മൾ സയനൈഡ് കൊണ്ട് ട്രീറ്റ് ചെയ്ത് അതിനെ സിങ്ക് വെച്ച് റീട്രീറ്റ് ചെയ്ത് നമ്മൾ തിരിച്ചെന്തെടുക്കാറുണ്ടായിരുന്നു? മെറ്റൽസ് എടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ കെമിക്കൽ ലീച്ചിങ് വഴി പോലെയുള്ള സൾഫൈഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആർക്കൊക്കെ ആയിരുന്നു? ഒന്ന് ഗോൾഡിന്, രണ്ട് സിൽവറിന്. സിൽവറിൻ്റെ സൾഫൈഡിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ആർജൻറ്റൈറ്റ് എന്ന് വിളിക്കുക. സോ ഓപ്ഷൻ ആറാമത്തെ ചോദ്യം എന്ത് വരും? ഓപ്ഷൻ ഡി. ഏഴാമത്തെ ചോദ്യം, റോസ്റ്റിംഗ് ഓഫ് സൾഫൈഡ്സ്. Roasting of sulfides gives the gas X as byproduct. This is a colorless gas with choking smell of burnt sulfur and causes great damage to respiratory organs as well as organs as a result of acid rains.
Its aqueous solution is acidic, act as reducing agent, and its acid has never been isolated. The gas exceeds. റോസ്റ്റിംഗ് നമ്മൾ വലിങ്ങനെ കാര്യമായിട്ട് ഉപയോഗിക്കാത്തതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് അത് ഒരു ഇമ്പ്യൂരിറ്റി, ഒരു പോയ്സണസ് ഗ്യാസിനെ ഉണ്ടാക്കുന്നു. ഏത് ഗ്യാസാണ്? SO2 എന്ന് പറയുന്ന പോയ്സണസ് ഗ്യാസിനെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ കാരണം. നെക്സ്റ്റ്, തെർമോഡൈനാമിക് പ്രിൻസിപ്പിൾസ് ഓഫ് മെറ്റലർജിയാണ്. നമ്മൾ മെറ്റലർജിൻ്റെ തെർമോഡൈനാമിക് പ്രിൻസിപ്പിൾസ് ഒക്കെ നമ്മൾ പറയുന്നത് ഏത് വെച്ചിട്ടാണ്? എല്ലിംഗാം ഡയഗ്രം വെച്ചിട്ടാണ്. നമ്മൾ സ്മെൽറ്റിങ്ങിനെ കൊണ്ടാണ് പറയുന്നത്. നമ്മൾ കാർബൺ ഉപയോഗിച്ചിട്ട് മെറ്റൽ ഓക്സൈഡുകൾ റെഡ്യൂസ് ചെയ്യണം. കാർബൺ ഡയോക്സൈഡ് ആവുന്നു, അല്ലെങ്കിൽ കാർബൺ ഓക്സിജനുമായി റിയാക്ട് ചെയ്ത് കാർബൺ മോണോക്സൈഡ് ആവുന്നു. അപ്പോൾ കാർബണിൻ്റെ റിഡക്ഷനിൽ രണ്ട് പ്രോഡക്റ്റ് ഉണ്ടാവും. ഒന്ന് കാർബൺ ഡയോക്സൈഡ് ആവാം, അല്ലെങ്കിൽ എന്താവാം? കാർബൺ മോണോക്സൈഡ് ആവാം. അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡ് കാർബൺ ഡയോക്സൈഡ് ആവുന്ന ഓക്സിഡേഷൻ പ്രോസസ്സ് വെച്ച് മെറ്റൽ ഓക്സൈഡിന് എന്ത് ചെയ്യുന്നു? റെഡ്യൂസ് ചെയ്യുന്നു. അപ്പം അങ്ങനെ ഏത് റെഡ്യൂസിങ് ഏജൻറ്റ് പറ്റും എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്ത് പറയുന്നത് ഏത് വെച്ചിട്ടാണ്? എല്ലിംഗാം ഡയഗ്രം വെച്ചിട്ടാണ്. എല്ലിംഗാം ഡയഗ്രത്തിൽ നമുക്ക് എന്താ അറിയാം? നമ്മുടെ മെറ്റലിൻ്റെ ഗ്രാഫിൻ്റെ താഴെയായിരിക്കണം റെഡ്യൂസിങ് ഏജൻറ്റിൻ്റെ ഗ്രാഫ്, എന്നാലേ ഡെൽറ്റ G നെഗറ്റീവ് ആവുള്ളൂ. ഇപ്പോൾ മെറ്റൽ ഏതാണോ, ഇപ്പോൾ ഞാനിപ്പോൾ സിങ്ക് എടുക്കുകയാണ്, ഞാൻ നോക്കുമ്പോൾ ഇവിടെ കാർബൺ മോണോക്സൈഡിൻ്റെ ഗ്രാഫ് ഉണ്ട്. ഇതാ കാർബൺ ഡയോക്സൈഡിൻ്റെ കാർബൺ മോണോക്സൈഡ്, ഈ 3 ഗ്രാഫ് ഉണ്ട്. മെറ്റലിൻ്റെ ഗ്രാഫ് റെഡ്യൂസിങ് ഏജൻറ്റിൻ്റെ ഗ്രാഫിൻ്റെ താഴെയാണെങ്കിൽ മാത്രമേ ആ റിഡക്ഷൻ എന്തായിട്ട് നിൽക്കുള്ളൂ? ഫീസിബിളായിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഹൈ ടെമ്പറേച്ചറിൽ ആരാണ്, ലോ ടെമ്പറേച്ചറിൽ ആരാന്നൊക്കെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് പറഞ്ഞത്? നമ്മൾ ഒന്നുകൂടെ പറഞ്ഞേ. മെറ്റലിൻ്റെ ഗ്രാഫിൻ്റെ താഴെ ആയിരിക്കണം റെഡ്യൂസിങ് ഏജൻറ്റിൻ്റെ ഗ്രാഫ്, എങ്കിൽ മാത്രമേ ആ റിയാക്ഷൻ എന്തായി മാറുള്ളൂ? ഫീസിബിളായിട്ട് മാറുള്ളൂ. അപ്പോൾ ഇവിടെ ചോദിച്ചേക്കുന്ന ചോദ്യം, നമ്മളെ ചോദ്യം എന്താണെന്ന് നോക്കാം. എത്രാമത്തെ ചോദ്യമാണ്? 8th ക്വസ്റ്റ്യൻ. കൺസിഡറിങ് എല്ലിംഗാം ഡയഗ്രാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റൽസ് ക്യാൻ ബി യൂസ് ടു റെഡ്യൂസ് അലൂമിന? നമ്മൾ അലൂമിനിൻ്റെ ഗ്രാഫ് നോക്കുക. അലൂമിനിൻ്റെ ഗ്രാഫ് ഇതാ ഇവിടെയാണ്. അലൂമിനിൻ്റെ ഗ്രാഫ് ഇവിടെയാണെങ്കിൽ എനിക്ക് ഏത് മെറ്റൽ, അതിൻ്റെ താഴെയുള്ള ഒരാൾ മാത്രമേ ഉള്ളൂ. ആരാണ്? മെഗ്നീഷ്യത്തിന് മാത്രമേ നമ്മൾ ഈ തന്ന ഗ്രാഫിൽ റെഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അലൂമിനിയൻ്റെ താഴെയാണ് ഈ ഗ്രാഫ് ഉള്ളത്. അതിൻ്റെ താഴെയുള്ള ആൾ ആര് മാത്രമാണ്? മെഗ്നീഷ്യം മാത്രമാണ്. അത് തന്നെ ഹൈ ടെമ്പറേച്ചർ പോയാൽ പിന്നെ മെഗ്നീഷ്യത്തിന് പറ്റില്ല. പിന്നെ നമ്മൾ യൂസ് ചെയ്യുക ഇലക്ട്രോളിറ്റിക് പ്രോസസ്സാണ്. അപ്പോൾ നമ്മുടെ ഈ പോയിന്റ് കൃത്യമായിട്ട് ഓർത്ത് വെച്ചോളണം. ആ റിഡക്ഷൻ ഫീസിബിൾ ആവണമെങ്കിൽ മെറ്റലിൻ്റെ താഴെ ആയിരിക്കണം ആരെ ഗ്രാഫ്? റെഡ്യൂസിങ് ഏജൻറ്റിൻ്റെ ഗ്രാഫ്. ഇസ് ദാറ്റ് ഓക്കെ? ക്ലിയർ? യെസ്. അപ്പോൾ നമ്മുടെ ആൻസർ ഇതിൻ്റെ അകത്ത് എന്താ വരിക? എത്രാമത്തെ ചോദ്യമായിരുന്നു? 8ാമത്തെ ചോദ്യമാണ്. ഉത്തരം എന്ത് വരും? മെഗ്നീഷ്യം വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 9. In the extraction of copper from its sulfide ore, the metal is obtained by the reduction of cuprous oxide with cuprous sulfide ആണ്. കോപ്പർ 1 സൾഫൈഡ് ആണ്. 9 ഏതാ ഉത്തരം വരിക? ബി ആണ് വരിക. വീണ്ടും എലിഗ്രാം ഡയഗ്രാം വെച്ച് തന്നെ നമുക്ക് പറയാം. കോപ്പറിൻ്റെ ഗ്രാഫ് കണ്ടല്ലോ മക്കളെ, ഭയങ്കര മുകളിലാണ്. എല്ലാ സാധനവും ഇതിൻ്റെ താഴെയാണ് വരുന്നത്. അപ്പോൾ കോപ്പർ Cu2S-നെ Cu2O-നെ എനിക്ക് Cu2S വെച്ചിട്ട് വരെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെഡ്യൂസ് ചെയ്യാൻ പറ്റും. എനിക്ക് അവിടെ ഒരുപാട് കാർബണിൻ്റെ ആവശ്യമില്ല. സെൽഫ് റിഡക്ഷൻ നടത്താൻ പറ്റുന്നൊരു സാധനമാണ് ആര്? കോപ്പർ. ബിക്കോസ് അതിൻ്റെ മെറ്റലിൻ്റെ ഗ്രാഫ് എവിടെയാണുള്ളത്? വളരെ മുകളിലാണുള്ളത്. സോ ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 9. Question number 10. Which metal oxide cannot be reduced to metal by carbon is? കാർബൺ വെച്ചിട്ട് എനിക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത നമ്മൾ ഓൾറെഡി ഗ്രാഫ് കണ്ടു. ആരാണ്? Al2O3 ആണ്. അല്ലെങ്കിൽ അങ്ങ് ഭയങ്കര ഹൈ ടെമ്പറേച്ചറിലാണ് കാർബൺ പറ്റുക. അതിന് അത്രത്തോളം ഫീസിബിൾ അല്ല. അതുകൊണ്ടാണ് Al2O3 നമ്മൾ എന്ത് പ്രോസസ് റിഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്? യെസ്, വി ആർ യൂസിങ് ഇലക്ട്രോളിസിസ്. ഇലക്ട്രോളിറ്റിക് പ്രോസസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? അലൂമിനിയനെ റെഡ്യൂസ് ചെയ്യാറുള്ളത്. 11ാം ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് എലമെന്റ്സ് ഈസ് പ്രസന്റ് ഇൻ ദി ഇമ്പ്യൂരിറ്റി ഓഫ് മാക്സിമം എക്സ്റ്റെന്റ് ഇൻ പിഗ് അയൺ? പിഗ് അയണിലുള്ള ഇമ്പ്യൂരിറ്റി ഏതായിരുന്നു മക്കളെ? കാർബൺ അല്ലേ? കാരണം നമ്മൾ ആ സ്മെൽറ്റിംഗ് ചെയ്യുന്ന നേരത്ത് അതിൻ്റെ അകത്തേക്ക് കോക്ക് വീഴുന്നുണ്ട്. അപ്പോൾ ഇത് സ്റ്റെബിലൈസ് ചെയ്യുമ്പോൾ മെറ്റൽ എന്തായിട്ടാകുമ്പോൾ സ്റ്റേബിൾ ആയിട്ടില്ല. മെറ്റലായി പുറത്ത് വരുമ്പോൾ അതിൻ്റെ അകത്ത് അളവും കൂടെ ഉണ്ട്, കാർബണിൻ്റെ അളവും കൂടെ ഉണ്ട്. പിന്നെ നമ്മൾ റോട്ട അയോണൊക്കെ ആയിട്ട് മാറ്റുന്നതാണ്. അപ്പോൾ പിഗ് അയോണിൽ ഉള്ള ഇമ്പ്യൂരിറ്റി ആരാണ്?
Which of the following elements is present as impurity to maximum extent in pig iron? ഏകദേശം 4% ആരുണ്ട്? കാർബൺ ഉണ്ട്. 12. Which of the reaction take place in the blast furnace in the preparation of impure iron? Identify the reaction retaining the formation of slag. Slag എന്ന് വെച്ചാൽ എന്തായിരുന്നു? സ്ലാഗ് എന്ന് വെച്ചാൽ അതിലുള്ള എന്താണ്? ഇമ്പ്യൂരിറ്റിയും ഫ്ലക്സിനെയും ഇതും കൂടെ ചേർത്ത് നമ്മൾ എന്ത് ചെയ്യുന്നതാണ്? സ്ലാഗ് ഉണ്ടാക്കുന്നതാണ്. മെട്രിക്സ് പ്ലസ് ഗാങ് ഈസ് ഈക്വൽ ടു സ്ലാഗ്. അങ്ങനെ അയൺ ഓക്സൈഡിലുള്ള ഇമ്പ്യൂരിറ്റീനെ, അയൺ ഓക്സൈഡ് ഇമ്പ്യൂരിറ്റി എന്താണ്? അയൺ നമുക്ക് മണ്ണിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തുണ്ടാവും? SiO2 ഒക്കെ ഉണ്ടാവും. SiO2ലേക്ക് നമ്മൾ ആഡ് ചെയ്യും? ബേസിക് ആയിട്ടുള്ള കാൽഷ്യം ഓക്സൈഡ് ആഡ് ചെയ്യും. ആഡ് ചെയ്യുന്ന പ്രോസസ്സിൽ നമുക്ക് എന്ത് കിട്ടും? കാൽഷ്യം സിലിക്കേറ്റ് കിട്ടും. നമ്മുടെ ബ്ലാസ്റ്റ് ഫേർണസിൻ്റെ ആലോചിച്ച് നോക്കൂ, താഴെയുള്ള കാർബൺ കത്തിച്ച് കാർബൺ ഡയോക്സൈഡായി മാറുന്നു അറ്റ് ഹൈ ടെമ്പറേച്ചർ. ഈ കാർബൺ ഡയോക്സൈഡ് വീണ്ടും കാർബൺ 2000 ഒക്കെ അല്ലേ താഴെയുള്ളത്. ഈ കാർബൺ ഡയോക്സൈഡ് റിയാക്ട് ചെയ്ത് എന്താവുന്നു? കാർബൺ മോണോക്സൈഡ് ആവുന്നു. അതൊരു എൻഡോതെർമിക് റിയാക്ഷനാണ്. അവിടെ വെച്ച് ടെമ്പറേച്ചർ 1500 ആവും. മുകളിൽ നിന്ന് ഈ പറയുന്ന അയൺ ഡയോക്സൈഡ് താഴേക്കിടും. അവിടെ കാർബൺ മോണോക്സൈഡ് ഉണ്ട്. അത് Fe3O4നെ ആദ്യം എന്താക്കി മാറ്റും? Fe2O3 എന്താക്കി മാറ്റും? FeO ആയി മാറ്റും. കുറച്ചും കൂടി ടെമ്പറേച്ചർ കൂടി 800 കെൽവിനൊക്കെ ആകുമ്പോൾ FeOനെ അതെന്താക്കി മാറ്റും? Fe ആക്കി മാറും. 1200 കെൽവിനൊക്കെ ആവുന്ന നേരത്ത് ഈ പറയുന്ന നമ്മളിടുന്ന ഇതിൻ്റെ അകത്ത് മാർബിൾ പീസസ് ഉണ്ട്. കാൽഷ്യം കാർബണേറ്റ് എന്തായി മാറുന്നുണ്ട്? കാൽഷ്യം ഓക്സൈഡായി മാറുന്നുണ്ട്. അവിടെ വെച്ച് അത് SiO2നെ എന്താക്കി മാറ്റുകയാണ്? കാൽഷ്യം സിലിക്കേറ്റായി മാറ്റുകയാണ്. മെറ്റലർജി, ഇനോർഗാനിക് കെമിസ്ട്രി ചോദ്യങ്ങൾ പറയുമ്പോൾ ഒരുപാട് തിയറി നമുക്ക് പറയേണ്ട കാര്യമില്ല. ആൻഡ് ദ ആൻസർ ഈസ് സി. 13ാമത്തെ ചോദ്യം, 13th question. Which of the following statement, about the advantage of roasting of sulfates or before reduction is not true? True അല്ലാത്തത് ഏത് എന്നുള്ളതാണ്. Delta G formation of sulfides is greater than those of CS2 and H2S is not true എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 13ാമത്തെ ചോദ്യം. ഓക്കെ. B. The delta G0 formation is negative for roasting of sulfide or to oxide. Correct ആണ്, spontaneous ആണ്. Roasting of sulfides to the oxides is thermodynamically feasible. സൾഫൈഡ്സിനെ ഓക്സൈഡ് ആക്കി മാറ്റുന്ന ഡെൽറ്റ ജി നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ എന്താണ്? ഫീസിബിൾ ആണ്. കാർബൺ ആൻഡ് ഹൈഡ്രജൻ ആർ സ്യൂട്ടബിൾ റെഡ്യൂസിങ് ഏജൻറ്റ് ഫോർ മെറ്റൽ സൾഫൈഡ്സ്. അല്ല, കാർബണും ഹൈഡ്രജനും റെഡ്യൂസിങ് ഏജൻറ്റായി മാറുക ഓക്സിജനാണ്. ഓക്സിജനാണ് കാർബണിനോടും ഹൈഡ്രജനോടും ഗ്രേറ്റർ എഫിനിറ്റി ഉള്ളത് ദാൻ സൾഫർ. CS2 ഉണ്ടാവില്ല, H2S ഉണ്ടാവില്ല. അതാ നമ്മളത് ഓൾറെഡി എന്ത് പറഞ്ഞിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ഡി ആണ്. 2007 പഴയ ബുക്കിലുള്ളതാണ്. അത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടില്ല. സ്റ്റിൽ ദിസ് ക്വസ്റ്റ്യൻ വി ക്യാൻ നെഗ്ലക്ട്. നൈട്രൈഡിംഗ് പ്രോസസ് of surface hardening of steel by treating iron in its an atmosphere of നൈട്രൈഡിങ് ചെയ്താണ് അല്ലെങ്കിൽ നൈട്രജൻ എന്ത് ചെയ്യുന്നതാണ് ചെയ്യാണ്. പക്ഷേ അത് തിരിച്ച് എന്താവാൻ സാധ്യതയുണ്ട്? നൈട്രജൻ തിരിച്ച് ഹൈഡ്രോനൈട്രേറ്റ് ചെയ്ത് അമോണിയ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് റിവേഴ്സ് ആവാതിരിക്കാൻ വേണ്ടി നൈട്രൈഡിങ് പ്രോസസ് നടക്കുന്നത് അമോണിയയുടെ അറ്റ്മോസ്ഫിയറിലാണ്. ബട്ട് നൗ ഇറ്റ്സ് നോട്ട് ഇൻ ദ സിലബസ്, യു ക്യാൻ ജസ്റ്റ് എലിമിനേറ്റ് ഇറ്റ്. ഇനി ഇലക്ട്രോ കെമിക്കൽ പ്രിൻസിപ്പിൾ ഓഫ് മെറ്റലർജി, നമ്മൾ അലൂമിനിയനെയാണ് എന്ത് ചെയ്യുന്നത്? ഇലക്ട്രോ കെമിക്കൽ പ്രിൻസിപ്പിൾ ചെയ്തേക്കുന്നത്. അപ്പോൾ 15ാമത് ചോദ്യം, അലൂമിനിയം ഈസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം അലൂമിനിയം ബൈ ഇലക്ട്രോളിസ് ഓഫ് മോൾട്ടൺ. ആരെയൊക്കെയാണ് നമ്മൾ ചെയ്തിരുന്നത്? നമ്മൾ Al2O3 എടുക്കണം. അതിൻ്റെ അകത്തേക്കോ അതിനകത്ത് നമ്മൾ എഴുതിയിരിക്കുന്നത് എന്താണ്? നമ്മൾ ആഡ് ചെയ്യുന്നത് ക്രയോലൈറ്റിനെ ആഡ് ചെയ്യുന്നത് അല്ലേ? Na3Al(F6) ആഡ് ചെയ്യാറുണ്ട്. അലൂമിനിയം ക്രയോലൈറ്റിൻ്റെ മിക്സ്ചറിൽ നമ്മൾ ആരെയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്? CaF2 നമ്മൾ ചേർക്കുന്നത് എന്തിനായിരുന്നു? അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് കുറയ്ക്കാനും അതിൻ്റെ കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യാനും
കൂട്ടാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളത് കൃത്യമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അലൂമിനിയം എക്സ്ട്രാക്ട് ചെയ്യുന്നത് അലൂമിനിയം Na3Al(F6)ൻ്റെയും CaF2ൻ്റെയും കൂടെ മിക്സ്ചറിലാണ്. 15ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സി. മൂവിങ് ടു ദി 16th ക്വസ്റ്റ്യൻ, പ്യൂരിഫിക്കേഷൻ ഓഫ് അലൂമിനിയം ഇലക്ട്രോളിറ്റിക് റിഫൈൻ ഈസ് നോൺ ആസ്. എന്താ പ്രോസസ്? ഡയറക്റ്റ് ചോദ്യമാണ്. ആ പ്രോസസ്സിൻ്റെ പേരെന്താണ്? ഇറ്റ് ഈസ് നോൺ ആസ് ഹൂപ്സ് പ്രോസസ്. 16 എ. കാൽഷ്യം ഈസ് ഒബ്റ്റെയിൻഡ് ബൈ. കാൽഷ്യം അലൂമിനിയം പോലെ വളരെ സ്ട്രോങ് ആയ മെറ്റലുകൾ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്ത് മാത്രമേ പറ്റുള്ളൂ? എന്തുകൊണ്ട് മാത്രമേ പറ്റുള്ളൂ? ഇലക്ട്രോളിറ്റിക് പ്രോസസ്സ് മാത്രമേ പറ്റുള്ളൂ. സോ വി ക്യാൻ ഡി ഇലക്ട്രോളിസിസ് ഓഫ് എൻഹൈഡ്രസ് കാൽഷ്യം ക്ലോറൈഡ്. ഇത്രയൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? മെറ്റലർജിയിൽ പറയാനുള്ളത്. ഓക്കെ, എന്താണ് മെറ്റലർജിക്കൽ പ്രോസസ്സ് പറയാനുള്ളത്? ഇനി നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? റിഫൈനിങ്ങും കൂടെ കഴിഞ്ഞാൽ, ഓക്സിഡേഷൻ റിയാക്ഷൻ റിഫൈനിങ് കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തായി? തീർന്നു. മെറ്റലർജി അല്ലെങ്കിൽ ഇനോർഗാനിക് കെമിസ്ട്രി പോലത്തെ പാഠങ്ങൾ മക്കളെ ഞാൻ വീണ്ടും പറയാണ്, ടെക്സ്റ്റ് ബുക്ക് തന്നെ എന്ത് ചെയ്യുക? വായിച്ചുകൊണ്ടേയിരിക്കുക. എളുപ്പമുള്ള പാഠമാണ്. ഈ പാഠത്തിൽ മൊത്തം ഒരു 20-25 പോയിന്റ് മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ, മെറ്റലർജിയിലുള്ളൂ. അപ്പോൾ നമുക്കത് കൃത്യമായിട്ട് നോക്കാം. 18ാമത്തെ ചോദ്യം, ദ എക്സ്ട്രാക്ഷൻ ഓഫ് ഗോൾഡ് ആൻഡ് സിൽവർ ഇൻവോൾവ്സ് ലീച്ചിങ് ബൈ CN ions. സിൽവർ ഈസ് ലേറ്റർ റിക്കവേർഡ് ബൈ. നമ്മൾ എങ്ങനെയായിരുന്നു സിൽവറിന് ഉണ്ടാക്കിയിരുന്നത്? അതിന് ആരുമായിട്ട് ട്രീറ്റ് ചെയ്തിട്ടാണ്? സിങ്കുമായിട്ട് ഡിസ്പ്ലേസ് ചെയ്തിട്ടാണ്, ബൈ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് സിങ്ക്. 19ാം ചോദ്യം, ഇനി നമുക്ക് റിഫൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. 19ാം ചോദ്യം, ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദി ഫോളോയിങ്. റോട്ട് അയോൺ ഈസ് ഇംപ്യൂർ വിത്ത് 4% കാർബൺ. തെറ്റാ? Blister copper has a blister appearance due to the evolution of carbon dioxide. തെറ്റാണ്. കാർബൺ ഡയോക്സൈഡ് അല്ല. എന്തിൻ്റെയാണ്? CO2-ൻ്റെയാണ്. വേപ്പർ ഫേസ് റിഫൈനിങ് ഈസ് ക്യാരിഡ് ഔട്ട് ഫോർ നിക്കൽ ബൈ വാൻ ആർക്കൽ മെത്തേഡ്. നിക്കലിന് വാൻ ആർക്കല്ല, അതാർക്കായിരുന്നു? സിർക്കോണിയത്തിനൊക്കെ ആയിരുന്നു. നമ്മൾ എന്തെടുത്ത് പുറത്തെടുക്കുന്നത്? അയഡൈഡായിട്ട് പുറത്തെടുക്കുന്നത്. പിഗ് അയൺ ക്യാൻ ബി മോൾഡഡ് ഇൻ ടു വെറൈറ്റി ഓഫ് ഷേപ്സ്. യെസ്, ദാറ്റ് ഈസ് റൈറ്റ്. അപ്പോൾ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ഡി ആണ്. ഇത് ശരിക്കും നമ്മുടെ എന്തിലുള്ള റിഫൈനിങ്ങിലുള്ളതല്ല. ഇത് രണ്ടുമാണ്, ഇതൊക്കെയാണ് റിഫൈനിങ്ങിൽ വരുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്തുള്ള സാധനം ജസ്റ്റ് പറഞ്ഞു എന്നുള്ളതാണ്. 20ാമത്തെ ചോദ്യം, 2016 നീറ്റ് ഫേസ് 1-ൽ ചോദിച്ച ചോദ്യമാണ്. വി ആർ മൂവിങ് ടു ദി 20th ക്വസ്റ്റ്യൻ. സയനൈഡ് പ്രോസസ്. സയനൈഡ് പ്രോസസ്സ് നമ്മൾ ആർക്കാണ് യൂസ് ചെയ്യുന്നത്? എക്സ്ട്രാക്ഷൻ ഓഫ് ഗോൾഡിനും എക്സ്ട്രാക്ഷൻ ഓഫ് സിൽവറിനും അല്ല സയനൈഡ് പ്രോസസ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. യെസ്. അപ്പോൾ എക്ക് ഏതാ വരിക? 4 വരിക. 4th ഫ്ലോട്ടേഷൻ പ്രോസസ്സ് സൾഫൈഡുകൾക്കാണ്. സൾഫൈഡ് ലെഡ് സൾഫൈഡും ZnSൻ്റെയും കാര്യങ്ങളൊക്കെ നമ്മളറിയാം. ഡ്രസ്സിങ് ഓഫ് സൾഫൈഡ്സുകളാണ്. അപ്പോൾ 4th ഫ്ലോട്ടേഷൻ വരിക ആർക്കാണ്? സിങ്ക് സൾഫൈഡിനാണ്. ഇലക്ട്രോളിറ്റിക് റിഡക്ഷൻ നമുക്കാരാണ്? എക്സ്ട്രാക്ഷൻ ഓഫ് അലൂമിനിയം അല്ലെങ്കിൽ കാൽഷ്യം പോലെയുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ളവർക്കാണ് എന്ത് ചെയ്യുക? ഇലക്ട്രോളിറ്റിക് ഇത് വരിക. സോൺ റിഫൈനിങ് നമ്മൾ ആർക്ക് ഉപയോഗിക്കാറുണ്ട്? ആർക്ക് ഉപയോഗിക്കാറുണ്ട്? അൾട്രാ പ്യുവർ ജെർമേനിയത്തിന് ആര് ഉപയോഗിക്കാറുണ്ട്? മെൽറ്റിംഗ് പോയിൻറ്റ് കുറഞ്ഞ ജെർമേനിയം ഗാലി അല്ലെങ്കിൽ സെമി കണ്ടക്ടേഴ്സിനൊക്കെ എന്ത് ചെയ്യാറുണ്ട്? സോൺ റിഫൈനിങ് നമ്മൾ മെൽറ്റ് ചെയ്ത് ഇമ്പ്യൂരിറ്റീസ് ലിക്വിഡ് സ്റ്റേറ്റിലാക്കി കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ എക്ക് 4, ബിക്ക് 2, സിക്ക് 3, ഡിക്ക് 1 വരുന്ന ഏതുണ്ട്? ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ. യെസ് ഡെനീസ്, ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ. കറക്റ്റ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് പെയർസ് മെറ്റൽ ഈസ് പ്യൂരിഫൈഡ് ബൈ വാൻ ആർക്കൽ മെത്തേഡ്സ്? നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അയഡൈഡ് ആയിട്ട് വേപ്പറായി പുറത്തെടുത്ത് ടെങ്ഷനിൽ വെച്ച് തിരിച്ച് റെഡ്യൂസ് ചെയ്തെടുക്കുന്നതാണ് വാൻ ആർക്കൽ മെത്തേഡ്സ്. ആൻഡ് ടെക്സ്റ്റ് ബുക്കിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ട് സിർക്കോണിയത്തിനും ടൈറ്റാനിയത്തിനുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. 22nd ക്വസ്റ്റ്യൻ, ദ മെത്തേഡ് ഓഫ് സോൺ റീഫൈനിങ് മെറ്റൽ ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ.
എന്തായിരുന്നു? ഒരു മെറ്റൽ സ്ട്രിപ്പിൽ നമ്മൾ മെൽറ്റ് ചെയ്ത് ഇമ്പ്യൂരിറ്റീസ് ഒക്കെ എന്ത് ചെയ്യും? ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് വരുന്ന സാധനമാണ്. ഗ്രേറ്റർ മൊബിലിറ്റി ഓഫ് പ്യുവർ മെറ്റൽ ദാൻ ദാറ്റ് ഓഫ് ദ ഇമ്പ്യൂരിറ്റി, ഗ്രേറ്റർ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഇമ്പ്യൂരിറ്റി ദാൻ ദാറ്റ് ഓഫ് പ്യുവർ മെറ്റൽ, greater noble character of solid of metals than that of impurity, greater solubilities of impurities in molten state than solid. നമ്മൾ മെൽറ്റ് ചെയ്ത് വരുമ്പോൾ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഏത് സ്റ്റേറ്റിലേക്കാണ് പോവുക, ഏതെടുത്തേക്കാണ് പോവുക? മോൾട്ടൺ മെറ്റലിൻ്റെ അടുത്തേക്കാണ് പോവുക എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഇമ്പ്യൂരിറ്റീനെ അവിടത്തേക്ക് മാറുന്നത്. അപ്പോൾ സോൺ റിഫൈനിങ്ങിൽ നമ്മളിങ്ങനെ മെറ്റലിൻ്റെ ഇമ്പ്യൂരിറ്റീനെ മെൽറ്റ് ചെയ്ത് ഒരറ്റത്ത് കൊണ്ടുപോയി അവസാനം നമ്മൾ എന്ത് ചെയ്ത് കളയായിരുന്നു? മുറിച്ച് കളയായിരുന്നു. അപ്പോൾ അങ്ങനെ വളരെ എളുപ്പമുള്ള പാഠമാണ് ഏത്? മെറ്റലർജി. അപ്പോൾ കൈനറ്റിക്സിലാണ് ചോദ്യങ്ങൾ, പ്രോബ്ലംസ് കൂടുതലുള്ളത്. നമ്മൾ അതിനാണ് കൂടുതൽ സമയം എടുത്തത്. പിന്നെ സർഫസ് കെമിസ്ട്രി, മെറ്റലർജി രണ്ടും ഡിലീറ്റഡ് പോർഷനാണ്. അതുകൊണ്ടാണ് കുറച്ചൊന്ന് സ്പീഡിൽ നമ്മൾ പോവുകയും ചെയ്തത്. കാരണം ഇതിൻ്റെ അന്ന് എത്രത്തോളം ക്വസ്റ്റ്യൻ വരുന്നു, എങ്ങനെ വരുന്നു എന്നുള്ളതൊന്നും നമ്മുടെ നീറ്റ് NTA പറഞ്ഞിട്ടില്ല. പക്ഷെ നീറ്റ് ഗാലയിൽ ഉറപ്പായിട്ടും എല്ലാ പാഠത്തിനുള്ള ചോദ്യമുണ്ട്. നല്ല ഉഷാറായി പഠിക്കുക, ഒരു മിനിറ്റ് വേസ്റ്റ് ആക്കാണ്ട് എന്ത് ചെയ്യുക? പഠിക്കുക. അതുകൊണ്ട് ഞാൻ ഇനിയിവിടെ അധികം പറയുന്നില്ല. ഈ പറയുന്നതിനിടയ്ക്ക് പഠിക്കുന്നതിനിടയ്ക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ യു ക്യാൻ ഡയറക്ട്ലി കോൾ മീ 8593939393 ആൻഡ് മൈ നെയിം ഈസ് JD. പേരല്ല, എന്നെ പിള്ളേരെ വിളിക്കാറുള്ള JD എന്നാണ്. എൻ്റെ പേര് ജയദീപ് എന്നാണ്. അപ്പോൾ ബുള്ളറ്റ് സീരീസിൻ്റെ അടുത്ത ഒരു 3 പാഠമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. നീറ്റ് ഗാല എക്സാമിങ് എത്തിപ്പോയി. ഏപ്രിൽ 2-ാം തീയതിയാണ് നീറ്റ് ഗാല. അപ്പോൾ അൺടിൽ ദെൻ ദിസ് ഈസ് മീ JD സൈനിങ് ഓഫ്. താങ്ക് യു. എന്ത് ചെയ്യാം?